ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? യെസ്, ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. Hi all, welcome back to Aegon Learning. So നമ്മളുടെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ഗ്രാൻഡ് മാരത്തോൺ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മക്കളെല്ലാവരും നമ്മുടെ ഗ്രാൻഡ് മാരത്തോൺ കണ്ടിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാംസിലെ കെമിസ്ട്രി മാത്സും ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ എല്ലാ എക്സാംസിനും വന്നിട്ടുള്ളൂ, അല്ലേ സാറേ? സോ നമ്മളിന്ന് സുവോളജിയുടെ ഒരു ലൈവാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം, നമുക്ക് നെക്സ്റ്റ് 19-നാണല്ലേ, 19-ാം തീയതിയാണ് നമ്മുടെ ബയോളജി എക്സാം വരുന്നത്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. ബയോളജി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഒരുപാട് ചാപ്റ്റർ എടുക്കുന്നില്ല. ഇന്ന് 2 ചാപ്റ്റർ മാത്രം എടുക്കുന്നല്ലേ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്? യുവി സാർ ഇന്ന് എവല്യൂഷൻ ഫുള്ള് പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾക്കറിയാം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കി തരും. യുവി സാർ ഇന്ന് എവല്യൂഷൻ ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫുള്ളായിട്ട് ഏകേണ്ട ലൈവിനോടൊപ്പം നിൽക്കുക. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ കഴിഞ്ഞ എക്സാം ഒക്കെ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ഫസ്റ്റ് തുടങ്ങിയ ഫിസിക്സ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫുള്ള് കോൺഫിഡന്റ് ആയിട്ടാണ് മക്കൾ ഇരിക്കുന്നതെന്ന് അറിയാം. ഇനി നമുക്ക് ബയോളജിയാണ്, പൊളിക്കണം. അപ്പൊ സാറ് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സോ നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ നമ്മൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും ഇവിടെ കൊണ്ടുവരണം. നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം ചാപ്റ്റർ എവല്യൂഷനുള്ള ചാപ്റ്റർ എല്ലാവർക്കും അറിയാലോ. നോക്കൂ, നമ്മൾ NCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ച് പഠിക്കുകയാണെങ്കിൽ എന്താണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട ചാപ്റ്റർ പോലെയൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ് അല്ലേ. ബയോളജിയിൽ തന്നെ സയൻസിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എവല്യൂഷൻ. നമ്മൾ പരിണാമം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, സോ ആ ചാപ്റ്റർ ഏറ്റവും ക്രിസ്പായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണം. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളും ഇത് മിസ്സായി പോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ക്ലാസ് കാണണം, ഫുള്ളായിട്ട് കാണണം. ആൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യണം? ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഹലോ സയീം, നസറീൻ, ലവ്ലി സൗൾ ഗേൾ. ഓക്കെ, ഹലോ ഓൾ എവ്രി വൺ. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫ്ലെമിൻ അല്ലെ, ഫ്ലെമിൻ ഉണ്ട്, ഫ്ലെമിൻ സെറ്റേഴ്സിന് ചോദിക്കുന്നുണ്ട്. സാറ് വരും കേട്ടോ, സച്ചിൻ സാർ വരും ഹെൽത്ത് ആൻഡ് ഡിസീസ് എടുക്കാൻ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ, റെഡി അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, എവറിത്തിങ് ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ, ഈ ഒരു ലൈവ് എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഈ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്ത് തരും. ആ സ്ലൈഡ് വെച്ച് നിങ്ങൾ പഠിച്ചേക്കുക. ഈ സ്ലൈഡിൽ ഈ ചാപ്റ്ററിന് എക്സാമിന് പഠിക്കാനുള്ള എല്ലാ പോയിന്റും ഉണ്ട്. അഥവാ ഈ ലൈവില് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലൈവ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. നസ്രീൻ ഓക്കെ, ഗുഡ് ഈവനിങ്. സോ എവല്യൂഷൻ, നമ്മുടെ ചാപ്റ്റർ എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം? നമ്മൾ ഒരുപാട് കാലമായിട്ടില്ലേ, ഒരുപാട് കോൺട്രവേഴ്സറിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് എവല്യൂഷൻ. അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും അങ്ങോട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ മടിയുള്ള ഒരു ടോപ്പിക്കാണ് എവല്യൂഷൻ, പരിണാമം. എന്താണ് പരിണാമം എന്ന് വെച്ചാൽ അല്ലെ, എവല്യൂഷൻ ബൈ മീനിങ് നോക്കുകയാണെങ്കിൽ ചേഞ്ചിങ് എന്നാണ് അർത്ഥം അല്ലെ, അല്ലെങ്കിൽ പരിണാമം. നോക്കൂ, നമ്മള് എല്ലാ ജീവജാലങ്ങളും എല്ലാ ഓർഗാനിസങ്ങളും പരിണമിച്ചിട്ടുണ്ടായതാണെന്ന് പറയുന്നത്. അതായത് നോക്കൂ, ലോകത്ത് ആദ്യം ഒരു ലൈഫ്, ഒരു ജീവൻ ഉണ്ടാവുകയും ആ ജീവൻ അതിന് വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ട് പരിണമിച്ച് മറ്റ് പല ജീവജാലങ്ങളുമായിട്ട് മാറുക, അല്ലെങ്കിൽ മറ്റ് പല ജീവജാലങ്ങളും ഉണ്ടായി വന്നു എന്നാണ് നമ്മൾ എവല്യൂഷനിൽ പറയുന്നത്.
അപ്പോൾ നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ ആക്ച്വലി ജീവജാലങ്ങളുടെ എവല്യൂഷനെ കുറിച്ച് മാത്രമല്ല, യൂണിവേഴ്സ് എങ്ങനെ ഫോം ചെയ്തു, ആ യൂണിവേഴ്സിൽ ഡിഫറെന്റ് ഗാലക്സീസ്, എർത്ത് എങ്ങനെ ഫോം ചെയ്തു, പ്ലാനറ്റ്സ് ആയിട്ടുള്ള എർത്ത് എങ്ങനെ ഫോം ചെയ്തു, ആ എർത്തിൽ ഫസ്റ്റ് ലൈഫ് എങ്ങനെ ഫോം ചെയ്തു, ആ ലൈഫിന് പിന്നെ ഏതൊക്കെ തരത്തിലാണ് ഇവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്, മനുഷ്യന്മാരെങ്ങനെയാണ് ഉണ്ടായത്, എവല്യൂഷന്റെ തെളിവുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഷോർട്ടായിട്ട് പഠിക്കുന്നത്. എവല്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ വലിയൊരു തിയറിയാണ്, വലിയൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എവറിത്തിങ് നോക്കും. നമ്മൾ എവല്യൂഷന്റെ ഫസ്റ്റ് കാണാൻ പറ്റും, എവല്യൂഷൻ അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോം. ഹിസ്റ്ററി നിങ്ങൾ ഇഷ്ടമാണോ? ചരിത്രം, ലൈഫ് ഫോംസിന്റെ ജീവൻ ഉണ്ടായി വന്നതിന്റെ ചരിത്രമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ അറിയാം, അതിൽ ഒരുപാട് കഥകളുണ്ടാവും. നമ്മൾ എല്ലാ കഥയും കൂടി പഠിച്ചിട്ടാണോ അപ്പൊ എക്സാം എഴുതാൻ പോകുന്നത്? അല്ല. അപ്പൊ നമ്മൾ ഈ കഥകളിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമുക്ക് ആവശ്യമുള്ള ചില പോയിന്റ്സ് മാത്രം പിക്ക് ഔട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ലൈവിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ എവല്യൂഷണറി ബയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഫോംസിന്റെ ഹിസ്റ്ററിയാണ്, നമ്മുടെ ലൈഫ് എങ്ങനെ ഉണ്ടായി വന്നതെന്ന് അല്ലേ. അപ്പൊ ലൈഫ് ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ആദ്യം എർത്ത് ഉണ്ടായത് പറയണം. എർത്ത് ഉണ്ടാകുന്നതിന് മുന്നേ ആദ്യം എന്ത് പറയണം? യൂണിവേഴ്സ്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഉൽപ്പത്തിയെ, പ്രപഞ്ചോൽപ്പത്തി എന്നൊക്കെ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു പോയിന്റ് അഥവാ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി അല്ലെ, പ്രപഞ്ചം എങ്ങനെയാണ് ഫോം ചെയ്തത്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു തിയറി. ആ തിയറിന്റെ പേര് മാത്രമാണ് മക്കളെ നമുക്ക് ആവശ്യമുള്ളത്. എന്താ തിയറിന്റെ പേര്? ബിഗ് ബാങ് തിയറി എന്നാണ്. എന്താ പേര്? ബിഗ് ബാങ് തിയറി. കേട്ടിട്ടില്ലേ മക്കളെല്ലാവരും? കേട്ടില്ലേ ബിഗ് ബാങ് തിയറി? എന്താ ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്? നോക്കൂ, എത്ര വർഷം മുന്നെയാണ് യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത്, എത്ര വർഷം മുന്നെയാണ് യൂണിവേഴ്സ് ഫോം ചെയ്തേക്കുന്നത് നോക്കിക്കേ. 20 BY. എന്താണ് ഈ BY? ബില്യൺ ഇയേഴ്സ് എഗോ ആണ് അല്ലെ. 20 ബില്യൺ ഇയേഴ്സ് എഗോ. 20 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. ഓക്കെ, 20 ബില്യൺ ഇയേഴ്സ് എഗോ. അപ്പൊ മില്യണും ബില്യണും ഒക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ നോക്കൂ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സംഭവമാണ്, അതൊക്കെ എല്ലാ ചാപ്റ്ററിലും വരുന്നതാണ് അല്ലെ. മില്യണും ബില്യണും ഒക്കെ. മില്യൺ എന്ന് വെച്ചാൽ എത്രയാ? 10 lakhs ആണ് അല്ലെ. ബില്യൺ എന്ന് വെച്ചാൽ 100 crore അല്ലെങ്കിൽ 1000 millions എന്ന് പറയും അല്ലെ. ബില്യൺ മീൻസ് 100 crores. അപ്പൊ 20 ബില്യൺ ഇയേഴ്സ് എഗോ ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സ് ഉണ്ടായത് എന്ന് പറയുന്ന തിയറിന്റെ പേരാണ് ബിഗ് ബാങ് തിയറി. എക്സാമിന് എന്താ ചോദിക്കുക? ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന തിയറിന്റെ പേരെന്താ? ബിഗ് ബാങ് തിയറി. അല്ലെങ്കിൽ എത്ര വർഷം മുന്നെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്? 20 ബില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അവിടെ പറയുന്നത് ഒരു സിംഗുലാരിറ്റി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതൊരു ഹ്യൂജ് എക്സ്പ്ലോഷൻ നടന്നു. ഓക്കെ, ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ നടന്നു. ഓക്കെ, അങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായത്. യൂണിവേഴ്സ് സ്റ്റിൽ എക്സ്പാൻഡിങ് ആണ്, ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൽ ആദ്യം ഫോം ചെയ്തത് ഹൈഡ്രജനും ഹീലിയം ഒക്കെയാണ്. ഹൈഡ്രജൻ, ഹീലിയം അല്ലെ. നമുക്കറിയാം ഇന്നും നമ്മളുടെ പ്രധാനപ്പെട്ട സണ്ണിലും അതുപോലെ സ്റ്റാർസിലൊക്കെ ഉള്ളത് ഹൈഡ്രജനും ഹീലിയം ആണ് മെയിൻ ആയിട്ടും അല്ലേ. ആൻഡ് അതിലുള്ള ഗ്യാസസ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായ ഗ്യാസസ് കണ്ടൻസ് ചെയ്തിട്ടാണ് ഗാലക്സീസ് ഒക്കെ ഉണ്ടാകുന്നത്. അണ്ടർ ഗ്രാവിറ്റേഷൻ അത് കണ്ടൻസ് ചെയ്തിട്ടാണ് ഗാലക്സീസ് ഉണ്ടാകുന്നത്. ആ ഗാലക്സീസിൽ നമ്മളെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ ഗാലക്സിയാണ്. ആ മിൽക്കി വേ ഗാലക്സിയിൽ നിങ്ങൾ പഠിച്ചതാണ് ചെറുപ്പത്തിൽ, സോളാർ സിസ്റ്റം ഉണ്ടല്ലേ, സൗരയൂഥം അല്ലെ, മിൽക്കി വേ, ക്ഷീരപഥം എന്ന് കേട്ടില്ലേ, ക്ഷീരപഥം. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു മിൽക്കി വേ ഉണ്ട്, അതിൽ സോളാർ സിസ്റ്റം ഉണ്ട്. ആ സോളാർ സിസ്റ്റത്തിൽ സണ്ണിനെ റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സ് ഉണ്ട്. അതിലൊരു പ്ലാനറ്റ് ആയിട്ടാണ് എർത്ത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഷോർട്ട് ഹിസ്റ്ററി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കഥകളൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ബിഗ് ബാങ് തിയറി എന്നുള്ള ആ ഒരു ടേം ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർക്കുമല്ലോ. ഓക്കെ, സോ അങ്ങനെ ഗാലക്സീസ് ഒക്കെ ഫോം ചെയ്തു, സോളാർ സിസ്റ്റം ഫോം ചെയ്തു, അങ്ങനെ പ്ലാനറ്റ്സ് ഉണ്ടാവുന്നു. അതിൽ നമ്മളെ എർത്ത് ഉണ്ടായതിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ നമ്മളിവിടെ പഠിച്ച മെയിൻ പോയിന്റ് എന്താണ്? ബിഗ് ബാങ് തിയറി മൂലമാണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് അല്ലെ. ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, അതായത് 20 ബില്യൺ ഇയേഴ്സ് എഗോ ഹ്യൂജ് എക്സ്പ്ലോഷൻ വഴിയാണ് യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആ യൂണിവേഴ്സിൽ എർത്ത് ഉണ്ടായത്, ഒറിജിൻ ഓഫ് എർത്ത് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ഒറിജിൻ, ഭൂമിയുടെ ഉൽപ്പത്തി, ഭൂമി എങ്ങനെയാണ് ഫോം ചെയ്തത്, എപ്പോഴാണ് ഫോം ചെയ്തത്? ഭൂമി ഫോം ചെയ്തിട്ട് നോക്കടാ, അവിടെ നോക്കുക, 4.5 ബില്യൺ ഇയേഴ്സ് എഗോ. 4.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്തുണ്ടായിരിക്കുന്നത്? എർത്ത് ഉണ്ടായത്. അപ്പൊ ആ ഒരു ഇയർ ഗ്യാപ്പ് നോക്കണേ. 20 ബില്യൺ ഇയർ എഗോ ആണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഉണ്ടായത്. അപ്പൊ എത്ര ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുണ്ടാവുന്നത്? എർത്ത് ഫോം ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഫോം ചെയ്ത എർത്തിനെ കുറിച്ചും അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ. ഫോം ചെയ്ത സമയത്ത് എർത്തിൽ എന്തുണ്ടായിരുന്നില്ല? അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. ഓസോൺ ലെയർ ഒക്കെ പിന്നെയാണ് ഫോം ചെയ്യുന്നത്. നമുക്ക് പ്രിമിറ്റീവ് എർത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല.
ഓക്കെ, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നാ പറയാ, ഓക്സിജൻ ഇല്ലാത്ത റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നാ പറയാ. അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ചില ആളുകൾ, ഒന്ന് വാട്ടർ ഇൻ ഫോം ഓഫ് വേപ്പർ, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, മീതെയിൻ ഉണ്ടായിരുന്നു, കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ ഒരു ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലുള്ള ആ ഒരു മോൾട്ടൻ മാസ് എന്ന് റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കവിടെ വേണ്ട പോയിന്റ് ഇതാണ്, 4.5 ബില്യൺ ഇയർ എഗോ ആണ് എർത്ത് ഉണ്ടായത്. ഓക്കെ, ആൻഡ് പിന്നീട് നമ്മൾ പറഞ്ഞു ഓസോൺ ലെയർ ഫോം ചെയ്തു, O3 അല്ലെ, O3 ഫോം ചെയ്തു. ദെൻ അവിടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു, മേലെ കണ്ടൻസ് ചെയ്യുന്നു, റെയിൻ ആയിട്ട് വരുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചില്ലേ, റിയാക്ഷൻസ്. നമുക്കതൊന്നും ആവശ്യമില്ല ആക്ച്വലി. സോ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ ടു ഫോം ഓഷ്യൻസ്. നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ടാവും അല്ലെ, വെള്ളത്തിലാണ്, ഓഷ്യനിലാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് ഒറിജിൻ ഓഫ് എർത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആൻഡ് കമ്മിങ് ടു ഒറിജിൻ ഓഫ് ലൈഫ്, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സും ഒറിജിൻ ഓഫ് എർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഒറിജിൻ ഓഫ് ലൈഫിലാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഇരിക്കുന്നത്. ലൈഫ് ഫോം ചെയ്തേക്കുന്നത് എപ്പോഴാണ്? ലൈഫ് ഫോർമേഷൻ അഥവാ ഒറിജിൻ ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 4 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. ആ പ്രോസസ്സ് 4 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചുള്ള 5 തിയറീസ് ആണ് അല്ലേ. പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടാവില്ലേ. ഇപ്പോൾ എങ്ങനെയാ ലൈഫ് ഉണ്ടായത്, പല ആളുകൾക്കും പല അഭിപ്രായമുണ്ട്. ചിലവർ പറയും അങ്ങനെയാ ഉണ്ടായത്, ചിലർ പറയും അല്ല ഇങ്ങനെയാ ഉണ്ടായത്. അങ്ങനെ ഏകദേശം 5 ഡിഫറെന്റ് അഭിപ്രായങ്ങൾ, 5 ഡിഫറെന്റ് തിയറീസ് നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 4 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഒറിജിൻ ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തന്നെ ഫസ്റ്റ് പ്രീ സെല്ലുലാർ ഫോം അല്ലെങ്കിൽ നോൺ സെല്ലുലാർ ഫോം ഉണ്ടാവുന്നത് 3 ബില്യൺ ഇയർ എഗോ ആണ്. അപ്പോഴും സെല്ല് ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്കറിയാം സെല്ലാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ആ സെല്ല് ഉണ്ടാവുന്നതിന് മുന്നേ പ്രീ സെല്ലുലാർ ഫോംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ സെല്ലുലാർ ഫോം ഉണ്ടാവുന്നത് ഏകദേശം 2 ബില്യൺ ഇയർ എഗോ ആണ് അല്ലെ, അഥവാ 2000 മില്യൺ ഇയർ എഗോ, 2 ബില്യൺ ഇയർ എഗോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറീസ് ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒറിജിൻ ഓഫ് ലൈഫിനെ പ്രതിപാദിക്കുന്ന 5 തിയറീസ്. ഓക്കെ, സോ തിയറീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ തിയറിയുടെ പേരെന്താടാ? ഒന്നാമത്തെ തിയറിയുടെ പേരാണ് തിയറി ഓഫ് പാൻസ്പെർമിയ. പാൻസ്പെർമിയ എന്താണ്? തിയറി ഓഫ് പാൻസ്പെർമിയ. എന്താണ് തിയറി ഓഫ് പാൻസ്പെർമിയയിൽ പറഞ്ഞത്? സ്റ്റഡിങ് ഓഫ് ഫ്യൂച്ചർ. സർ ഗിവ് അവേ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ ഗിവ് അവേന്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്ന് പറയാൻ പറ്റും, നോക്കണേ എടാ, ശരിയാക്കട്ടോ. ഓക്കെ ഓക്കെ, സോ നമ്മൾ നോക്കാം. ഒറിജിൻ ഓഫ് ലൈഫിൽ ഫസ്റ്റ് തിയറി ഓഫ് പാൻസ്പെർമിയ ആണ്. തിയറി ഓഫ് പാൻസ്പെർമിയ എന്താ തിയറി ഓഫ് പാൻസ്പെർമിയയിൽ പറഞ്ഞത്? നോക്കൂ, നമ്മുടെ എർത്ത് അടക്കമുള്ള ഡിഫറെന്റ് പ്ലാനറ്റിലേക്ക് ലൈഫ് ചില സ്പോറുകളുടെ രൂപത്തിലാവുന്നത്. നമ്മൾ ബോട്ടണിലൊക്കെ പഠിച്ചില്ലേ സ്പോറുകൾ? അങ്ങനെ സ്പോർസിന്റെ ഫോമിലാണ് ലൈഫ് വന്നേക്കുന്നത്. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ലൈഫ് ഉണ്ടായെന്നാ പറയുന്നത് അല്ലെ, ഒരു തിയറി അല്ലേ, ആർക്കും എന്തും പറയാലോ. അപ്പൊ ഒരു തിയറിയാണ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം സ്പോർസ്. ഓക്കെ, സ്പോർസ് അത്രയേ ഉള്ളൂ. ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം സ്പോർസ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിംഗ് എർത്ത് എന്നാ പറഞ്ഞു. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിംഗ് എർത്ത് എന്ന് വെച്ചാൽ എന്താണ്? എർത്തിൽ മാത്രമല്ല ലൈഫ് ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയ. അതുകൊണ്ട് തന്നെ ആസ്ട്രോണമേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ കുറേ പരീക്ഷണങ്ങൾ ആസ്ട്രോണമിയിൽ, മറ്റ് പ്ലാനറ്റ്സിലൊക്കെ പോയിട്ട് ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ പോയിട്ട് ജീവൻ ഉണ്ടോ നോക്കുന്നില്ലേ, അത്തരത്തിലുള്ള ആസ്ട്രോണമേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട തിയറിയാണ് എന്ത്? തിയറി ഓഫ് പാൻസ്പെർമിയ. ബിക്കോസ് ദിസ് തിയറി ബിലീവ് എന്താണ്? ഈ തിയറി എന്ത് വിശ്വസിക്കുന്നു? മറ്റ് പ്ലാനറ്റ്സിലും ലൈഫ് ഉണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ അല്ലേടാ? സോ സെക്കൻഡ് തിയറി നോക്കിയാൽ ഫസ്റ്റ് തിയറി ഓക്കെ അല്ലേ? തിയറി ഓഫ് പാൻസ്പെർമിയ, ലൈഫ് ഉണ്ടായത് സ്പോർ എന്നാണ്. രണ്ടാമത്തെ തിയറി എന്താ? തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ അബയോജനസിസ്. ബയോ എന്ന് വെച്ചാൽ എന്താ? ലിവിങ്. അബയോ എന്ന് വെച്ചാലോ നോൺ ലിവിങ് അല്ലെ. അബയോ എന്ന് വെച്ചാൽ നോൺ ലിവിങ് ആണ്. ഓക്കെ, അപ്പോ ജനസിസ് എന്ന് വെച്ചാൽ ഫോർമേഷൻ. അപ്പൊ അബയോജനസിസ് എന്താ? ലൈഫ് ഉണ്ടായത് നോൺ ലിവിങ് തിങ്സ് എന്നാണ്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് ലൈഫ് ഉണ്ടായിരിക്കുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നാണ് ലൈഫ് ഉണ്ടായിരിക്കുന്നത്. അതാണ് അബയോജനസിസ്. അബയോജനസിസ് അല്ലെ. അതും എങ്ങനെയാ ഉണ്ടായത്? സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായതാണ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന തിയറിയാണ് തിയറി ഓഫ് അബയോജനസിസ്. ലൈഫ് കം ഔട്ട് ഓഫ് ലൈഫ്ലെസ് മാറ്റർ ജസ്റ്റ് ലൈക്ക് എ സ്ട്രോ. വൈക്കോലൊക്കെ ഇല്ലേ, അതിൽ മഡ്, ചളി പോലുള്ള സംഭവങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ് ഉണ്ടായി. അതാണ് എന്ത്? നമ്മളുടെ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ അബയോജനസിസ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ തിയറി നോക്കിക്കേ, തിയറി ഓഫ് ബയോജനസിസ്. അബയോജനസിസ് എന്താ മനസ്സിലായില്ലേ? അബയോ മീൻസ് ജീവൻ ഇല്ലാത്തത്. അപ്പൊ എന്തായിരിക്കും ബയോ? ബയോ മീൻസ് ജീവൻ ഉള്ളത് അല്ലെ. അപ്പൊ ബയോജനസിസ്, തിയറി ഓഫ് ബയോജനസിസ് നമ്മൾ നോക്കുക. തിയറി ഓഫ് ബയോജനസിസ് എന്താണ്? ലൈഫ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്ന് പറയും. അതായത് ഓൾറെഡി ജീവനുള്ള വസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുക.
അഥവാ ജീവൻ ഇല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതാണ് തിയറി ഓഫ് ബയോജനസിസ്. ഓക്കെ, തിയറി ഓഫ് ബയോജനസിസ്. ഓക്കെ. സോ തിയറി ഓഫ് ബയോജനസിസ് നോക്കൂ, ലൈഫ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് ആണ്. ലൈഫ് ഇസ് ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഓൾറെഡി ഉള്ള ലൈഫിൽ നിന്നാണ് ലൈഫ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അഥവാ അബയോജനസിസ് തെറ്റാണ് എന്ന് തെളിയിച്ച തിയറിയാണ് ബയോജനസിസ്. ആരാണ് മക്കളെ അബയോജനസിസ് തെറ്റാന്ന് തെളിയിച്ചത്? പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? ആരാണ് ബയോജനസിസ് പ്രൂവ് ചെയ്തത്? അഥവാ അബയോജനസിസ് തെറ്റാണെന്ന് പറഞ്ഞത് ആരാണ്? അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്തത് ആരാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ആരാ പറയുന്നത്. അബയോജനസിസ് ഇസ് ഡിസ്പ്രൂവ്ഡ് ബൈ. അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്ത് അഥവാ ബയോജനസിസ് ആണെന്ന് പറഞ്ഞത് ആരാണ്? അബയോജനസിസ് ഇസ് ഡിസ്പ്രൂവ്ഡ് ബൈ. ഓക്കെ, അപ്പൊ അറിയാവുന്നവർ പറയണേ ആൻസർ പറയണേ. ആരാണ് അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്ത് എന്നിട്ട് ബയോജനസിസ് ആണെന്ന് പറഞ്ഞു? എൻ്റെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഒരു ഓപ്പൺ ഫ്ലാസ്കും ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിലും ഒക്കെ എടുത്തുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയില്ലേ. ഓക്കെ, സോ അപ്പൊ ആരാണ് അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്തത്? യെസ്, ഇറ്റ് ഇസ് ലൂയിസ് പാസ്റ്റർ ആണ് അല്ലെ. അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്ത ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ലൂയിസ് പാസ്റ്റർ. ഓക്കെ, ലൂയിസ് പാസ്റ്റർ ആണ് അബയോജനസിസ് ഡിസ്പ്രൂവ് ചെയ്തത്. അദ്ദേഹം ഒരു ഓപ്പൺ ഫ്ലാസ്കിൽ കിൽഡ് ഈസ്റ്റ് എടുത്തു, ക്ലോസ്ഡ് ഫ്ലാസ്കിലും കിൽഡ് ഈസ്റ്റ് എടുത്തു. ക്ലോസ്ഡ് ഫ്ലാസ്കിൽ ലൈഫ് ഒന്നും ഫോം ചെയ്യുന്നില്ല, ഓപ്പൺ ഫ്ലാസ്കിൽ ലൈഫ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അദ്ദേഹം എന്ത് തെളിയിച്ചു? ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ലൂയിസ് പാസ്റ്ററിന്റെ ഒരു എക്സ്പെരിമെന്റ്. ബട്ട് നോക്കൂ, ഇവിടെ ജീവനുള്ള വസ്തുക്കളിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. ദിസ് തിയറി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ലൈഫ് കംസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഓക്കെ, ഓൾറെഡി ഉള്ള ജീവനിൽ നിന്നാണ് പുതിയ ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ ആർക്ക് പറ്റിയിട്ടില്ല? തിയറി ഓഫ് ബയോജനസിസിന് പറ്റിയിട്ടില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത തിയറിയോട് പോലെ. അപ്പൊ 3 തിയറീസ് നമ്മൾ പറഞ്ഞ തിയറി ഓഫ് പാൻസ്പെർമിയ പറഞ്ഞു, തിയറി ഓഫ് അബയോജനസിസ് പറഞ്ഞു, തിയറി ഓഫ് ബയോജനസിസ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ആണ്. സ്പെഷ്യൽ ക്രിയേഷൻ എല്ലാവർക്കും അറിയാവുന്ന തിയറിയാണ്. എന്താ സ്പെഷ്യൽ ക്രിയേഷനിൽ പറയുന്നത്? ജസ്റ്റ് ലൈഫ് ഇസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്നൊക്കെ പറയും നമ്മള്. അതായത് ലൈഫ് ഇസ് ക്രിയേറ്റഡ് ബൈ എ സൂപ്പർ നാച്ചുറൽ പവർ അല്ലെ. ഒരു ദൈവിക ശക്തി ആണ് എന്തുണ്ടാക്കിയത്? ലൈഫ് ഉണ്ടാക്കിയത്. ലൈഫ് വാസ് ക്രിയേറ്റഡ് ബൈ സം സൂപ്പർ നാച്ചുറൽ പവർ. ഓക്കെ, അതാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. അപ്പൊ അതെല്ലാവർക്കും ഓക്കെ അല്ലെ? ഗോഡ് ആണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 3 കോൺനോട്ടേഷൻസ്, 3 അഡീഷൻസ്, 3 പോയിന്റ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാ 3 പോയിന്റ്സ്? എർത്ത് ഇസ് അബൌട്ട് 4000 ഇയർ ഓൾഡ്. ഭൂമി ഉണ്ടായിട്ട് 4.5 ബില്യൺ ഇയർ ഒന്നും ആയിട്ടില്ല, വെറും 4000 വർഷം ആയിട്ടുള്ളൂ എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. വെറും 4000 വർഷം ആയിട്ടുള്ളൂ ഭൂമി ഉണ്ടായിട്ട്. ഓക്കെ, ഓൾ ലിവിങ് ഓർഗാനിസം were created as such. നമ്മൾ ഇന്ന് കാണുന്ന ജീവികളൊക്കെ ഇല്ലേ, അവരൊക്കെ അതേപോലെ ദൈവം ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് അവരിങ്ങനെ ഇവോൾവ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വന്നൊന്നുമല്ല. ഓൾ ലിവിങ് ഓർഗാനിസം were created as such. ഇപ്പൊ എങ്ങനെയാണുള്ളത് അതേപോലെ ഉണ്ടാക്കില്ല, വേറെ മാറ്റൊന്നും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല. ഡൈവേഴ്സിറ്റി വാസ് ഓൾവേസ് ദ സെയിം. അഥവാ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഡൈവേഴ്സിറ്റി ഇല്ലേ, ആ ഡൈവേഴ്സിറ്റി പണ്ടും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏതൊക്കെ ജീവികളെ കാണുന്നോ അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, അവർ തന്നെയാണ് ഫ്യൂച്ചറിലും ഉണ്ടാവുക. അതായത് നോക്കൂ, ഇന്ന് കാണുന്ന ഡൈവേഴ്സിറ്റി, ദ ഡൈവേഴ്സിറ്റി വാസ് സെയിം, ഓൾവേസ് സെയിം സിൻസ് ക്രിയേഷൻ ആൻഡ് ഇൻ ഫ്യൂച്ചർ. ക്രിയേറ്റ് ചെയ്ത് അന്ന് തൊട്ടിട്ട് നെക്സ്റ്റ് ഫ്യൂച്ചർ വരെയും അത് അങ്ങനെ തന്നെ തുടരും അല്ലേ. അപ്പൊ എന്താണ്, അന്ന് ഉണ്ടായിരുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതൊക്കെ ഇതേ സെയിം ഡൈവേഴ്സിറ്റി ആണ്. ആരെങ്കിലും ഇവോൾവ് ചെയ്തിട്ട് വേറെ ആളായിട്ട് മാറാൻ പോകുന്നില്ല. അപ്പൊ എവല്യൂഷൻ എതിരെയുള്ള ഒരു തിയറി ആണ് അല്ലെ, സ്പെഷ്യൽ ക്രിയേഷൻ തിയറി. അപ്പൊ നമ്മൾ 4 തിയറീസ് പഠിച്ചു. ഓക്കെ, 4 തിയറീസ്. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണ്. എന്താണ്? തിയറി ഓഫ് പാൻസ്പെർമിയ, തിയറി ഓഫ് അബയോജനസിസ്, തിയറി ഓഫ് ബയോജനസിസ് ആൻഡ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. എന്നാൽ ദ തിയറി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട തിയറി ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാലോ? എന്ന് പറയും അല്ലെ, എന്ന് പറയും. ബിക്കോസ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് വെച്ചാൽ ഞാൻ പറയും തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ്. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ് ആക്ച്വലി ശരിക്കും ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട തിയറി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ നസ്രീൻ? ഓക്കെ അല്ലേ? സോ നമ്മുടെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ നോക്കാം. ആരാ പ്രപ്പോസ് ചെയ്ത? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇസ് പ്രപ്പോസ്ഡ് ബൈ ഒപാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. സയന്റിസ്റ്റിന്റെ പേര് ഓർക്കണേ. ഒപാരിനും ഹാൽഡെയ്നും എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ. എന്താണ് കെമിക്കൽ എവല്യൂഷൻ എന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ ബയോളജിക്കൽ എവല്യൂഷൻ വെച്ചാൽ എന്തായിരിക്കും?
ജീവികളുടെ എവല്യൂഷനെയാണ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് വിളിക്കാം. ബയോളജിക്കൽ എവല്യൂഷൻ നടക്കുന്നതിന് മുന്നേ ഒരു കെമിക്കൽ എവല്യൂഷൻ നടന്നിട്ടുണ്ട് അല്ലേ? കെമിക്കൽസ് അല്ലേ? എന്താ കെമിക്കൽ എവല്യൂഷൻ അറിയോ? കെമിക്കൽസുടെ 2 ടൈപ്പിലുണ്ടല്ലോ, ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. അപ്പൊ ഈ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ കൂടി ചേർന്നിട്ടാണ് ആദ്യം ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടായത്. ഓർഗാനിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ എന്താണ്? ജൈവം, ജീവനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ലൈഫ് ഫോമിംഗ് ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ലെ, ബയോമോളിക്യൂൾസ് ഒക്കെ നമ്മൾ പിന്നീട് പഠിച്ചു. അപ്പൊ ഇനോർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് കൂടി ചേർന്നിട്ടാണ് ആദ്യം എന്തുണ്ടാവുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ഇനോർഗാനിക് ആയിട്ടുള്ള ആളുകൾ കൂടി ചേർന്നിട്ട് ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നു. അവിടെ ലൈഫ് ഉണ്ടായോ? ഇല്ല, അത് കെമിക്കൽ എവല്യൂഷൻ ആണ്. അപ്പൊ ഇതാണ് ലൈഫിന്റെ ഫോർമേഷന്റെ തുടക്കം എന്നാണ് ഒപ്പാരിനും ഹാൽഡെയിനും പറയുന്നത്. ഓക്കെ, ഒപ്പാരിനും ഹാൽഡെയിനും പറയുന്നത്. ഓക്കെ റിൻഷാപ്പ്, യെസ് യെസ് യെസ്. ഓക്കെ, സോ ഇനോർഗാനിക് ഓർഗാനിക് ഉണ്ടായ തിരിന്റെ പേരാണ് കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ഒപ്പാരിനും ഹാൽഡെയിനുമാണ്. ഇനോർഗാനിക് കെമിക്കൽസ് ആക്സിഡന്റലി റിയാക്റ്റഡ് ഇൻ വാട്ടർ ടു ഫോം ലൈഫ്. ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു. ഓക്കെ, അതിൽ ആദ്യം മൈക്രോ മോളിക്യൂൾസ് ഉണ്ടാവുന്നു, പിന്നെ അത് മാക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രീ സെല്ലുലാർ ഫോം, നോൺ സെല്ലുലാർ ഫോം ഉണ്ടാവുന്നു, ശേഷമാണ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഉണ്ടാവുന്നത്. അപ്പൊ അതിലേക്ക് നയിക്കുന്ന ഒരു തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ. ഈ കെമിക്കൽ എവല്യൂഷന് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയത്. മറ്റേതൊക്കെ നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സ്പോർ എന്നുണ്ടായി, മറ്റേ മഡ് എന്നുണ്ടായി, ചളിയിൽ നിന്നുണ്ടായി എന്നൊക്കെ. ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ, വിച്ച് ഈസ് എക്സ്പെരിമെന്റലി പ്രൂവൺ ബൈ SL മില്ലർ, അല്ലെങ്കിൽ നമ്മൾ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നും പറയും. സ്റ്റാൻലി മില്ലർ 1953 ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് കെമിക്കൽ എവല്യൂഷൻ തിയറി ഈസ് പ്രൂവൺ ബൈ സ്റ്റാൻലി മില്ലർ. എങ്ങനെയാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്? അദ്ദേഹം പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന കണ്ടീഷൻസ് ഒക്കെ ലാബിൽ റീക്രിയേറ്റ് ചെയ്തു അല്ലേ, പുനർനിർമ്മിച്ചു. പ്രിമിറ്റീവ് എർത്തിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നേ, ആ കണ്ടീഷൻസ് ഒക്കെ ലാബിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് പ്രിമിറ്റീവ് എർത്തിൽ എങ്ങനെയാണോ ഈ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ എന്തായിരുന്നു, ഇനോർഗാനിക് ഓർഗാനിക് ഉണ്ടാവുന്നില്ലേ, അത് ഇദ്ദേഹം ലാബിൽ ചെയ്ത് കാണിച്ചു തന്നു. വെറുതെ പറയല്ല, എക്സ്പെരിമെന്റലി ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ബൈ ദിസ് തിയറി ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാ? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇസ് പ്രപ്പോസ്ഡ് ബൈ, ക്വസ്റ്റ്യൻ ആണ്, ആൻസർ എന്താ? ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. ഹു എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ദിസ്? സ്റ്റാൻലി മില്ലർ. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്ന ഡയഗ്രാം. ഈ ഡയഗ്രാം എന്താണ്? നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് അഥവാ സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോ ഈ ഒരു സെറ്റപ്പിലാണ് ഇദ്ദേഹം പ്രിമിറ്റീവ് എർത്തിലുള്ള കണ്ടീഷൻസ് പുനർനിർമ്മിച്ചത്, റീക്രിയേറ്റ് ചെയ്തത് ലാബില്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഗ്യാസ് ചേംബർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്യാസ് ചേംബർ എടുത്തിട്ടുണ്ട്. ആ ഗ്യാസ് ചേംബറിൽ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണിത്? മീഥെയിൻ CH4, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ ഗ്യാസ്. ഇതൊക്കെ അല്ലേടാ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. അത് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആൾസോ അവിടെ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ കൊടുക്കണം അല്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ വാക്വം പമ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, എയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എയർ ഒക്കെ റിമൂവ് ചെയ്താൽ അത് എന്തായി? ഓക്സിജൻ ഒക്കെ റിമൂവ് ആയി, അത് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഹൈ ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോഡുകൾ വഴി. നോക്കൂ, നമ്മളെ പ്രിമിറ്റീവ് എർത്തിൽ ലൈറ്റിനിങ് ഒക്കെ ഉണ്ടായിരുന്നു, മിന്നലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ മിന്നൽ മുരളി കേട്ടില്ലേ? മിന്നൽ മുരളിയിൽ പറയുന്നുണ്ടാ ഇയാളെ കുറിച്ച്. സ്റ്റാൻലി മില്ലർ ആണ് ഈ ലൈഫ് ഉണ്ടാകുന്നതിനെ കുറിച്ച്, മിന്നൽ അടിച്ചിട്ടൊക്കെ ലൈഫ് ഉണ്ടാകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ സ്വന്തം മിന്നൽ മുരളി എന്ന സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഡിസ്ചാർജ് ഒക്കെ വന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് അല്ലെ, അതായത് ഈ ഒരു ലൈഫ് ഫോം ചെയ്യാൻ, കെമിക്കൽ എവല്യൂഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഹൈ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തത് ഇവിടെ. അവിടെ ലൈറ്റ്നിങ് ആണ് പ്രിമിറ്റീവ് എർത്തിൽ, ഈ ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോഡ്സ് വഴിയാണ്. ആൾസോ ഇവിടെ ഹൈ ടെമ്പറേച്ചർ, ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസിൽ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്രിമിറ്റീവ് എർത്തിൽ എന്തുണ്ടായിരുന്നോ അതൊക്കെ ഈ ലാബിലോട്ട് റീക്രിയേറ്റ് ചെയ്തു.
റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ റീക്രിയേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ ഗ്യാസസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അവിടെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു അല്ലെ. പ്രിമിറ്റീവ് എർത്തിൽ വോൾക്കാനിക് സ്റ്റോം, അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഉണ്ടായ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം വഴിയാണ് വാട്ടർ വേപ്പർ ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അതൊക്കെ ഇങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യും. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒപ്പാരന്റ് ഹാൽഡെയിൻ തിയറിയും യുറേ മില്ലർ എക്സ്പെരിമെന്റും. അതായത് ഒപ്പാരന്റ് ഹാൽഡെയിൻ തിയറി പറയുന്നത് പ്രിമിറ്റീവ് എർത്തിനെ കുറിച്ചാണ്. അതാണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ് ചെയ്തത്, റീക്രിയേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ ഫ്ലെമിൻ? ഓക്കെ അല്ലേ? സോ അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് എന്തൊക്കെയായിരുന്നു പ്രിമിറ്റീവ് എർത്തില്? മീഥെയ്ൻ അല്ലെ, NH2, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇറ്റ് ഈസ് ആൾസോ ടേക്കൺ ഇൻ യുറേ മില്ലർ എക്സ്പെരിമെന്റ്. മീഥെയ്ൻ, ഹൈഡ്രജൻ, NH2 അല്ലെങ്കിൽ അമോണിയ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചേംബറിൽ എടുത്തിട്ടുണ്ട് അല്ലെ. ദെൻ അവിടെ വാട്ടർ വേപ്പർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ വോൾക്കാനിക് സ്റ്റോം, അഗ്നിപർവ്വത സ്ഫോടനം ബൈ വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിമിറ്റീവ് എർത്തില്. അതിവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫോംഡ് ബൈ ബോയിലിംഗ് വാട്ടർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. 800 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എവിടെ കാണാൻ പറ്റും അല്ലെ? ബോയിലിംഗ് വാട്ടർ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ സോഴ്സ് ഓഫ് എനർജി ഈസ് ലൈറ്റ്നിങ് അല്ലെ, മിന്നൽ മുരളി ബൈ ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് എക്സ്പെരിമെന്റിൽ നമ്മൾ സോഴ്സ് ഓഫ് എനർജി കൊടുത്തത്. നിങ്ങൾ കണ്ടില്ലേ? ഇലക്ട്രോഡ് കണ്ടില്ല? ഇവിടെ ഇലക്ട്രോഡ്സ് വഴി കൊടുക്കുന്നത് കണ്ടില്ലേ? ദെൻ നമ്മൾ നോക്കുക, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ബിക്കോസ് നോ ഓക്സിജൻ ഇൻ പ്രിമിറ്റീവ് എർത്ത്. ഇവിടെയും അത് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ? എയർ ഹാസ് റിമൂവ്ഡ് യൂസിങ് വാക്വം പമ്പ്. ഓക്കെ, ദെൻ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത എവിടെ ഉണ്ടായിരുന്നു? പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് അറ്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് കൂൾഡ് ഡ്യൂ ടു ഓസോൺ ലെയർ ഫോർമേഷൻ. ഇവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കണ്ടൻസർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അവിടെ പ്രിമിറ്റീവ് എർത്തിൽ നമ്മൾ പറഞ്ഞ RNA, പ്രോട്ടീൻ പോലെയുള്ള ഓർഗാനിക് മോളിക്യൂൾസ്, ബയോ മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇതേ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ അമിനോ ആസിഡ്സ് പോലെയുള്ള ബയോ മോളിക്യൂൾസ്, ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്ത് വരുന്നത് കാണാൻ പറ്റി. അപ്പൊ അതാണ് കെമിക്കൽ എവല്യൂഷന്റെ പ്രത്യേകത. കെമിക്കൽ എവല്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒന്ന് കെമിക്കൽ എവല്യൂഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? ഇറ്റ് ഈസ് അപ്പാരന്റ് ആൻഡ് ഹാൽഡെയിൻ. രണ്ട്, അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ആരാണ്? അത് SL മില്ലർ ആണ്. അല്ലെങ്കിൽ ഈ ഡയഗ്രം തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്ന ഡയഗ്രം ആണ്? ഇറ്റ് ഈസ് യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഇത് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, സോ അമീൻ പോർഷൻ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പോർഷൻ ആടാ? എന്ത് പോർഷൻ ആണെന്ന് മനസ്സിലായോ? ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. അപ്പോൾ ഓക്കെ അല്ലേ? കെമിക്കൽ എവല്യൂഷൻ ഓക്കെ അല്ലേ? കെമിക്കൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക് നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറീസ് ഓഫ് എവല്യൂഷൻ കഴിഞ്ഞ് അപ്പോൾ അവിടെ ആകെ പഠിച്ച കാര്യം 5 തിയറീസ് ഓഫ് എവല്യൂഷൻ. ഒന്ന് നോക്കുക, ഏതൊക്കെയാണ്? തിയറി ഓഫ് പാൻസ്പെർമിയ, തിയറി ഓഫ് അബയോജനസിസ്, തിയറി ഓഫ് ബയോജനസിസ്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. നോക്കൂ, നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എവിഡൻസസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ നമ്മൾ കണ്ടല്ലോ. ബയോളജിക്കൽ എവല്യൂഷൻ എന്താ? നോക്കൂ, ഒരു ലൈഫ് ഉണ്ടാവുന്നു. ആദ്യം യൂണി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഉണ്ടാവുന്നത്. പിന്നീട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാവുന്നു അല്ലേ? ആദ്യം നോക്കൂ, നമ്മൾ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസംസ് ഉണ്ടാവുന്നു. പിന്നെ അവർക്ക് എവല്യൂഷൻ സംഭവിക്കുന്നു അല്ലെ. അങ്ങനെ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് ബയോളജിക്കൽ എവല്യൂഷൻ. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജീവികളും അങ്ങനെ ഇവോൾവ് ചെയ്ത് ഉണ്ടായതാണ് എന്നാണ് നമ്മുടെ തിയറി, എവല്യൂഷൻ തിയറി. ഭൂമിയിൽ ആദ്യം ഒരു സെല്ലാണ് ഉണ്ടായത്. ആ സെല്ലിൽ നിന്ന് ആ യൂണി സെല്ലുലാർ ഓർഗാനിസം ഇവോൾവ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായി. അതിന്റെ തെളിവ് എന്താണ്? വെറുതെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. പൊട്ടത്തരം എന്ന് വെറുതെ അങ്ങോട്ട് പറയും അല്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ ഇതാ തെളിവ് കൊണ്ടുവരുന്നു അല്ലേ? എവിഡൻസസ്. നമ്മൾ പറയല്ലേ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ്. ദിസ് ഈസ് കൺക്ലൂസീവ് എവിഡൻസ് ഫോർ ബയോളജിക്കൽ എവല്യൂഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലിയന്റോളജിക്കൽ എവിഡൻസ് ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ പാലിയന്റോളജിക്കൽ എവിഡൻസസ്? പാലിയന്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്, സ്റ്റഡി ഓഫ് ഫോസിൽസ്. അപ്പൊ എന്താണ് പാലിയന്റോളജിക്കൽ എവിഡൻസ് വെച്ചാൽ? ഫോസിൽസ് അല്ലേ? എവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താ? ഫോസിലുകളാണ്. നമുക്ക് പണ്ട് ജീവിച്ചിരുന്ന ഇന്നില്ലാത്ത ഒരുപാട് ജീവികളുടെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫോസിൽസ് എന്താണ്? ഫോസിൽസ് റിട്ടൺ ഡോക്യുമെന്റ് ഓഫ് എവല്യൂഷൻ എന്നാ പറയാം. അതായത് എവല്യൂഷൻ ഉണ്ട് എന്നതിന്റെ എഴുതി വെക്കപ്പെട്ട തെളിവുകളാണ് ഫോസിൽസ്.
ഓക്കെ, അപ്പൊ ഫോസിൽസ് ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോൾ എവല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഫോസിൽസ് എന്താണ്? ആർ ദ റെമനൻസ് ഓഫ് ലൈഫ് ഫോംസ് ഫൗണ്ട് ഇൻ റോക്സ്. അല്ലെ, പണ്ടുണ്ടായിരുന്ന ജീവികളുടെ അവശേഷിപ്പുകൾ പാറന്റെയും എർത്ത് ക്രസ്റ്റിന്റെ നമ്മുടെ ഭൂമിയുടെ താഴെ തട്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോസിലൈസ് ചെയ്തിട്ടുണ്ട്, ഫോസിലായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനാണ് നമ്മൾ ഫോസിൽ എന്ന് വിളിക്കുക. അപ്പൊ ഫോസിൽ എന്താണ്? എവല്യൂഷൻ ഉണ്ട് എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവാണ്. ഓക്കെ, അപ്പൊ ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതാർക്കും നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. അതാണ് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് പാലിയന്റോളജിക്കൽ എവിഡൻസ്? പാലിയന്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ പാലിയന്റോളജി? ആൻസർ എന്താ? സ്റ്റഡി ഓഫ് ഫോസിൽസ്, സ്റ്റഡി ഓഫ് ഫോസിൽ. രണ്ടാമത്തത് എംബ്രിയോളജിക്കൽ എവിഡൻസ് ആണ്. എംബ്രിയോ എന്ന് അറിയാത്ത ആരില്ലല്ലോ. എംബ്രിയോ, ഭ്രൂണം നമ്മൾ പറയും മലയാളത്തിൽ. എംബ്രിയോളജി ആ എംബ്രിയോനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ആ എംബ്രിയോന്റെ ഡെവലപ്മെന്റ്. നമുക്കറിയാം, നമ്മളൊക്കെ ഉണ്ടാവുന്നത് ഒരു സൈഗോട്ട് എന്നാണ് അല്ലെ. സ്പേമും ഓവും കൂടി ചേർന്നുണ്ടാവുന്ന ഒരു സൈഗോട്ട് നമ്മൾ പറയും. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും, അത് നമ്മൾ എംബ്രിയോ എന്നാ പറയാം അല്ലെ. ആ സൈഗോട്ട് ഡെവലപ്മെന്റ്, അതാണ് എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ്. അപ്പൊ എംബ്രിയോളജിയും എവല്യൂഷനും തമ്മിൽ എന്താ ബന്ധം നോക്കാം. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതും എവല്യൂഷൻ പരിണാമവും തമ്മിൽ എന്താ ബന്ധമുണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഒരാൾ പറഞ്ഞു. അയാളുടെ പേരെന്താ? ഏണസ്റ്റ് ഹക്കൽ എന്നാണ്. ഏണസ്റ്റ് ഹക്കൽ. ഓക്കെ, ഏണസ്റ്റ് ഹക്കൽ. ഏണസ്റ്റ് ഹക്കൽ എന്താ പറഞ്ഞതെന്ന് അറിയോ? ഏണസ്റ്റ് ഹക്കൽ പറഞ്ഞൊരു കാര്യം, നമ്മളെ എവല്യൂഷൻ എങ്ങനെയാണോ നടന്നിട്ടുള്ളത്, എവല്യൂഷണറി പാറ്റേൺ എന്താണോ അതേ പാറ്റേണിൽ തന്നെയാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ he proposed that an organism repeats its ancestral history during the development. അതായത് ഒരു എംബ്രിയോ, ഒരു സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ, ഡിഫറെന്റ് ഫോംസിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ. ആ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ ഓർഗാനിസം എങ്ങനെയാണോ ഇവോൾവ് ചെയ്ത് വന്നത്, ആ ഒരു എവല്യൂഷന്റെ എല്ലാ സ്റ്റേജുകളിലൂടെയും ഈ എംബ്രിയോ കടന്നു പോകും എന്നാണ് ആര് പറഞ്ഞത്? ഏണസ്റ്റ് ഹക്കൽ പറഞ്ഞത്. അതായത് ഇപ്പോ നമ്മൾ മനുഷ്യന്മാരുണ്ടാകുമ്പോൾ നോക്കും, നമ്മൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചില്ലേ, ആദ്യം നമുക്ക് വെള്ളത്തിലാണ് ജീവികൾ ഉണ്ടാവുന്നത്, ഫിഷസ്. ദെൻ ഫിഷസിൽ നിന്ന് ആംഫീബിയൻസ് ഉണ്ടാവും അല്ലെ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ. ദെൻ കരയിൽ മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ കരയിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻ ഉള്ള റെപ്റ്റൈൽസ് ഉണ്ടായി. പിന്നെ ബേർഡ്സ്, മാമൽസ്. അങ്ങനെ ഒരു എവല്യൂഷണറി പാറ്റേൺ ഇല്ലേ, ആ സെയിം പാറ്റേൺ എവിടെയും ഫോളോ ചെയ്യുന്ന പറയുന്നത് എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റിൽ. അതായത് നമ്മുടെ എംബ്രിയോ ഉണ്ടാകുമ്പോൾ അതിന് ഫിഷിന്റെ ഫോം ഉണ്ടാവും, പിന്നെ അത് ആംഫീബിയൻ, റെപ്റ്റീലിയൻ, അങ്ങനെ ആ ഒരു എവല്യൂഷണറി ഫോമിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ഏണസ്റ്റ് ഹക്കൽ പറഞ്ഞു. അദ്ദേഹം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ജീവികളും, ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസും മാമൽസും എല്ലാവരുടെയും എംബ്രിയോയിൽ എന്തുണ്ടെന്ന് അറിയോ? ഗിൽസ്ലിറ്റ്സ് ഉണ്ട്. ഗിൽസ് അറിയില്ല നമുക്ക്, റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ്. ആ ഗിൽസ്ലിറ്റ്സ് നമ്മുടെ അടക്കം എംബ്രിയോന്റെ തുടക്കത്തിൽ ഗിൽസ്ലിറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇയാൾ പറയുന്നത്, ഈ ഗിൽസ്ലിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻസെസ്ട്രൽ ഫോമാണ് അല്ലെ, നമ്മുടെ ആൻസെസ്ട്രൽ ഫോമിന്റെ ഒരു ക്യാരക്ടറാ. അപ്പൊ നമ്മുടെ എംബ്രിയോ ഉണ്ടാവുമ്പോഴും നമ്മുടെ ആൻസെസ്ട്രൽ ഫോമിന്റെ ഒക്കെ ഫോമിലൂടെ അത് കടന്നു വന്നിട്ടാണ് നമ്മളായിട്ട് മാറുന്നത് എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇതിന് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഗിൽസ്ലിറ്റ്സ് ഇൻ വേർട്ടിബ്രേറ്റ് എംബ്രിയോ ആണ്. വേർട്ടിബ്രേറ്റ്സ് നമുക്ക് അറിയാലോ, വേർട്ടിബ്രേറ്റ്സ് ഈ പറഞ്ഞ ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. അപ്പൊ ഈ വേർട്ടിബ്രേറ്റ്സിന്റെ എംബ്രിയോയിൽ എല്ലാത്തിലും ഗിൽസ്ലിറ്റ്സ് ഉണ്ട്. നമുക്കൊക്കെ ഗിൽസിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ലേ, നമ്മുടെ ലങ്സ് അല്ലേ ഉപയോഗിക്കുക. അപ്പൊ ഈ ഗിൽസ് ഒക്കെ ഉണ്ടാവുന്നത്, ഗിൽസ്ലിറ്റ്, ഗിൽ വിടവുകൾ ഉണ്ടാവുന്നത് ഈ ഒരു പാറ്റേണിന്റെ ഭാഗമായിട്ടാണെന്ന് ഏണസ്റ്റ് ഹക്കൽ പറഞ്ഞു. അതിനെയാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയാം. എന്നാൽ അത് തെറ്റാണ്, അത് തെറ്റാണ് എന്ന് വേറൊരാള് എന്ത് ചെയ്തു? പറഞ്ഞു അല്ലെ, ഇറ്റ് ഈസ് ഡിസ്പ്രൂവ് ചെയ്തു അല്ലെ. എംബ്രിയോളജിക്കൽ എവിഡൻസ് പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹക്കൽ ഇസ് ഡിസ്പ്രൂവ്ഡ് ബൈ കാൾ ഏണസ്റ്റ് വോൺ ബെയർ. എന്താ അദ്ദേഹത്തിന്റെ പേര്? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. അപ്പൊ രണ്ടാളുകളുടെ പേരുണ്ട് അല്ലെ. ഒന്ന് എംബ്രിയോളജിക്കൽ എവിഡൻസ് പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ഏണസ്റ്റ് ഹക്കൽ, അത് ഡിസ്പ്രൂവ് ചെയ്ത ആളുടെ പേര് എന്താണ്? കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്നാണ്. കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്നാണ്. ഓക്കെ, ടെക്നോളജി ഫോർ യു. ശരണം എന്നാണ്. എന്താണെടാ ചോദിക്കുന്നത്? മനസ്സിലാവുന്നില്ല. സീക്വൻസ് ആൻഡ് സീരീസ് തീർക്കാൻ വരുമോ? സീക്വൻസ് ആൻഡ് സീരീസ് ഇപ്പൊ തീർക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ സുവോളജി അല്ലേ എടുക്കുന്നത്. ഓക്കെ, സോ നോക്കടാ, നിങ്ങൾ സബ്ജക്റ്റ് നോക്കിയിട്ട് പറയണേ.
സബ്ജക്റ്റ് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. നമ്മൾ ബയോളജിയില് സുവോളജിയിലെ എവല്യൂഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ ഡിസ്കസിങ്, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. ആദ്യം നമ്മൾ പറഞ്ഞത് പാലിയോന്റോളജിക്കൽ എവിഡൻസസ്, രണ്ടാമത് പറയുന്നത് എംബ്രിയോളജിക്കൽ എവിഡൻസസ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മക്കളെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ പഠിക്കാണ്ട് പോകാൻ പാടില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാല് നോക്കൂ, കഴിഞ്ഞു പോയിട്ടുള്ള 90% ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇത് അനാറ്റമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസിൽ വരുന്ന ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. എവല്യൂഷനൊക്കെ ഒരുപാട് ചാപ്റ്റർ കുറെ നിങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ എക്സാം ക്വസ്റ്റ്യൻ ഇടുന്നവർ എപ്പോഴും ചോദിക്കുന്ന സാധനം എന്താ? ഹോമോലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ, ഹോമോലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ. അപ്പൊ ഇത് പഠിക്കാണ്ട് പോകാൻ പാടുണ്ടോ? ഇത് പഠിക്കാണ്ട് പോവാനേ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അനാറ്റമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസ് വെച്ചാൽ. അനാട്ടമി എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ, മോർഫോളജി എക്സ്റ്റേണൽ സ്ട്രക്ചർ. നമുക്ക് നമ്മുടെ ജീവികളുടെ ഇന്റേണൽ ആണ് എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് എവല്യൂഷന്റെ പല തെളിവുകളും നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കുറെ എക്സ്പെരിമെന്റ് നടത്തണ്ട, നമുക്ക് ബൈ ഒബ്സർവിങ് ഓർഗാനിസം അവരുടെ അനാട്ടമി മോർഫോളജി നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് അവരുടെ എവല്യൂഷന്റെ എവിഡൻസ് കിട്ടും. അതെന്താണ് പറയാൻ പോകുന്നത്? അവരുടെ ഓർഗൻസ് നോക്കൂ, നിങ്ങൾ അവരുടെ ഓർഗൻസ് നോക്കൂ. ചില ജീവികളുടെ ഓർഗൻസ് ഹോമോലോഗസ് ഓർഗൻസ് ആണ്, ചില ജീവികളുടെ ഓർഗൻസ് അനലോഗസ് ഓർഗൻസ് ആണ്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ്. അതാണ് പറയാൻ പോകുന്ന പോയിന്റ്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവല്യൂഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ്. സോ ഫസ്റ്റ് വൺ, എക്സാമിന് ചോദിക്കും വാട്ട് ഡസ് മീൻ ബൈ ഹോമോലോഗസ് ഓർഗൻസ്. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോമോ, വാട്ട് ഈസ് മീൻ ബൈ ഹോമോ? സെയിം അല്ലെ, സെയിം, സിമിലർ. അപ്പോ ഹോമോലോഗസ് ഓർഗൻസ് വെച്ചാൽ എന്താ? സിമിലർ സ്ട്രക്ചർ ഉള്ള ഓർഗൻസ്, അതാണ് ഹോമോലോഗസ് ഓർഗൻസ്. സ്ട്രക്ചറലി സിമിലറും ഫങ്ഷണലി ഡിഫറന്റുമായിട്ടുള്ള ഓർഗൻസ്, അതിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ്. എന്താ പറഞ്ഞത്? സ്ട്രക്ചറലി സിമിലർ. ഹോമോലോഗസ് ഓർഗൻസ് ആർ ദ ഓർഗൻസ് വിത്ത് സിമിലർ സ്ട്രക്ചർ. സ്ട്രക്ചറലി സിമിലർ ആണടാ ഹോമോലോഗസ്. ഹോമോ മീൻസ് സെയിം, അതിന്റെ സ്ട്രക്ചർ സിമിലർ ആണ്. അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ, അതിന്റെ എവിടുന്നാണ് അത് ഉണ്ടാവുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടുന്നാണോ, അത് ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്, അതിന്റെ ഒറിജിൻ ഓർ സ്ട്രക്ചർ സെയിം ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, സ്ട്രക്ചറലി സിമിലറും എന്നാൽ ഫങ്ഷണലി അതിന്റെ പ്രവർത്തനം, അതിന്റെ യൂസ് ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ സെയിം ആണ്, യൂസ് ഡിഫറെന്റ് ആണ്. അതിനാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? സ്ട്രക്ചറലി സിമിലറും ഫങ്ഷണലി ഡിഫറെന്റുമായിട്ടുള്ള ഓർഗൻസിനെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക? ഹോമോലോഗസ് ഓർഗൻസ് പറഞ്ഞു, ഒറ്റ പേരുള്ള സ്ട്രക്ചറലി സിമിലർ ആണ്, ഫങ്ഷണലി ഡിഫറെന്റ്. സ്ട്രക്ചർ സെയിമും ഫങ്ഷൻ ഡിഫറെന്റും. ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, റിൻഷ, ആദി, ഫ്ലെമിൻ, നസിൻ എല്ലാവരും ശ്രദ്ധിക്കണേ. സ്ട്രക്ചറലി സിമിലർ ആൻഡ് ഫങ്ഷണലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു ക്യാൻ സീ ദിസ് എക്സാമ്പിൾ. ഈ ഡയഗ്രാം ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കാണിച്ചേക്കുന്നത് നോക്കിക്കേ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ മാമൽസ് ഉണ്ട്. ആരൊക്കെ മാമൽസ്? മാൻ ഉണ്ട്. ആരാ? നല്ല മനുഷ്യന്മാര്. ചീറ്റപ്പുലിനെ അറിയില്ലേ? യെസ്. വെയിലുണ്ട്, വെയില്. ബാറ്റ് ഉണ്ട്. വെയിൽ ആരാ? തിമിംഗലം അല്ലെ? ബാറ്റ് നമ്മുടെ വവ്വാല്, നിപ്പ വവ്വാല് അല്ലെ? മാന്, ചീറ്റ, വെയില്, ബാറ്റ്, മാമൽസ്. ഇവരുടെ ഒക്കെ ഫോർലിംബ് നോക്കുക. ഫോർലിംബ് അല്ലെ? മുൻകൈ, മുൻകാലുകൾ അല്ലെങ്കിൽ ഫോർലിംബ്സ് നമ്മൾ പറയില്ലേ? നമ്മളതാണെങ്കിൽ ഹാൻഡ് ആണ് അല്ലെ? മാൻ്റെ ആണെങ്കിൽ എന്താണ്? ഹാൻഡ് ആണ്. ചീറ്റ ആണെങ്കിൽ അതിന്റെ ഫൂട്ട്, അതിന്റെ മുന്നിലുള്ള കാലില്ലേ? മുൻകാൽ, ഫൂട്ട്. വെയിലാണെങ്കിലോ അതിന്റെ ഫ്ലിപ്പർ, അതിനൊരു തുഴ ഉണ്ടടാ, സ്വിം ചെയ്യാൻ വേണ്ടിട്ടേ ഒരു ഫ്ലിപ്പർ ഉണ്ട്. ബാറ്റിന്റെ ആണെങ്കിലോ അതിന്റെ വിങ് ആണ് അല്ലെ? അതിന്റെ ഫോർലിംസ് ആർ മോഡിഫൈഡ് ടു വിങ്സ് ആണ്. ആനിമൽ കിങ്ഡം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇത് 4 മാമൽസിന്റെയും ഫോർലിംസ് ആണ്. ഫോർലിംസ്, ഹൈൻഡ് ലിംബ് അല്ല കേട്ടോ, ഫോർലിംബ് ആണ്. മാൻ, ചീറ്റ, വെയില്, ബാറ്റ്. ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലേ എന്താ പറഞ്ഞ? ഹോമോലോഗസ് ഓർഗൻസ് എന്താ? സ്ട്രക്ചറലി സിമിലർ അല്ലേ? ഇതിന്റെ ഒക്കെ ബേസിക് സ്ട്രക്ചർ, അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ്. അതിലൊക്കെ ഉള്ള ബോണ് നോക്കൂ. നമ്മളെ ബോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾ +1 ലോക്കോമോഷനിൽ പഠിക്കുന്നുണ്ടോ? ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചേഴ്സ് എന്ന്. ആ ബോണുകൾ ഉണ്ടല്ലോ, സെയിം ബോണുകൾ തന്നെയാണ് മാനിന്റെയും ചീറ്റയുടെയും വെയിലിന്റെയും ബാറ്റിന്റെയും ഒക്കെ ഫോർലിംബില്. അതിന്റെ ബോൺസ് ഫണ്ടമെന്റലി ബേസിക്കലി ബോൺസ് സെയിം ആണ്. ദാറ്റ് മീൻസ് their anatomical structure is same.
their anatomical structure is same. എന്നാൽ ഫംഗ്ഷൻ നോക്കിക്കേ, മാന്റെ ഹാൻഡ് എന്തിനാ ഉപയോഗിക്കുക? അല്ലെ, ഗ്രാസ്പ് ചെയ്യാൻ, എന്തെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേസമയം ചീറ്റിന്റെ ഫൂട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അല്ലെ, റണ്ണിങ് അല്ലെ, ചീറ്റ നമുക്ക് ഫാസ്റ്റസ്റ്റ് റണ്ണിങ് ആണ് അല്ലെ. ദെൻ വെയിലാണെങ്കിലോ അത് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, ബാറ്റ് ആണെങ്കിലോ പറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, ഓക്കെ അല്ലേ. അപ്പൊ നാലിന്റെയും ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ. സ്ട്രക്ചർ സെയിം, ഫംഗ്ഷൻ ഡിഫറെന്റ്. സ്ട്രക്ചറലി സിമിലർ, ഫംഗ്ഷണലി ഡിഫറെന്റ്. ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയും, ഓക്കെ അല്ലേ. എങ്ങനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത്? നമുക്കത് നോക്കിയാലോ. എങ്ങനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത് നോക്കൂ. അപ്പൊ ഇവര് ഈ ഹോമോലോഗി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അറിയോ? ഹോമോലോഗി ഇൻഡിക്കേറ്റ് കോമൺ ആൻസിസ്ട്രി, അതായത് പൊതുപൂർവികൻ അല്ലേ. ഇവരെല്ലാവരും ഉണ്ടായത് ഒരു പൊതുവായിട്ടുള്ള ആൻസിസ്റ്റർ, പൊതുവായിട്ടുള്ള പൂർവികനിൽ നിന്നുമാണ്. സോ ഹിയർ ഇറ്റ് ഇസ് എ കോമൺ ആൻസിസ്റ്റർ. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നേ. കോമൺ ആൻസിസ്റ്റർ ഫോം ചെയ്ത ജീവികളാണ് ഈ മാനും ചീറ്റയും ബാറ്റും വെയിലും ഒക്കെ. അതുകൊണ്ടാണ് സ്ട്രക്ചറലി ഒറിജിനലി അവർക്ക് എന്തുള്ളത്? സിമിലാരിറ്റി, സാമീപ്യം അല്ലെ, സാമ്യമുള്ളത്, ഓക്കെ അല്ലേ. എന്നാൽ നമുക്ക് ഓരോരുത്തരും ഡിഫറെന്റ് ഹാബിറ്റാറ്റിൽ, എല്ലാവരും ഒരേ ഹാബിറ്റാറ്റിലാണോ ജീവിക്കുക? അല്ല, ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻ ചെയ്യണം, ഓരോരുത്തർക്കും വേറെ വേറെ ഹാബിറ്റാറ്റിൽ ജീവിക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? മാന് ഒരു ഹാബിറ്റാറ്റിലോട്ട് മോഡിഫൈ ചെയ്ത് പോയി, ചീറ്റ വേറൊരു ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റിലോട്ട് മോഡിഫൈ ചെയ്ത് പോയി അല്ലേ, ഫംഗ്ഷൻ വേറെയാണ്. അതുപോലെ നമ്മളുടെ വെയില് വേറൊരു തരത്തിലാണ് മോഡിഫൈ ചെയ്തത്, ബാറ്റ് വേറൊരു തരത്തിലാണ് മോഡിഫൈ ചെയ്തത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ഹാബിറ്റാറ്റിലാണ് ജീവിക്കേണ്ടത്. അപ്പൊ അവരൊക്കെ അതിനനുസരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? ഡിഫറെന്റ് ആയിട്ട് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇവരൊക്കെ റിലേറ്റഡ് സ്പീഷീസ് ആണ്, ബിക്കോസ് ദേ ആർ കമ്മിങ് ഫ്രം കോമൺ ആൻസിസ്റ്റർ, പൊതു പൂർവികനാ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സെയിം അല്ലെ സ്ട്രക്ചർ ആണ്. എന്നാൽ വ്യത്യസ്ത ഹാബിറ്റാറ്റിൽ, വ്യത്യസ്ത എൻവറോൺമെന്റിൽ ജീവിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? വ്യത്യസ്ത രീതിയിൽ മോഡിഫൈ ചെയ്തു അല്ലേ. അപ്പൊ ഒരു കോമൺ പോയിന്റ് നിന്ന് പല പല ഭാഗത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോയി എന്ന് അതിന് പറയാം അല്ലെ. ഇംഗ്ലീഷിൽ ഡൈവേർജ് ചെയ്ത് പോയി എന്ന് പറയാം. ഒരു പോയിന്റ് നിന്ന് പല പല ഭാഗത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോയി. എന്തിനാ ഡൈവേർജ് ചെയ്തത്? വ്യത്യസ്ത ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെന്താണ് വിളിക്കുക? ഈ എവല്യൂഷൻ എന്താ വിളിക്കുക? ഒന്ന് പറഞ്ഞേ, ഈ എവല്യൂഷൻ എന്താ വിളിക്കുക? ഇത് കുറച്ച് എക്സാമ്പിളും കൂടി ഉണ്ട്, നമുക്കത് പറയാം. അപ്പൊ നിങ്ങൾ പറ, ഇങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്ററിന് പല പല ആളുകൾ പല പല രൂപത്തിൽ മോഡിഫൈ ചെയ്തു പോവാ, വ്യത്യസ്ത ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തു പോവാ. അതിന്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞ. യെസ് ഫ്ലെമിൻ, ഡൈവേർജന്റ് എവല്യൂഷൻ. യെസ്, ഡൈവേർജന്റ് എവല്യൂഷൻ. വെരി ഗുഡ്, ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായില്ല? ഡൈവേർജന്റ് എവല്യൂഷൻ. അപ്പൊ ഹോമോലോഗസ് ഓർഗൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബൈ ഡൈവേർജന്റ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസിസ്റ്ററിന് പല പല ഭാഗത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോവാണ് ഫോർ അഡാപ്റ്റിംഗ് ഇൻ ഡിഫറെന്റ് എൻവിറോൺമെന്റ്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഗിവ് സം മോർ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും ഇതിൽ ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ എടുത്തേതാ. അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പറയും ഇതിൽ അനലോഗസ് ഓർഗൻസും ഹോമോലോഗസ് ഓർഗൻസും വേർതിരിച്ചേതാ. അപ്പൊ നമുക്ക് ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ എന്തായാലും പഠിച്ചിരിക്കണം. എക്സാമ്പിൾസ് ഓഫ് ഹോമോലോഗസ് ഓർഗൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹ്യൂമൻ ഹാൻഡ്, വെയിൽസ് ഫ്ലിപ്പർ, ബാറ്റ് വിങ്, ചീറ്റാസ് ഫുട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ വേർട്ടിബ്രേറ്റിന്റെ ഹാർട്ടും വേർട്ടിബ്രേറ്റിന്റെ ബ്രെയിനും. നമ്മൾ വേർട്ടിബ്രേറ്റിന്റെ ഹാർട്ടൊക്കെ +1 പഠിക്കുന്നുണ്ട്. ഫിഷേഴ്സ് ആണെങ്കിൽ 2 ചേമ്പേർഡ് ഹാർട്ട് ആണ്, റെപ്റ്റൈൽസിന് 3 ചേമ്പേർഡ് ഹാർട്ട് ആണ് അല്ലെ. അതിൽ തന്നെ ബേർഡ്സ് ആൻഡ് മാമൽസ് 4 ചേമ്പേർഡ് ഹാർട്ട് ആണ് അല്ലെ. അപ്പൊ നമുക്കതില് ഒക്കതും ചേമ്പേർഡ് മസ്കുലാർ ഹാർട്ട് ആണ്. ഫണ്ടമെന്റൽ സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് ഓരോന്നും ഫംഗ്ഷൻ ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആണ്. ചിലത് സിംഗിൾ സർക്കുലേഷൻ നടത്തും, ചിലത് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്, ചിലത് ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പൊ നമ്മളതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. വെർട്ടിബ്രേറ്റ് ഹാർട്ട് ആയാലും അതുപോലെ ബ്രെയിൻ ആയാലും. ഇപ്പൊ നമ്മൾ മാമൽസ് അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുക ബ്രെയിൻ. സ്ട്രക്ചർ, ഫണ്ടമെന്റൽ സ്ട്രക്ചർ സെയിം ആയിരിക്കും, വെർട്ടിബ്രേറ്റ് ഹാർട്ടും ബ്രെയിനും. ഇനി പ്ലാന്റ് എന്നുള്ളൊരു എക്സാമ്പിൾ, ഈ ഡയഗ്രാം ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. ഈ ഡയഗ്രാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഹോമോലോഗസ് ഓർഗൻസ് ആണ്. എന്തൊക്കെയാ അത്? തോൺസ് ഓഫ് ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞാൽ ആ ചെടിയിലെ തോൺസ്, മുള്ളുകൾ. അതുപോലെ ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. നമ്മൾ കുക്കുംബറൊക്കെ വരുന്ന ഫാമിലീസിലെ കുക്കുർബിറ്റ. അപ്പൊ ആ കുക്കുർബിറ്റയിൽ കാണുന്ന ടെൻഡ്രിൽസ് നിങ്ങൾ പഠിച്ചില്ലേ ബോട്ടണിയിൽ? ടെൻഡ്രിൽസ് എവിടെയെങ്കിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്ന ടെൻഡ്രിൽസ്. അതുപോലെ തോണ്, മുള്ളുകൾ ഉണ്ടാവും. ബൊഗെയിൻവില്ലയിൽ മുള്ളുകൾ ഉണ്ടാവും. ഈ രണ്ട് സ്ട്രക്ചറും നമുക്ക് ഇതിന്റെ ഒറിജിൻ സെയിം ആണ്. ഇത് രണ്ടും ഫോം ചെയ്യുന്നത് ഒരേ ടൈപ്പ് മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ്.
ഓക്കെ, ആക്സിലറി ബഡ് എന്നൊക്കെ ഫോം ചെയ്യാം. ഓക്കെ, ബട്ട് ഇത് രണ്ടിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. തോൺസ് ഡിഫൻസിനല്ലേ, അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നാലും ഡിഫൻസിന് വേണ്ടി സഹായിക്കും. ടെൻഡ്രിൽസ് എവിടെയെങ്കിലുമൊക്കെ മെക്കാനിക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, ബട്ട് ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെക്കട്ടോ, നമ്മുടെ ഹോമലോഗസ് ഓർഗൻസ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് മീൻ ബൈ ഹോമലോഗസ് ഓർഗൻസ്. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റിയ എന്താ, സ്ട്രക്ചറലി സിമിലറും ഫംഗ്ഷണലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഹോമലോഗസ് ഓർഗൻസ്. ഗിവ് സം എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഒന്ന് നമ്മൾ പറഞ്ഞു, 4 limbs ഓഫ് മാമൽസ്, മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. അത് അടുത്ത് പറഞ്ഞു വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ടും ബ്രെയിനും. മറ്റൊരു എക്സാമ്പിൾ ടേൺസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. ഓക്കെ അല്ലേ? ഇത് എന്തായാലും പഠിക്കണേ. ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആൻഡ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഹോമലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത് ഡൈവേർജന്റ് എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഒരു കോമൺ പോയിന്റ് നിന്ന് പല പല ഭാഗത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോവുക അല്ലെ. It is a process by which related species, അല്ലെ, മാനും ചീറ്റയും വെയിലും ബാറ്റും ഒക്കെ റിലേറ്റഡ് ആണ്. All are mammals അല്ലെ. They become less similar in order to survive and adapt in different environmental condition. പല പല എൻവിറോൺമെന്റിലേക്ക് അവർ എന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്ത് പോവാണ് അല്ലേ. അതിനെയാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മളത് മാച്ച് ചെയ്യാൻ പഠിക്കണം. ഹോമലോഗസ് ഓർഗൻസ് എന്താണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അതേപോലെ തന്നെയാണ് അനലോഗസ് ഓർഗൻസ്. എന്തായിരുന്നു ഹോമലോഗസ് ഓർഗൻസിന്റെ ഡെഫിനിഷൻ? എന്തായിരുന്നു? സ്ട്രക്ചറലി സിമിലറും ഫംഗ്ഷണലി ഡിഫറെന്റും. നേരെ തിരിക്കാം. സ്ട്രക്ചറലി ആൻഡ് ഒറിജിനലി ഡിഫറെന്റും ഫംഗ്ഷണലി സെയിമും. ഓപ്പോസിറ്റ് അനലോഗസ് ഓർഗൻസ്. സ്ട്രക്ചറലി ഓർ ഒറിജിനലി ഡിഫറെന്റും ഫംഗ്ഷണലി സെയിമും ആയിട്ടുള്ള സിമിലറുമായിട്ടുള്ള ഓർഗൻസിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കാം. അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഹോമലോഗിയും അനലോഗിയും നിങ്ങൾ ഓർക്കണേ. എന്താണ് ഹോമലോഗസ്, എന്താണ് അനലോഗസ്? ഹോമലോഗി ഇൻഡിക്കേറ്റ് കോമൺ ആൻസിസ്റ്റർ. ഒരു കോമൺ ആൻസിസ്റ്റർ നമ്മൾ കണ്ടുല്ലേ, ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് പല പല ഭാഗത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോകും അല്ലെ. ഡൈവേർജന്റ് എവല്യൂഷൻ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഹോമലോഗസ് ഓർഗൻസ്. ഇനി എന്താണ് അനലോഗസ് ഓർഗൻസ് ഉണ്ടാവാനുള്ള കാരണം? നമുക്ക് ഇവർ സ്ട്രക്ചറലി ഡിഫറെന്റാ. ഇവർ പല പല ആളുകളാണ്. എ ഒരാള് അല്ലെ, ബി വേറെ ടൈപ്പാണ്, സി വേറെ ടൈപ്പാണ്, ഡി വേറെ ടൈപ്പാണ്. They are not related, they are unrelated, they are not common ancestor, they do not have a common ancestor. അവർക്ക് എന്തില്ല? പൊതുപൂർവികൻ, കോമൺ ആൻസിസ്റ്റർ ഇല്ല. അവർ വ്യത്യസ്ത ആൻസിസ്റ്റേഴ്സിനാണ് വരുന്നത്. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഒരേ എൻവിറോൺമെന്റിൽ ജീവിക്കണമെങ്കിൽ അവർ ഓരോരുത്തരും ഒരേ ടൈപ്പ് മോഡിഫിക്കേഷൻ ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ വ്യത്യസ്ത ആൻസിസ്റ്റേഴ്സ് എന്നുള്ള അൺറിലേറ്റഡ് സ്പീഷീസുകൾ ഒരേ എൻവിറോൺമെന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ മോഡിഫൈ ചെയ്യാം. അതിൻ്റെ പേരാണ്, അതിൻ്റെ പേരെന്താണ്? ഒന്ന് പറഞ്ഞ്, എന്താണ് അതിൻ്റെ പേര്? ആരാ കമന്റിൽ പറയാ അതിൻ്റെ പേരെന്താണ്? അല്ലെ, നസ്രിൻ ഉണ്ട്, റെൻഷ ഉണ്ട്, ഫ്ലെമിൻ ഉണ്ട്. ആരാ പറയാ ഈ ടൈപ്പ് ഓഫ് എവല്യൂഷന്റെ പേരെന്താണ്? ഈ ടൈപ്പ് ഓഫ് എവല്യൂഷൻ വഴിയാണ് അനലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത്. വ്യത്യസ്തരായിരുന്നു അവര് അല്ലെ, അൺറിലേറ്റഡ് സ്പീഷീസ് ആണ്. ദേ ബിക്കം മോർ സിമിലർ ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ സെയിം എൻവിറോൺമെന്റ്. ഒരേ ഹാബിറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത പൂർവികരിൽ നിന്നുള്ള രണ്ടാളുകൾ ഒരേപോലെ മോഡിഫൈ ചെയ്യാം. എന്താണ്? യെസ് യെസ് യെസ്, വെരി ഗുഡ്, കൺവേർജന്റ്. ഫ്ലെമിൻ, വെരി ഗുഡ്. കൺവേർജന്റ് എവല്യൂഷൻ. എന്താ ഇതിന്റെ പേര്? കൺവേർജന്റ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഡൈവേർജന്റ്. അപ്പൊ കൺവേർജന്റും ഡൈവേർജന്റും ഓക്കെ അല്ലേ? കൺവേർജന്റും ഡൈവേർജന്റും ഓക്കെ അല്ലേടാ? കൺവേർജന്റ് എവല്യൂഷന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? അനലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത്. എന്തുണ്ടാവുന്നത്? അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്ന ഫിനോമിനയുടെ പേരാണ് അനലോഗി. അപ്പൊ ഓക്കെ അല്ലേ? ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. ആൻഡ് അനലോഗസ് ഓർഗൻസ് എന്താണ്? വിത്ത് ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ബട്ട് പെർഫോം സിമിലർ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഹോമലോഗസും അനലോഗസും ഇനി മാറിപ്പോയില്ലല്ലോ. ഒരു എക്സാമ്പിൾ ആണ് വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് വിങ്സ് ഓഫ് ഇൻസെക്ട് അല്ലെങ്കിൽ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ. രണ്ടിന്റെയും സ്ട്രക്ചർ ഡിഫറെന്റ് ആ. ബേർഡിന്റെ വിങ് 4 ലിംബാണ്, മറ്റേത് കൈറ്റിനസ് വിങ് ആണ് ഇൻസെക്ടിന് അല്ലെ, ആർത്രോപോഡ് ആണ് ഇൻസെക്ട് അല്ലെ. അപ്പൊ രണ്ടും സ്ട്രക്ചറലി എന്താണ്? ആൻസിസ്ട്രലി രണ്ടും ഒറിജിനലി ഡിഫറെന്റ് അല്ലേ? എക്സാക്ട്ലി ഡിഫറെന്റ് ആണ്. രണ്ടിന് ഫംഗ്ഷൻ എന്താ? ഫ്ലൈയിങ്, പറക്കുക അല്ലെ. അപ്പൊ ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്, സെയിം ആണ്. മറ്റേ എക്സാമ്പിൾ നോക്കിക്കേ. ഒന്ന് നമ്മൾ പറഞ്ഞു വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് ഐ ഓഫ് മാമൽസ്. രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? വിഷൻ ആണ്, സെയിം ആണ്. രണ്ടും ഫോം ചെയ്യുന്ന ഡിഫറെന്റ് ഓറിജിൻ എന്നാണ്, ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് എന്നാണ്. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ. രണ്ടും നമുക്ക് സ്വിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് വെള്ളത്തില്. സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ നോക്കൂ, രണ്ടും ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്.
ബട്ട് അതിന്റെ ഒറിജിൻ ഡിഫറെന്റ് ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ നോക്ക്, നമ്മളെ ക്യാരറ്റ് ഒക്കെ ഉള്ള പോലെ മണ്ണിന്റെ അടിയിലാണ്, അതിന്റെ റൂട്ടാണത്. സ്വീറ്റ് പൊട്ടാറ്റോന്റെ റൂട്ടാണ് ഫുഡ് സ്റ്റോറേജിങ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നത്. എന്നാൽ പൊട്ടാറ്റോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അതിന്റെ സ്റ്റെമ്മാണ് ഫുഡ് സ്റ്റോറേജിങ്ങിന് വേണ്ടി മോഡിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ രണ്ടും ഒറിജിനലി സ്ട്രക്ചറലി ഡിഫറെന്റ് അല്ലേ, ബട്ട് ഫംഗ്ഷൻ സെയിം ആണ്. അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുക. അപ്പൊ എക്സാമ്പിൾ മറക്കണ്ട, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് വിങ്സ് ഓഫ് ഇൻസെക്ട്, അല്ലെങ്കിൽ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ, ദെൻ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് വെയിൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡോൾഫിൻ നമ്മൾ പറഞ്ഞു, ഐ ഓഫ് ഒക്ടോപസ് ആൻഡ് ഐ ഓഫ് മാമൽസ് പറഞ്ഞു, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ. എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കണേ. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ഹോമോലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് എന്തായാലും വിട്ട് കളയാൻ പാടില്ല അല്ലേ. എല്ലാ ടോപ്പിക്കൊന്നും അങ്ങനെ എന്തായാലും പഠിക്കണമെന്ന് പറയുന്നില്ല. അപ്പൊ ഈ ടോപ്പിക് എന്ത് ചെയ്യണം, എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ആൻഡ് ഹോമോലോഗസ് ഓർഗൻസ് പറഞ്ഞ പോലെ അനലോഗസ് ഓർഗൻസ് ഉണ്ടാവുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ഡിഫറെന്റ് ആൻസിസ്റ്റേഴ്സ് എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരേപോലെ മോഡിഫൈ ചെയ്യുന്നു അല്ലെ. അൺറിലേറ്റഡ് സ്പീഷീസ് ദേ ബിക്കം മോർ സിമിലർ. എന്തിനു വേണ്ടിട്ടാ? ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ സെയിം എൻവിറോൺമെന്റ് കണ്ടീഷൻ. ഒരേ എൻവിറോൺമെന്റിൽ അവർക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ. അപ്പൊ അവരെല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അതിന്റെ പേരാണ് കൺവേർജന്റ് എവല്യൂഷൻ. ഇനി ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറയാം, ഒരു ചെറിയൊരു കോഡ് പറയാം. എന്താ പേര് കോഡ്? ആനക്കണ്ണ് എന്ന് പറയാം. ആനക്കണ്ണ്. എന്താ ആനക്കണ്ണ്? ആന എന്ന് വെച്ചാൽ അനലോഗസ് ഓർഗൻ, കണ്ണ് എന്ന് വെച്ചാൽ കൺവേർജന്റ് എവല്യൂഷൻ. അപ്പോൾ ഓർത്ത് നോക്കുക, അത് നമുക്ക് മാച്ച് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഹോമോലോഗസ് ഡൈവേർജന്റ്, അനലോഗസ് കൺവേർജന്റ്. അപ്പൊ നമ്മൾ ആനക്കണ്ണ് ഓർത്ത് വെക്കുക. ആനക്കണ്ണ് വെച്ചാൽ എന്താ? അനലോഗസ് കൺവേർജന്റ് ആണ്. അപ്പൊ ഹോമോലോഗസ് എന്താ? ഡൈവേർജന്റ് ആണ്. എക്സാമ്പിളും ഓർത്ത് വെക്കണം. അപ്പൊ ഇത് മറക്കണ്ട കേട്ടോ. ആനക്കണ്ണ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറക്കണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും പഠിക്കില്ല ടോപ്പിക്ക്. ഓക്കെ അല്ലേടാ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഓക്കെ എന്ന് പറയണേ. ഓക്കെ, സോ നമ്മള് ഇനി ചില ചെറിയ ചെറിയ പൊട്ടുപൊടി എവിഡൻസസ് ഉണ്ട്. ഒന്ന് ബയോകെമിക്കൽ എവിഡൻസ്. സിമ്പിൾ ആണ്. അതായത് നമ്മൾ എല്ലാ ജീവികളും എടുത്താലും അവരുടെ ഉള്ള നമ്മളുള്ള പോലെ തന്നെ ബയോമോളിക്യൂൾസ് അവർക്കുണ്ട്, നമ്മുടെ അടുത്തുള്ള പോലെ തന്നെ ജീൻസ് അവർക്കുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ബയോകെമിക്കൽസ് ഒക്കെ എല്ലാ ജീവികൾക്കും സെയിം ആണ്. അതെന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ബയോകെമിക്കൽസ് ഉള്ളത് അല്ലേ. സിമിലാരിറ്റി ഇൻ ബയോമോളിക്യൂൾസ് എമംഗ് ഡിഫറെന്റ് ഓർഗാനിസം. എല്ലാ ജീവികൾക്കും ഇതൊക്കെ തന്നെ ഉള്ളത്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ ജീവികളും ഒരു കോമൺ ആൻസിസ്റ്റർ, പൊതു പൂർവികരിൽ നിന്നാണ് ഉണ്ടായത്. അതാണ് ബയോകെമിക്കൽ എവിഡൻസിൽ പറയുന്നത്. ഓക്കെ അല്ലേ? എവിഡൻസസ് ഫ്രം ബ്രീഡിങ്. എന്താണ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ? ബ്രീഡിങ് നമ്മൾ പല ബ്രീഡുകളെയും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളൊക്കെ പലരുടെയും വീട്ടിൽ ചിലപ്പോൾ പല ബ്രീഡിൽ പെട്ട പട്ടികൾ, ഡോഗ്സ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറിലൊക്കെ ചെയ്യുന്ന നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ബ്രീഡുകൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ നമ്മൾ കൃഷിയിലാണെങ്കിൽ നല്ല വിളവ് തരുന്ന ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു ആളെ നമ്മൾ എടുക്കും. അതുപോലെ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരാളെ നമ്മൾ എടുക്കും ഇല്ല, ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആളെ നമ്മൾ എടുക്കും. അവർ രണ്ടുപേരും കൂടി ക്രോസ് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് ക്വാളിറ്റിയുള്ള നല്ല പുതിയൊരു ബ്രീഡ് കിട്ടും. അങ്ങനെ പല വ്യത്യസ്ത ആളുകൾ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ പുതിയ പുതിയ ബ്രീഡുകൾ ഉണ്ടാക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള പല ബ്രീഡുകളും, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഡോഗ്സ് പറഞ്ഞു അല്ലെ, പല ബ്രീഡുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറില്ലേ, പുതിയ പുതിയ ടൈപ്പ് ബ്രീഡുകൾ. നമുക്കിത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പ്രകൃതിക്ക് ഇത് പറ്റൂല എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് നമ്മൾ ബ്രീഡിംഗ് പ്രോഗ്രാമുമായി ഡിഫറെന്റ് ബ്രീഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സെയിം തിങ് നാച്ചർ ഡൂയിങ് ബൈ മില്യൺസ് ഓഫ് ഇയർ. നമുക്ക് ഒരു 10-20 വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രകൃതിക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇത് എന്തായാലും ചെയ്യാൻ പറ്റും. അതാണ് പ്രകൃതിയിൽ നടക്കുന്നത്. അതാണ് എവല്യൂഷന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എവല്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ബ്രീഡിംഗ് എക്സ്പെരിമെന്റ് എന്തിന് എക്സാമ്പിൾ ആണ്? എവിഡൻസ് ഓഫ് എവല്യൂഷൻ ആണ്. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രത്യേക എവിഡൻസ് ആണ് അല്ലെ. എന്താ പ്രത്യേക എവിഡൻസ്? എവിഡൻസസ് ഫ്രം ആന്ത്രപ്പോജനിക് ആക്ഷൻ. എവിഡൻസസ് ഫ്രം ആന്ത്രപ്പോജനിക് ആക്ഷൻ. വാട്ട് ഇസ് മീൻ ബൈ ദിസ് ആന്ത്രപ്പോജനിക്? ആന്ത്രപ്പോജനിക് എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. അതിനാണ് ആന്ത്രപ്പോജനിക്. ആന്ത്രപ്പോജനിക് എന്ന് വെച്ചാൽ ഹ്യൂമൻസ് ആണ്. എവല്യൂഷൻ ഡ്യൂ ടു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ആണ്. എവല്യൂഷൻ ഡ്യൂ ടു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, മനുഷ്യന്മാരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന എവല്യൂഷൻ. അതാണ് ആന്ത്രപ്പോജനിക് എവല്യൂഷൻ. എവല്യൂഷൻ ഡ്യൂ ടു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, മനുഷ്യന്മാരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പരിണാമത്തിനെയാണ് എന്തെന്ന് പറയാ?
ആന്ത്രപ്പോജനിക് എവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, റെഡിയല്ലേ? ദെൻ നോക്കൂ, ആന്ത്രപ്പോജനിക് എവല്യൂഷന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ അഥവാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. നോക്കൂ, ഇൻഡസ്ട്രിയൽ മെലാനിസം അറിയോ നിങ്ങൾ? പണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, വ്യാവസായിക വിപ്ലവം അല്ലെ, ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പൊ അത് നടന്നത് ഇംഗ്ലണ്ടിലാണ്, വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. സെയിം ഇംഗ്ലണ്ടിൽ തന്നെ നടന്ന ഒരു പ്രതിഭാസമാണ്, ഒരു എവല്യൂഷണറി ഫിനോമിനൻ ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. വാട്ട് ഇസ് മീൻ ബൈ ദിസ് ഇൻഡസ്ട്രിയൽ മെലാനിസം? അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലേ, എന്താ സംഭവം എന്നറിയോ? നമ്മുടെ ഇംഗ്ലണ്ടില് നോക്കൂ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചു അല്ലേ? അപ്പോൾ 1850s നോക്കുക, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്നതിന് മുന്നെയാണ് 1850s. ദെൻ ഒരു 1920s ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നതിന് ശേഷമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുന്നേയും ശേഷവും സംഭവിച്ച ഒരു മാറ്റമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഇൻസെക്റ്റിനെ കുറിച്ചിട്ടാണ്. ആ ഇൻസെക്റ്റ് ആരടാ? ആ ഇൻസെക്റ്റ് ഒരു മോത്താണ്, ബിസ്റ്റൺ ബെറ്റ്ലൂരി എന്നൊക്കെ പറഞ്ഞൊരു മോത്ത്. ഓക്കെ, ഒരു മോത്ത്. ആ മോത്തിന് 2 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒരു ഡാർക്ക് വിങ്ഡ് വെറൈറ്റി ഉണ്ട്, ഒരു വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എന്നൊക്കെ പറയും, വൈറ്റ് വിങ്ഡ് വെറൈറ്റി ഉണ്ട്. മോത്ത് 2 ടൈപ്പ് ഉണ്ട്, ഡാർക്കും വൈറ്റും. നോക്കൂ, നമ്മുടെ ട്രീയുടെ ട്രങ്കിലാണ് ഇവർ കാണാം അല്ലേ, മരത്തിന്റെ ട്രങ്കിലാണ് ഇവരുണ്ടാവുക. ഓക്കെ, ട്രീ ട്രങ്കിൽ അവരുണ്ടാവാം. ഈ 1850s ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വൽക്കരണത്തിന് മുന്നേ ഈ നമ്മളുടെ മരങ്ങളുടെ ട്രങ്കിലൊക്കെ ഉണ്ടല്ലോ, മരങ്ങളുടെ തടി ബോഡി, ആ ട്രങ്കില് ലൈക്കൻസ് ഉണ്ടായിരുന്നു ധാരാളമായിട്ട്. എന്തുണ്ടായിരുന്നു? ലൈക്കൻസ്. അറിയില്ലേ നിങ്ങൾക്ക്? ലൈക്കൻസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാ അല്ലേ? പൊല്യൂഷൻ ഉള്ളവിടുത്തെ ലൈക്കൻസ് വളരില്ല. ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് ധാരാളം ലൈക്കൻസ് ഉണ്ട്. ലൈക്കൻസ് ഉള്ളത് കൊണ്ട് തന്നെ നോക്കൂ, ഇവിടെ 2 ടൈപ്പ് ആയിട്ടുള്ള മോത്തുകളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു ഒരു വൈറ്റ് വിങ്ഡ് മോത്തുകളാണ്. ഓക്കെ, മറ്റേത് എന്താണ്? മറ്റേത് ഡാർക്ക് വിങ്ഡ് മോത്തുകളാണ്. ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള മോത്തുകളാണ്. നമുക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ലൈക്കൻസ് കൊടുക്കുന്നത്. ലൈക്കൻസ് ഉള്ള ആ ഒരു ട്രീ ട്രങ്ക് എന്തായിരിക്കും? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ആ ഒരു ലൈക്കൻസ് പൊതിഞ്ഞ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ 2 മോത്തുകൾ വന്നിരുന്നാൽ ആരെയാ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യുക? പെട്ടെന്ന് ആരെയാ ശ്രദ്ധിക്കുക? നമ്മളുടെ ഡാർക്ക് വിങ്ങിനെ അല്ലേ? അതായത് ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ആരായിരിക്കും കൂടുതൽ പ്രെഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഡാർക്ക് വിങ്ഡ് മോത്തിനെ അല്ലേ പെട്ടെന്ന് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഡാർക്ക് വിങ്ഡ് മോത്താണ് എന്ത് ചെയ്യപ്പെട്ടത്? മോർ പ്രിഡേറ്റ് ചെയ്യപ്പെട്ടത്, മോർ പ്രിഡേറ്റഡ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എണ്ണം എന്ത് ചെയ്തു? കൂടി. വൈറ്റ് വിങ്ഡ് മോത്തിന്റെ എണ്ണമായിരുന്നു കൂടും. വൈറ്റിന്റെ എണ്ണമാണ് കൂടുതൽ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചു ഇംഗ്ലണ്ടിൽ, വ്യാവസായികവൽക്കരണം സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് ധാരാളം പൊല്യൂഷൻ ഉണ്ടായി. പൊല്യൂഷൻ ഉണ്ടായപ്പോൾ അവിടുന്ന് ആര് പോയി? പൊല്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ നിൽക്കൂല എന്നാരാ പറഞ്ഞ? പൊല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ലൈക്കൻസ് പറയും, എന്നാൽ ഞാൻ സ്കൂട്ടാവാണ്. അപ്പോൾ ലൈക്കൻസ് അവിടുന്ന് സ്കൂട്ടായി. ലൈക്കൻസ് സ്കൂട്ടായാൽ പിന്നെ എന്ത് സംഭവിക്കും? ട്രീ ട്രങ്ക് ഒക്കെ ഡാർക്കാവും. ലൈക്കൻസ് ഉള്ളപ്പോൾ നല്ല വെളുത്ത കുട്ടപ്പന്മാരായിരുന്നു അല്ലേ? ഇപ്പോൾ അത് ഡാർക്കായില്ലേ? ഡാർക്കായപ്പോൾ നോക്കിയേ, ഈ ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ ഡാർക്കായിട്ടുള്ള മോത്ത് വന്നിരിക്കുന്നു, അവിടെ നമ്മുടെ വൈറ്റ് മോത്തും വന്നിരിക്കുന്നു. ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ ആരെ കൂടുതൽ കാണാൻ പറ്റുക? വൈറ്റ് വിങ്ഡ് മോത്തിനല്ലേ കൂടുതൽ എടുത്തു കാണിക്കുക. അപ്പോൾ വൈറ്റ് വിങ്ഡ് മോത്താണ് കൂടുതൽ പ്രിഡേറ്റ് ചെയ്യപ്പെടുക. മോർ പ്രിഡേറ്റ് ചെയ്യപ്പെട്ടു, മോർ പ്രിഡേറ്റഡ് അല്ലേ? അതേസമയം ഡാർക്ക് വിങ്ഡിന്റെ എണ്ണം എന്ത് ചെയ്തു? ഡാർക്കിന്റെ എണ്ണം കൂടുന്നു. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് ഫലമായിട്ട് നോക്കിക്കേ, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായിക വിപ്ലവത്തിന് മുന്നേ വൈറ്റ് വിങ്ഡ് മോത്തിനെ ആയിരുന്നു അവിടെ നാച്ചുർ സെലക്ട് ചെയ്തതെങ്കിൽ വ്യാവസായികവൽക്കരണത്തിന് ശേഷം ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള മോത്തിനെയാണ് നാച്ചുർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈം പീരീഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് എന്ത് ചെയ്യുന്നത്? മോർ ആയിട്ട് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊരു നാച്ചുറൽ സെലക്ഷന്റെ കൂടി എക്സാമ്പിൾ ആണ് അല്ലേ? ഒരു സമയത്ത് നാച്ചുർ വൈറ്റ് വിങ്ഡ് മോത്തിനെ കൂടുതൽ സെലക്ട് ചെയ്യുന്നു, മറ്റൊരു സമയത്ത് നാച്ചുർ എന്ത് ചെയ്യുന്നു? ഡാർക്ക് വിങ്ഡ് മോത്തിനെ കൂടുതൽ സെലക്ട് ചെയ്യുന്നു. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ ആൾസോ. സോ ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം അല്ലേ? അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ മെലാനിസം? നമുക്ക് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താ സംഭവിച്ചത്? വൈറ്റ് വിങ്ഡ് മോത്തായിരുന്നു കൂടുതൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ വാസ് വൈറ്റ് കളേർഡ് ലൈക്കൻ അല്ലേ?
ആൻഡ് അതുകൊണ്ട് തന്നെ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്തു, ഡാർക്ക് വിങ്ഡ് മോത്ത് എന്ത് ചെയ്തു, മോർ പിക്ഡ് ഔട്ട് ബൈ പ്രിഡേറ്റേഴ്സ്. ഓക്കെ അല്ലേ? അതൊക്കെ അല്ലേ? ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു ഡാർക്ക് വിങ്ഡ് മോത്ത് മോറായി, വൈറ്റ് വിങ്ഡ് മോത്ത് ലെസ് ആയി. എന്തുകൊണ്ടാണ്? അവിടെ ലൈക്കൻ ഡിസപ്പിയർ ആയി അല്ലേ? നോ ഗ്രോത്ത് ഓഫ് ലൈക്കൻസ് അല്ലേ? നോ ഗ്രോത്ത് ഓഫ് ലൈക്കൻസ്. അണ്ടർ ദിസ് ന്യൂ കണ്ടീഷൻ വൈറ്റ് വിങ്ഡ് മോത്ത് എന്ത് ചെയ്തു? ഡിഡ് നോട്ട് സർവൈവ് ഡ്യൂ ടു പ്രിഡേഷൻ. അതേസമയോ ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്തു. അപ്പോൾ രണ്ട് ടൈമിലും രണ്ട് ഡിഫറെന്റ് ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നുണ്ടല്ലേ? അത് എന്തിന് എക്സാമ്പിൾ ആണ്? എവല്യൂഷൻ ആണ്, നാച്ചുറൽ സെലക്ഷൻ ആണ്. എവല്യൂഷൻ ബൈ ആന്ത്രപ്പോജനിക് ആക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അപ്പോൾ ലൈക്കൻ ഫോം ചെയ്യുന്നതും ലൈക്കൻ ഡിസപ്പിയർ ആവുന്നതും എപ്പോഴാണെന്ന് ഓർത്താൽ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. കാണാതെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു സംഭവമാണ് അല്ലെ? ഒരു ഇൻസിഡന്റ് ആണ്. ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അതും എന്തിന് എക്സാമ്പിൾ ആണ്? എവല്യൂഷന്റെ എവിഡൻസ് ആണ് അല്ലേ? എക്സാക്ട്ലി എവല്യൂഷന്റെ എവിഡൻസ് ആണ്. നോക്കൂ, അടുത്തത് സെലക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എന്താ? നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നതാണ്. നമ്മളിപ്പോൾ പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ, കീടനാശിനി അടിച്ചാലൊന്നും പല കീടങ്ങളും ചത്തുപോകുന്നില്ല. അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് അടിച്ചാൽ പല ഇൻസെക്റ്റുകളും ചത്തുപോകുന്നില്ല. എന്തുകൊണ്ടാണ് ചാവാത്തത്? പല ഇൻസെക്റ്റുകളും പല പെസ്റ്റുകൾ പല കീടങ്ങളും ആ ഇൻസെക്ടിസൈഡിനോട് പെസ്റ്റിസൈഡിനോട് റെസിസ്റ്റന്റ് നേടിയിരിക്കുന്നു. റെസിസ്റ്റൻസ് പ്രതിരോധ ശേഷി നേടിയിരിക്കുന്നു. ആ ഇൻസെക്ടിസൈഡിനെ അതിജീവിക്കാനുള്ള ശേഷി അവർ ആർജിച്ചിരിക്കുന്നു. ഹൗ? ബൈ എവല്യൂഷൻ അല്ലേ? അവർ എവല്യൂഷൻ വഴി ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തില് ഇൻസെക്ടിസൈഡ് ഏൽക്കാത്ത ഇൻസെക്ടിസൈഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടായി വരുന്നത് എന്തുകൊണ്ടാണ്? എവല്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് an example, an evidence for evolution. Also ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മൾ പലരും അനുഭവിക്കുന്നതാണ്. ആന്റിബയോട്ടിക് എന്തിനുള്ളതാ? ബാക്ടീരിയനെ കൊല്ലാൻ. എന്നാൽ പല ആന്റിബയോട്ടിക്കും കുടിച്ചിട്ടും ബാക്ടീരിയ ചാവുന്നില്ല, അസുഖം മാറുന്നില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ആ പല ബാക്ടീരിയകളും ആന്റിബയോട്ടിക്കിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ആർജിച്ചു കഴിഞ്ഞു ബൈ എവല്യൂഷൻ. എവല്യൂഷന്റെ ഭാഗമായിട്ട് അവർ നേടിയെടുത്തതാണ്. സോ അത്തരത്തില് ആന്റിബയോട്ടിക്കിനും പെസ്റ്റിസൈഡിനും ഇൻസെക്ടിസൈഡിനും ഒക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടാകുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? എവല്യൂഷന്റെ എവിഡൻസ് ആണ്. ആന്ത്രപ്പോജനിക് എവല്യൂഷൻ ആണ് അല്ലെ? മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് മൂലം ഉണ്ടാകുന്ന എവല്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോവാണ്. സോ നമ്മൾ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമ്മൾ പാലിയന്റോളജിക്കൽ എവിഡൻസസ് പറഞ്ഞു, അതുപോലെ നമ്മൾ എംബ്രിയോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി പറഞ്ഞു, ബയോകെമിക്കൽ എവിഡൻസ് പറഞ്ഞു, ദെൻ ബ്രീഡിംഗ് എക്സ്പെരിമെന്റ് പറഞ്ഞു. അവസാനം നമ്മൾ ആന്ത്രപ്പോജനിക് ആക്ഷൻ ബൈ എവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ മെലാനിസവും ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസും പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് എവിഡൻസ് ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവേണ്ട അടുത്ത ടോപ്പിക്. നേരത്തെ പറഞ്ഞു ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ഒരിക്കലും പഠിക്കാതിരിക്കരുതെന്ന്. അതുപോലെ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക് ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ് എന്നൊക്കെ പറയും, അത് നിങ്ങൾ നോക്കണ്ട. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? നോക്കൂ, അഡാപ്റ്റീവ് റേഡിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഡാർവിൻ ഫിഞ്ചസ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. ഡാർവിനൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ? ഡാർവിൻ ഫിഞ്ചസ്, ചാൾസ് ഡാർവിൻ നിങ്ങൾക്ക് അറിയാലോ, നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ ഫിഞ്ചസ്, ഡാർവിന് അദ്ദേഹത്തിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക? അല്ലെങ്കിൽ ഏതോ ഒരു ഐലൻഡിൽ പോയപ്പോഴല്ലേ ഈ തിയറിയൊക്കെ അദ്ദേഹത്തിന് ആ ബൾബ് കത്തിയത്? അതേതായിരുന്നു ഐലൻഡ്? ഐലൻഡിന്റെ പേര് ഗാലപ്പഗോസ് ഐലൻഡ് ആണ് അല്ലേ? ഐലൻഡിന്റെ പേരാണ് ഗാലപ്പഗോസ് ഐലൻഡ്. അല്ലടാ, ഗാലപ്പഗോസ് ഐലൻഡ്. വെരി ഗുഡ് റിൻഷ. ഗാലപ്പഗോസ് ഐലൻഡിൽ നോക്കൂ, അദ്ദേഹം പോയപ്പോൾ അവിടെ കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുരുവികൾ കാണാൻ പറ്റി, ഫിഞ്ചസ്. എന്താ ഫിഞ്ചസ് നോക്കുമ്പോണ്ടല്ലോ, ഓരോ ഫിഞ്ചസിന്റെ ബീക്കിന്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ട് ആ ഡിഫറൻസ് വന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഡിഫറൻസ് വന്നിട്ടുണ്ടാവാന്ന് അറിയാം? നോക്കൂ, അപ്പൊ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷന്റെ തിയറി എന്താണെന്ന് അറിയാം? അഡാപ്റ്റീവ് റേഡിയേഷന്റെ തിയറി നോക്കൂ, ഒരു ജോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ നമ്മൾ ഗാലപ്പഗോസ് ഐലൻഡ് എടുത്തു. ഗാലപ്പഗോസ് ഐലൻഡ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. നമ്മുടെ ലക്ഷദ്വീപുകൾ എന്നൊക്കെ പറഞ്ഞു, അതേപോലെ കുറേ ഐലൻഡ്സ് അവിടെ ഉണ്ട്. ഐലൻഡ്സ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ഒരു ഫിഞ്ച് വന്നു.
ഇത് നമ്മളെ സൗത്ത് അമേരിക്ക എന്നാണ് വരുന്നത്. ലാറ്റിൻ അമേരിക്ക അല്ലേ സൗത്ത് അമേരിക്ക, നമ്മളെ മെസ്സിയൊക്കെ ഉള്ള, നമ്മളെ നെയ്മറൊക്കെ ഉള്ള, ബ്രസീലും അർജന്റീനയൊക്കെ ഉള്ള സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഇവിടെ ഒരു ഫിഞ്ച് വരുന്നത് ആദ്യം. ഓക്കെ, സൗത്ത് അമേരിക്കൻ ഫിഞ്ച് ഇവിടെ വന്നു. ഓക്കെ, ഫിഞ്ച് ഇവിടെ വന്നു. ഓക്കെ, ഒരു സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഫിഞ്ച്, സീഡ് ഈറ്റിംഗ് ഫിഞ്ച് അല്ലേ, സീഡ് ഈറ്റിംഗ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഇവർ ഈ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള വ്യത്യസ്ത ഹാബിറ്റാറ്റിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോ ഭാഗത്തുമുള്ള ഫുഡ്, ഓരോ ഭാഗത്തുമുള്ള ഹാബിറ്റാറ്റ് ഡിഫറെൻ്റാണ്. ഓരോ ഭാഗത്തുമുള്ള ഫുഡ് സോഴ്സ് ഹാബിറ്റാറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യണ്ടേ. ഈവൻ ദോ അവരെല്ലാവരും ഒരു കോമൺ സ്പീഷീസിനാണല്ലേ, ആ ഒരു സീഡ് ഈറ്റിംഗ് ഫിഞ്ചിൽ നിന്നാണ്. അപ്പോൾ ആ സീഡ് ഈറ്റിംഗ് ഫിഞ്ച്, ആ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചിൽ നിന്ന് പല ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന പല പല ആളുകൾ അവിടെ ഫോം ചെയ്യുന്നു ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ. അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഈ സീഡ് ഈറ്റിംഗ് എന്നുള്ള ഈ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വ്യത്യസ്ത ഹാബിറ്റാറ്റിലോട്ട് വ്യത്യസ്ത രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കുക. റേഡിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, ഒരു പോയിന്റിൽ നിന്ന് പല പല ഭാഗത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന ശ്രദ്ധ സംഭവം. ജസ്റ്റ് ലൈക്ക് അവർ ഡൈവേർജന്റ് എവല്യൂഷൻ, നമ്മുടെ ഡൈവേർജന്റ് എവല്യൂഷൻ തന്നെ. എന്നാൽ ഇതൊരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലാണ്. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു പ്രത്യേകത, അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആ ഒരു ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചിൽ നിന്ന് പല ഫുഡ് കഴിക്കാൻ പറ്റുന്ന, ഇൻസെക്റ്റീവോറസ് ആയിട്ടുള്ള, ലീഫ് ഈറ്റിംഗ് ആയിട്ടുള്ള, ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള, സെറിയൽ ഈറ്റിംഗ് ആയിട്ടുള്ള, അതായത് ധാന്യങ്ങൾ കൊത്തി തിന്നുന്ന പല ടൈപ്പ് ഫിഞ്ചസ് ഉണ്ടായി. ഓരോന്നിനും അതിന് ഡിഫറെൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബീക്കിൻ്റെ ഷേപ്പിൽ മോഡിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എവല്യൂഷനെ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ അല്ലേ? ദേവനന്ദൻ യെസ് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ശ്രീശരൺ എന്താ ഹാപ്പി അല്ലാത്തത്? ഒരു ഹാപ്പിനെസ് ഇല്ലല്ലോ ഫേസിൽ. അഡാപ്റ്റീവ് റേഡിയേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ വെച്ചാൽ നോക്കിക്കേ, ഇറ്റ് ഈസ് ദ എവല്യൂഷൻ ബൈ വിച്ച് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് അല്ലേ, ഫിഞ്ചസ് ആണ്, ഒരേ ഒരു ഫിഞ്ചസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ് അല്ലെ, ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടോ ഇൻ എ ഗിവൻ ജോഗ്രഫിക്കൽ ഏരിയ. ഇപ്പൊ നമ്മൾ ഫിഞ്ചസിന് കേസ് എടുത്താൽ ഏതാ ജോഗ്രഫിക്കൽ ഏരിയ? ഗാലപ്പഗോസ് ഐലൻഡ് ആണ് അല്ലെ. ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജോഗ്രഫി. ആ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള പല പല ഹാബിറ്റാറ്റ് ഉണ്ടാവില്ലേ, പല പല ഹാബിറ്റാറ്റിലോട്ടും അവരെന്ത് ചെയ്യുന്നു, വ്യത്യസ്ത രൂപത്തിൽ അഡാപ്റ്റ് ചെയ്തിട്ട് പോകുന്നു. റേഡിയേറ്റ് ചെയ്യണം പറയാം, പല പല ഭാഗത്തോട്ട് ഇങ്ങനെ പോകും അല്ലേ. ഇതാ ഇങ്ങനെ പോകുന്നതിന് എന്താ പറയാ, ഇങ്ങനെ പോകുന്നതിനെ ഇങ്ങനെ പോകുന്നതിനെ എന്താ പറയാ, റേഡിയേറ്റ് ചെയ്ത് പോകാന്നാ പറയാ, റേഡിയേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു കോമൺ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പല പല ഭാഗത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നു. ഇതിനാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് പറയാൻ പ്രത്യേകപ്പെട്ട കാരണം ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. യെസ്, ശ്രീശരൺ ഹാപ്പി ആണല്ലേ? യെസ്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ വെച്ചാൽ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് എഴുതാൻ പറ്റണം. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇസ് ദ എവല്യൂഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ് അല്ലേ. ഗാലപ്പഗോസ് ഐലൻഡിൽ ഒരു ഐലൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലൂടെ, അവിടെ കുറേ ഐലൻഡുകളില്ലേ, അതൊരു ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അല്ലേ, പല പല ഹാബിറ്റാറ്റിലൂടെ അവരെന്ത് ചെയ്യുന്നു, റേഡിയേറ്റ് ചെയ്ത് പോകുന്നു, പല പല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഭാഗത്തുള്ള ഫിഞ്ചസിന്റെ ബീക്ക്, അതിന്റെ കൊക്ക് അല്ലെ, ബീക്കിന്റെ ഷേപ്പിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒന്നാമത്തെ എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചസ്. എവിടെയാണ്? ഗാലപ്പഗോസ് ഐലൻഡിലുള്ള ഡാർവിൻ ഫിഞ്ചസ്. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഗിവ് എനി 2 എക്സാമ്പിൾസ്, അല്ലെങ്കിൽ ഗിവ് 2 more എക്സാമ്പിൾസ്. ഉണ്ടോ? കയ്യിലുണ്ടോ? യെസ്, കയ്യിലുണ്ട്. ഏതാണ് എക്സാമ്പിൾ? ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് അല്ലേ. നമ്മൾ ഓസ്ട്രേലിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഓസ്ട്രേലിയയിൽ എന്തുണ്ട്? ഓസ്ട്രേലിയയിൽ നമ്മളൊരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് പറഞ്ഞു അല്ലേ. ഓസ്ട്രേലിയ ഒരു സിംഗിൾ ജോഗ്രഫിക്കൽ ഏരിയ ആണ്, ഒരു ഐസൊലേറ്റഡ് കോണ്ടിനെന്റ് ആണ്. അവിടെ ഒരു മാർസൂപ്പിയൽ ഉണ്ടായിരുന്നു, ഒരു കോമൺ ആൻസിസ്ട്രൽ മാർസൂപ്പിയൽ അല്ലെ. ആരാ മാർസൂപ്പിയൽ എന്ന് വെച്ചാൽ നമ്മളെ പൗച്ചഡ് മാമൽസ് അല്ലെ, സഞ്ചിയുള്ള മാമൽസ്, പൗച്ചഡ് മാമൽസ് അല്ലെ. അവര് പൗച്ചിൽ കങ്കാരുനൊക്കെ നമുക്ക് അറിയില്ലേ, അവർ പൗച്ചിലിട്ടിട്ടാ കൊണ്ടെടുക്കാം അല്ലെ. പൗച്ചഡ് മാമൽസും ഉണ്ട്, പ്ലാസന്റൽ മാമൽസും ഉണ്ട്. അപ്പോ പൗച്ചഡ് മാമൽസ്, ഓക്കെ, പൗച്ചഡ് മാമൽസ് ആണ് മാർസൂപ്പിയൽസ്. ആ മാർസൂപ്പിയൽസിന്റെ ഒരു കോമൺ ആൻസർ എന്ത് ചെയ്യുന്നു, പല പല ടൈപ്പ് ഓഫ് മാർസൂപ്പിയൽസ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് അവിടെ ഉണ്ടായി.
സിംഗിൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു കോമൺ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പല പല ഭാഗത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോയി. അതിന്റെ പേരാണ് എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ. സോ യു ക്യാൻ സീ ഹിയർ മാർസൂപ്പിയൽ റേഡിയേഷൻ ആൾസോ. യു ക്യാൻ സീ ഹിയർ മാർസൂപ്പിയൽ റേഡിയേഷൻ. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ മാർസൂപ്പിയൽസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമ്പിളിന്റെ പേര് പഠിച്ചു നോക്കുക. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. മൂന്നാമത്തത് പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലുള്ള നമ്മളെ പോലത്തെ മാമൽസ് ഇല്ലേ, പ്ലാസെന്റൽ മാമൽസ്, അതും അങ്ങനെ തന്നെയാണ്. അത് ഓസ്ട്രേലിയയിൽ മാത്രം റേഡിയേറ്റ് ചെയ്തതാ, പുറത്തോട്ട് പോകില്ല. ബിക്കോസ് ഓസ്ട്രേലിയ ഇങ്ങനെ 4 ഭാഗം വെള്ളത്തിൽ ചുറ്റിപ്പെട്ടിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട വൻകര. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? എക്സ്പ്ലനേഷൻ വേണം, ഡെഫിനിഷൻ വേണം. 3 എക്സാമ്പിൾസ്. ഏതൊക്കെ 3 എക്സാമ്പിൾ? ഡാർവിൻ സ്പിഞ്ചേഴ്സ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ആ 3 എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് സ്റ്റാർ ആരെങ്കിലും മൈൻഡ് ആക്കുമെന്ന്. ടെക്സ്റ്റ് സ്റ്റാർ ഇവിടെ ഒന്ന് ക്ലാസ് നോക്കടാ. അവിടെ ആരെയും മൈൻഡ് ആയിട്ട് എന്താ കിട്ടാനുണ്ടോ? നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റണ്ടേ? ശ്രീദേവ്, ഓക്കെ, ശ്രീശരൺ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. അതിന്റെ 3 എക്സാമ്പിൾ: ഡാർവിൻ ഫിഞ്ചസ് ഉണ്ട്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ഉണ്ട്, പ്ലാസെന്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ ഉണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ലേ? ഒരു സിംഗിൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ പല പല ഭാഗത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. വെൻ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇസ് അപ്പിയർഡ് ഇൻ എ ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ. അതായത് ഒന്നും വേണ്ട, നമുക്ക് പറയാം, വരച്ചു നോക്കാം. ഇപ്പം ഞാനിതാ ഒരു ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ അല്ലേ? നിങ്ങൾ പലർക്കും ഓസ്ട്രേലിയ ഇഷ്ടമായിരിക്കും, ഓസ്ട്രേലിയ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അല്ലേ? ക്രിക്കറ്റിലൊക്കെ വളരെ അല്ലേ നല്ല ടീമാണ് അല്ലേ? ഇപ്രാവശ്യം നമ്മൾ ഇന്ത്യൻ തോൽപ്പിച്ച് കപ്പടിച്ചില്ലേ ഓസ്ട്രേലിയ. സോ ഓസ്ട്രേലിയ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് അല്ലേ? ഒരു സിംഗിൾ ജോഗ്രഫിക്കൽ ഏരിയ ആണ്. ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിങ്ങൾ നോക്കുക, മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നാൽ, അതായത് ഓസ്ട്രേലിയയിൽ നടന്ന 2 പ്രധാനപ്പെട്ട അഡാപ്റ്റീവ് റേഡിയേഷൻസ് ആണ്. ഒന്ന് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, 2 പ്ലാസെന്റൽ മാമൽസ്. രണ്ടും ഓസ്ട്രേലിയയിലല്ലേ? അപ്പൊ നോക്കിയേ, ഞാൻ എ എന്നും ബി എന്നും എടുക്കാം. എ എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന്റെ റേഡിയേഷൻ ആണ്. ബി അല്ലെങ്കിൽ പി എന്ന് വെച്ചാൽ പ്ലാസെന്റൽ മാമൽസിന്റെ റേഡിയേഷൻ ആണ്. നോക്കൂ, ഓസ്ട്രേലിയൻ മാർസൂപ്പിയലിൽ നിന്ന് ഓസ്ട്രേലിയയിലുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ഒരാൾ റേഡിയേറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. അതേ ഹാബിറ്റാറ്റിലോട്ട് പ്ലാസെന്റൽ മാമൽസിൽ നിന്നും ഒരാൾ റേഡിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഒരേ ഹാബിറ്റാറ്റിലോട്ട് ഈ 2 ആൻസിസ്റ്റേഴ്സ് ഒന്നും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റേഡിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഓസ്ട്രേലിയയിൽ ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്. ആ വെള്ളത്തിലോട്ട് ഈ ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിന്റെ ഒരു പ്രതിനിധിയും വന്നിട്ടുണ്ടാവും, പ്ലാസെന്റൽ മാമൽസിന്റെ ഒരു പ്രതിനിധിയും വന്നിട്ടുണ്ടാവും. അപ്പൊ 2 ഡിഫറെന്റ് ആൻസിസ്റ്റേഴ്സ് നിന്ന് ഒരേ എൻവിറോൺമെന്റിലോട്ട് ഒരേപോലെ മോഡിഫൈ ചെയ്തല്ലേ വരിക? നമുക്ക് ഈ വെള്ളത്തിലാണ് ജീവിക്കണമെങ്കിൽ 2 പേർക്കും ഒരേ ടൈപ്പ് മോഡിഫിക്കേഷൻ അല്ലേ വേണ്ടത്? അപ്പോൾ 2 ഡിഫറെന്റ് ആൻസിസ്റ്റേഴ്സ് നിന്ന് ഒരേ ടൈപ്പ് ഹാബിറ്റാറ്റിലോട്ട് ഒരേപോലെ മോഡിഫൈ ചെയ്ത് വരണമെങ്കിൽ അവിടെ നടന്നത് എന്തായിരിക്കും? അവിടെ നടന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ എന്താ പറഞ്ഞ പോയിന്റ് എന്താ? 2 അഡാപ്റ്റീവ് റേഡിയേഷൻ അഥവാ മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ സെയിം ഐസൊലേറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ നടന്നാൽ it leads to convergent evolution. Okay, it leads to convergent evolution. ഓക്കെ അല്ലേ? ആ പോയിന്റ് ഓക്കെ അല്ലേ? ആ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസും ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസും. സെയിം ജോഗ്രഫിക്കൽ ഏരിയയിൽ 2 ഡിഫറെന്റ് അഡാപ്റ്റീവ് റേഡിയേഷൻ, അതുമൂലം എന്തുണ്ടാവുന്നു? കൺവേർജന്റ് എവല്യൂഷൻ. അതായത് ഡിഫറെന്റ് ആൻസിസ്റ്റേഴ്സ് എന്നുള്ള ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകൾ, ഒരേ ഫംഗ്ഷണൽ റോള് ചെയ്യുന്ന ആളുകൾ. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ ഒന്നും ബോർഡ് എക്സാമിന് ആവശ്യമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്തായാലും പഠിക്കണം. അതിന് 3 എക്സാമ്പിളും പഠിക്കൂലേ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? ആൻഡ് ഹിയർ കംസ് അവർ തിയറീസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ബയോളജിക്കൽ എവല്യൂഷൻ എങ്ങനെ നടന്നു? അതായത് ഒരു ജീവി ഉണ്ടായതിനു ശേഷം ആ ജീവി ഇവോൾവ് ചെയ്ത് പരിണമിച്ച് മറ്റ് ജീവികൾ എങ്ങനെ ഉണ്ടായി. അപ്പോൾ ലാമാർക്ക് ഒരു അഭിപ്രായം പറഞ്ഞു, ഡാർവിൻ മറ്റൊരു അഭിപ്രായം പറഞ്ഞു, ഡീവ്രീസ് വേറെ അഭിപ്രായം പറഞ്ഞു, ഹാർഡിയും വെയിൻബർഗും മറ്റൊരു അഭിപ്രായം പറഞ്ഞു. ഇതൊക്കെ ആരോ അല്ലേ? അപ്പൊ ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ, ഇവരുടെയൊക്കെ തിയറീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പരിണാമം, എവല്യൂഷൻ, എങ്ങനെ, എവിടെ, എപ്പോ നടന്നു എന്നതിനെ കുറിച്ചുള്ള
തിയറീസ് ഓഫ് എവല്യൂഷൻ, തിയറീസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ഒന്നാമത്തെ തിയറിയുടെ പേര് നോക്കിക്കേടാ, എന്താണ്? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടർ. അക്വയേർഡ് ക്യാരക്ടർ, വാട്ട് ഈസ് മീൻ ബൈ അക്വയേർഡ് ക്യാരക്ടർ? നമ്മൾ നേടിയെടുക്കുന്നതിനെയാണ് അക്വയർ എന്ന് പറയാം അല്ലേ? ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് അക്വയർ ചെയ്യണം? ഫുൾ A+, അതർവൈസ് ഫുൾ മാർക്ക് നമുക്ക് അക്വയർ ചെയ്യണം അല്ലേ? നമ്മൾ അക്വയർ ചെയ്തത് നമ്മൾ പറയുന്നത് ഞാൻ അക്വയർ ചെയ്തെടുത്ത മാർക്കാണ് അല്ലെ, അക്വയർഡ് മാർക്സ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തുള്ളവരെ നോക്കി കോപ്പി അടിച്ചിട്ടും എന്ത് ചെയ്യാം, മാർക്ക് അക്വയർ ചെയ്യാം. ബട്ട് നിങ്ങൾ എയ്ഗണിന്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണ്, നിങ്ങൾ പഠിച്ചിട്ടാണ് അക്വയർ ചെയ്യുക. സോ അക്വയർഡ് ക്യാരക്ടർ എന്ന് വെച്ചാൽ നേടിയെടുക്കുന്ന ക്യാരക്ടറാണ്. നേടിയെടുക്കുന്ന ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുന്നവർ, നേടിയെടുക്കുന്ന ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യും. വാട്ട് ഈസ് മീൻ ബൈ ഇൻഹെറിറ്റൻസ്? നമ്മൾ പഠിക്കും അല്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ചാപ്റ്ററിന്റെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോവാ, ഇൻഹെറിറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ആവാം. അപ്പോൾ എനിക്ക് ജീവിതകാലത്ത് എന്തെങ്കിലും ക്യാരക്ടർ അക്വയർ ചെയ്യാൻ പറ്റിയാൽ ആ അക്വയർഡ് ക്യാരക്ടർ ഞാൻ അടുത്ത ജനറേഷനിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യും, പാസ് ചെയ്യും. അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. അതാണ് നമ്മുടെ തിയറി. ഈ തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ഇയാൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ലാമാർക്ക്, JB ലാമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ലാമാർക്കിന്റെ തിയറി നിങ്ങൾ ജിറാഫിന് ഓർമ്മ വരും, ജിറാഫ് അല്ലേ? ജിറാഫിന് പണ്ട് നിലത്തായിരുന്നു പുല്ലുണ്ടായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ? എന്നിട്ട് പെട്ടെന്ന് ഗ്രൗണ്ട് ലെവലിലുള്ള പുല്ലൊക്കെ തീർന്നു പോയപ്പോൾ ജിറാഫ് മരത്തിലുള്ള ലീഫ് തിന്നാൻ വേണ്ടിയിട്ട് അയാൾ കഴുത്ത് ഇങ്ങനെ നീട്ടി അവസാനം ജിറാഫിന്റെ കഴുത്ത് നീണ്ടുപോയ ഒരു കഥ പോലെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ കഥ പറഞ്ഞ ആളാണ് ലാമാർക്ക്. ആ കഥ പറഞ്ഞ ആ തിയറിന്റെ പേരാണ് ലാമാർക്ക്. ഓക്കെ, സോ എന്താണ് അദ്ദേഹം പറഞ്ഞു നോക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ തിയറി? ഹി സ്റ്റേറ്റ് ദാറ്റ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കേർഡ് ബൈ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓർഗൻ. അതായത് ഈ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഓർഗൻസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും, യൂസ് ചെയ്യാത്ത ഓർഗൻസ് എന്താവും, ഡിസപ്പിയർ ആയി പോകും. അതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് മാപ്പ് നോക്കാം. നമുക്ക് എൻവിറോൺമെന്റ് ചേഞ്ച് ഉണ്ടാവും. എൻവിറോൺമെന്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ? ഇല്ല, ചേഞ്ച് ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ആ ചേഞ്ച് അനുസരിച്ച് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ജിറാഫിന് നിലത്തുള്ള പുല്ലൊക്കെ തീർന്നാൽ പിന്നെ എന്താ ആവശ്യം? മേലെ നിന്ന് ലീഫ് തിന്നാൻ പറ്റണം. അപ്പോൾ പുതിയ ചേഞ്ച്, ന്യൂ നീഡ് ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? പുതിയൊരു മോഡിഫിക്കേഷൻ നടത്തും, അല്ലെങ്കിൽ പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കും. അയാൾ എന്ത് ചെയ്യും? അയാൾ കഴുത്ത് ഇങ്ങനെ നീട്ടാൻ തുടങ്ങും, പുതിയ മോഡിഫിക്കേഷൻ ആണ് അല്ലേ? അങ്ങനെ കണ്ടിന്യൂസ്ലി അത് ചെയ്തുകൊണ്ടാണ് സംഭവിക്കുക. കണ്ടിന്യൂസ് യൂസ് ആണെങ്കിൽ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇലോങ്ങേഷൻ ഓഫ് ജിറാഫ് നെക്ക്. അത്തരത്തിൽ ആ ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, ആ അക്വയർ ചെയ്ത ക്യാരക്ടർ അതെന്ത് ചെയ്യും? ഇൻഹെറിറ്റ് ചെയ്യും. അങ്ങനെ നീണ്ട കഴുത്തുള്ള പുതിയൊരു ജിറാഫ്, പുതിയൊരു സ്പീഷീസ് ഉണ്ടാവും. അങ്ങനെ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്, പുതിയ സ്പീഷീസ് ഫോം ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു എൻവിറോൺമെന്റ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഓർഗാനിസങ്ങൾക്ക് ഒരു നീഡ് വരും, ഒരു ആവശ്യം വരും. ആവശ്യത്തിനനുസരിച്ച് അവർ എന്തുണ്ടാക്കും? പുതിയ സ്ട്രക്ചറോ മോഡിഫിക്കേഷൻ ഉണ്ടാക്കും. ആ മോഡിഫിക്കേഷൻ അവർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ യൂസ് ചെയ്ത സംഭവം എന്തായിട്ടും നന്നായിട്ട് ഡെവലപ്പ് ആവും. അങ്ങനെ പുതിയൊരു മോഡിഫിക്കേഷനുള്ള പുതിയൊരു ജീവി ഉണ്ടാവും. ഇനി അത്തരത്തിൽ ഒരു ന്യൂ സ്ട്രക്ചർ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നില്ല. നോക്ക്, ഇയാൾ പറഞ്ഞ വേറൊരു തിയറി, സ്നേക്കിന്, പാമ്പുകൾക്ക് പണ്ട് കാലുണ്ടായിരുന്നു, ലിംസ് ഓഫ് സ്നേക്ക്. എന്നാൽ സ്നേക്സ് കാല് ഉപയോഗിക്കാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഡിസ്യൂസ് അല്ലേ, യൂസ് ചെയ്തില്ല. അപ്പൊ സ്നേക്കിന്റെ ലിംസ് എന്തായി പോയി? ഡീജനറേറ്റ് ചെയ്ത് പോയി. ലിംസ് ഓഫ് സ്നേക്ക് ഡീജനറേറ്റ് ചെയ്ത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഓർഗൻസ് എന്ത് ചെയ്യും? നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. യൂസ് ചെയ്യാത്ത ഓർഗൻ ഡീജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, യൂസ് ചെയ്യുന്ന ഓർഗൻ ജിറാഫിന്റെ നെക്ക്, യൂസ് ചെയ്യാത്ത ഓർഗൻ ലിംസിന്റെ സ്നേക്ക് അല്ല, സ്നേക്കിന്റെ ലിംസ്. അപ്പൊ അതുവഴി എന്ത് ചെയ്യും? പുതിയ സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ പുതിയ മോഡിഫിക്കേഷൻ ഉള്ള പുതിയ സ്പീഷീസ് ഉണ്ടാവും. ഇതാണ് ലാമാർക്കിന്റെ തിയറി. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറും യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസുമാണ് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. നോക്കൂ, രണ്ടാമത്തെ തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ. ഡാർവിന്റെ തിയറി, ഡാർവിന്റെ പരിണാമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡാർവിന്റെ പരിണാമം അല്ലേ? എന്താണ് ഡാർവിന്റെ പരിണാമത്തിൽ പറയുന്നത്? നോക്കൂ, ഡാർവിന്റെ പരിണാമത്തിൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഇവിടെ ആര് ജീവിക്കണം, ആര് ജീവിക്കേണ്ട തീരുമാനിക്കുന്ന ആരാണ്? നാച്ചറാണ്. നാച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വരെ ജീവിക്കാം. നാച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് ബൈ ബൈ ടാറ്റ പറഞ്ഞ് പോകാം. ഓക്കെ, സോ നാച്ചുറൽ സെലക്ഷൻ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ, ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ആൽഫ്രഡ് വാലസ് ആണ്. ആൽഫ്രഡ് വാലസ്. അപ്പൊ നമ്മുടെ ഡാർവിൻ
എന്ത് ചെയ്തു അറിയോ, ഒരു സെയിൽ ഷിപ്പിൽ, ഒരു പായ്ക്കപ്പൽ, HMS ബീഗൾ എന്ന് പറഞ്ഞ പായ്ക്കപ്പലിൽ ഒരു വോയേജ്, ഒരു യാത്ര പോയി. ആ യാത്ര പോകുമ്പോഴാണ് അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ചില കോൺസെപ്റ്റുകൾ, എവല്യൂഷനെ കുറിച്ചുള്ള ചില കോൺസെപ്റ്റുകൾ ഇദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് വരുന്നത് അല്ലേ. അദ്ദേഹത്തിന് കിട്ടിയ കോൺസെപ്റ്റ് ബ്രാഞ്ചിങ് ഡിസെൻഡ് ആണ്. ഡിസെൻഡ് എന്ന് വെച്ചാൽ എന്താ, പിൻഗാമികൾ എന്നാ പറയുക, പിൻഗാമികൾ. ഇന്ന് നമ്മൾ കാണുന്ന ജീവികളൊക്കെ മുൻപുണ്ടായിരുന്ന ജീവികളുടെ പിൻഗാമികളാണ്. അതായത് മുൻപുണ്ടായിരുന്ന ആൻസെസ്റ്ററൽ ജീവികളുടെ പിൻഗാമികളാണ് ഇന്ന് കാണുന്നത്. അതാണ് ബ്രാഞ്ചിങ് ഡിസെൻഡ്. ഓൾ ഓർഗാനിസംസ് ആർ മോഡിഫൈഡ് ഡിസെൻഡൻസ് ഓഫ് പ്രീവിയസ് ലൈഫ് ഫോംസ്. മുമ്പുണ്ടായിരുന്ന ജീവികളുടെ മോഡിഫൈ ചെയ്ത പിൻഗാമികളാണ് ഇന്നുള്ളത്. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ട് ഫോർ ഫിറ്റ്നസ്. ആരാണോ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആള് അയാളെ നാച്ചുറൽ സെലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നാച്ചുറൽ സെലക്ട് ചെയ്യും, അവർ സർവൈവ് ചെയ്യും. അത് എല്ലാ കേസിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ആരാണോ ശക്തൻ അയാൾ സർവൈവ് ചെയ്യും. ഇവിടെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിനെ കുറിച്ചാണ് ഡാർവിൻ പറയുന്നത്. അപ്പോൾ നമുക്കത് വരുന്ന എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം, അല്ലെ എങ്ങനെയാണ് സംഭവിക്കാം നോക്കൂ. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മാപ്പ് നോക്കാം. ദർ ഇസ് ഓവർ പ്രൊഡക്ഷൻ ഇൻ നാച്ചുറൽ എൻവിറോൺമെന്റിൽ. ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്. ജീവികൾ ഇങ്ങനെ പെറ്റ് പെരുകയാണ്, പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ റിസോഴ്സസും ഫുഡും കൂടുന്നുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞത് തോമസ് മാൽത്തസ് ആണ്. തോമസ് മാൽത്തസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് പറഞ്ഞത്. അതായത് പോപ്പുലേഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, അതേസമയം ഫുഡ് ആൻഡ് റിസോഴ്സസ് കൂടുന്നില്ല എന്ന് പറഞ്ഞത് തോമസ് മാൽത്തസ് ആണ്. എന്തോ ആയിക്കോട്ടെ, നമുക്കറിയാം ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നു, പോപ്പുലേഷൻ കൂടുന്നു, എന്നാൽ ഫുഡും റിസോഴ്സസും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കൂടുന്നില്ല. ലിമിറ്റഡ് സോഴ്സസ് ആണ് ഫുഡ് ആൻഡ് റിസോഴ്സും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, there will be a competition അല്ലേ. ഈ ഒരു ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, അടിപിടിയിലെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം, സ്ട്രഗിൾ ഉണ്ടാവും അല്ലേ. ബിക്കോസ് അവിടെ കുറച്ച് റിസോഴ്സും ഫുഡല്ലേ ഉള്ളൂ, അതിന് കുറേ പോപ്പുലേഷനും ഇല്ലേ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും. സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ സ്ട്രഗിളിനെ മറികടക്കണമെങ്കിൽ, സ്ട്രഗിളിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം, വാരിയേഷൻ വേണം. വാരിയേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, വ്യതിയാനം വേണം അല്ലേ. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാണിക്കുന്ന, എന്തെങ്കിലുമൊക്കെ നല്ല പുതിയ ക്വാളിറ്റീസ് ഉള്ള, വാരിയേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാം അല്ലേ. അപ്പൊ വാരിയേഷൻ വേണം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ എന്ത് വേണം, വാരിയേഷൻ വേണം. നോക്കൂ, വാരിയേഷൻ അൺഫേവറബിൾ ആണെങ്കിൽ അവർക്ക് പിന്നെ നിലനിൽപ്പ് ഇല്ല. ദേ വിൽ പെറിഷ്. അവരെന്തായി പോയി, ഔട്ടായി പോകും. അൺഫേവറബിൾ ആയിട്ടുള്ള വാരിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഫേവറബിൾ വാരിയേഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അതിനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് വിളിക്കാം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അവരെ നാച്ചുറൽ സെലക്ട് ചെയ്യും അല്ലേ. നോക്കൂ, നമ്മൾ ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ കൊറോണ വന്നു. കൊറോണ എന്തുകൊണ്ടാണ് കൊറോണ വന്നത്? കൊറോണ എന്നല്ല, ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഇനിയും വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ എല്ലാ നൂറ്റാണ്ടിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഓവർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കൂടിക്കൂടി പോയാൽ എല്ലാവർക്കുമുള്ള ഫുഡും റിസോഴ്സും ഇവിടെ ഉണ്ടോ? ഫുഡും റിസോഴ്സും ഇവിടെ ലിമിറ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, പോപ്പുലേഷൻ കുറയ്ക്കണം. പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം, ഒരു സ്ട്രഗിൾ എന്ത് ചെയ്യും, നമുക്കിവിടെ ഇട്ട് തരും. ആ സ്ട്രഗിളിനെ സർവൈവ് ചെയ്യാൻ കഴിയുന്നവർ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. ആ സ്ട്രഗിളിനെ സർവൈവ് ചെയ്യാൻ കഴിയാത്തവർ എക്സിറ്റ് ആയിപ്പോവും, പെറിഷ് ആയിപ്പോവും. അത്രേ സംഭവിക്കുള്ളൂ നമ്മുടെ നാച്ചുറൽ. അതാണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ ഉണ്ടാകുന്ന പുതിയ പുതിയ മാറ്റങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, പണി നിർത്തി പോകാം. അൺഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, പെറിഷ് ചെയ്ത് പോകും. ഫേവറബിൾ വാല്യൂഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് ദെർബൈ നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെ നാച്ചുറൽ സെലക്ട് ചെയ്ത പുതിയ ഫീച്ചേഴ്സ് ഉള്ള, പുതിയ വാരിയേഷൻ ഉള്ള ആളൊരു പുതിയ സ്പീഷീസ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യും. അതാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ മാപ്പ് ഒന്ന് ഓർത്ത് വെക്കണേ. ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വാരിയേഷൻ, ഇഫ് ഇറ്റ് ഇസ് ഫേവറബിൾ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഫൈനലി ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി മൂന്നാമത്തെ തിയറി ഓഫ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷണൽ തിയറി ബൈ ഹ്യൂഗോ ഡി വ്രീസ് ആണ്. ഹ്യൂഗോ ഡി വ്രീസ് നമ്മൾ മറ്റൊരു ചാപ്റ്ററിലും ഇയാളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ.
ഹ്യൂഗോ ഡിവ്രീസ് മ്യൂട്ടേഷൻ തിയറിയാണ് ഹ്യൂഗോ ഡിവ്രീസ് പറയുന്നത്. അതായത് ഡാർവിൻ എന്താണ് എവല്യൂഷന്റെ മെക്കാനിസം എന്ന് പറയാൻ പരാജയപ്പെട്ടു. അതായത് വാരിയേഷൻ ഉണ്ടാവുമെന്ന് ഡാർവിൻ പറഞ്ഞു അല്ലെ, ഫേവറബിൾ വാരിയേഷൻ. എന്നാൽ ആ വാരിയേഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് ഡാർവിൻ പറഞ്ഞിട്ടില്ല. എന്നാൽ വാരിയേഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളാണ് ഹ്യൂഗോ ഡിവ്രീസ്. എന്താ ഹ്യൂഗോ ഡിവ്രീസ് പറയുന്നത്? വാരിയേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മ്യൂട്ടേഷൻ. നമ്മൾ മറ്റു ചാപ്റ്ററിൽ പഠിച്ച ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ. നമ്മുടെ ജീൻ ലെവലിൽ ഉണ്ടാകുന്ന സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. ആ മ്യൂട്ടേഷൻ മൂലമാണ് വാരിയേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വാരിയേഷൻ ഉണ്ടായിട്ടാണ് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഹ്യൂഗോ ഡിവ്രീസ് അദ്ദേഹത്തിന്റെ മ്യൂട്ടേഷൻ തിയറിയിൽ പറയുന്നത്. സോ ഇവിടെ നോക്കുക, നമ്മളുടെ തിയറി ഹ്യൂഗോ ഡിവ്രീസിന്റെ തിയറി കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. എന്താണ്? മ്യൂട്ടേഷൻ കോസ് ലാർജ് ഡിഫറൻസസ് അറൈസിങ് സഡൻലി. മ്യൂട്ടേഷൻ മെല്ലെ മെല്ലെ ഉണ്ടാവുകയാണ് അല്ല, സഡൻ ഇൻഹെറിറ്റൻസ് ആണ്, സഡൻ ചേഞ്ച് ആണ് വിച്ച് ഇസ് ഇൻഹെറിറ്റബിൾ അല്ലേ. മ്യൂട്ടേഷൻ കോസസ് ലാർജ് ഡിഫറൻസ് അറൈസിങ് സഡൻലി ഇൻ എ ലാർജ് പോപ്പുലേഷൻ ലീഡിങ് ടു സ്പീഷിയേഷൻ. എന്താ സ്പീഷിയേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അതിനെയാണ് സ്പീഷിയേഷൻ എന്ന് പറയാ, സ്പീഷിയേഷൻ. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, ഹ്യൂഗോ ഡിവ്രീസ് പറഞ്ഞത് എവല്യൂഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്? ഇറ്റ് ഈസ് ബൈ മ്യൂട്ടേഷൻ അഥവാ ഇറ്റ് ഈസ് ബൈ സാൾട്ടേഷൻ. വാട്ട് ഈസ് ബൈ സാൾട്ടേഷൻ? വാട്ട് ഈസ് മീൻ ബൈ സാൾട്ടേഷൻ? ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സാൾട്ടേഷൻ എന്താണ്? സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. അതായത് ഡാർവിൻ പറഞ്ഞ എന്താണെന്നറിയോ? ഒരു ജീവിക്ക് ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും, സ്മോൾ വേരിയേഷൻസ്. ആ സ്മോൾ വേരിയേഷൻസ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് വേരിയേഷൻ ആണ്. കണ്ടിന്യൂസ്ലി കുറേ സ്മോൾ വേരിയേഷൻസ് കുറേ ജനറേഷനിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കുറേ ചെറിയ വേരിയേഷൻസ് കൂടി ചേർന്നിട്ട് വലിയ വേരിയേഷൻ ആവില്ലേ? അപ്പം അങ്ങനെ കുറേ കാലം കൊണ്ട് പുതിയൊരു ജീവി ഉണ്ടാവും. അതാണ് ഡാർവിൻ്റെ ഒരു തിയറി. എന്നാൽ ഇവിടെ ഡിവ്രീസ് പറഞ്ഞത് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ വലിയൊരു മ്യൂട്ടേഷൻ സംഭവിക്കും, വലിയൊരു ചാട്ടം തന്നെ സംഭവിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്യും, വലിയൊരു മാറ്റം സംഭവിക്കും. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ആ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷന്റെ പേരാണ് സാൾട്ടേഷൻ. അവർ എക്സാമിന് ചോദിക്കാറുണ്ട്, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഇസ് കോൾഡ് ഡാഷ്. എന്താണ്? സാൾട്ടേഷൻ ആണ്. സാൾട്ടേഷൻ വഴിയാണ് എവല്യൂഷൻ നടക്കുന്നതെന്നാണ് ഹ്യൂഗോ ഡിവ്രീസ് പറഞ്ഞത്. തിയറിന്റെ പേരാണ് മ്യൂട്ടേഷൻ തിയറി. ഓക്കെ, തിയറിന്റെ പേരാണ് മ്യൂട്ടേഷൻ തിയറി. അപ്പൊ നമ്മൾ 3 തിയറി പഠിച്ചു. ഒന്ന് ഡാർവിന്റെ തിയറി, നാച്ചുറൽ സെലക്ഷൻ. 2 ലാമാർക്കിന്റെ തിയറി, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. ഇത് മ്യൂട്ടേഷൻ തിയറി, ഹ്യൂഗോ ഡിവ്രീസിന്റെ തിയറി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇനി പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഇതെന്തായാലും പഠിച്ചിരിക്കണേ. എക്സാമിന് പോകുന്നവർ ഇത് പഠിക്കാണ്ട് പോകാൻ പാടില്ല. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. സിമ്പിളാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഇവരെന്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയോ? നോക്കൂ, എവല്യൂഷൻ എപ്പോഴാണ് നടക്കാതിരിക്കുന്നത്? എവല്യൂഷൻ നടക്കുന്നതിനെ കുറിച്ചല്ല ഇവർ പറഞ്ഞത്. നോക്കൂ, ചില ഫാക്ടേഴ്സ് ഉണ്ട് എവല്യൂഷൻ നടക്കാൻ കാരണമാകുന്ന ചില ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിന്റെ അഭാവത്തിൽ, ഇൻ ആബ്സെൻസ് ഓഫ് ദാറ്റ് ഫാക്ടേഴ്സ്, നമ്മളുടെ ഒരു പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കില്ല. ആൾസോ എവല്യൂഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ ജീനുകൾ ഉണ്ടല്ലോ, ആ ജീനുകളുടെ അലീൽസ് നമ്മൾ പഠിച്ചില്ലേ ജനറ്റിക്സിൽ, ആ അലീലുകളുടെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവണം. ജീനുകളുടെയും അലീലുകളുടെയും ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് എവല്യൂഷൻ നടക്കുക. ചില ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് അലീലുകളുടെ ജീനുകളുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഫാക്ടേഴ്സിന്റെ അഭാവത്തിൽ അലീലിക് ഫ്രീക്വൻസി എന്ത് ചെയ്യൂല? ചേഞ്ച് ചെയ്യൂല. ചേഞ്ച് ചെയ്യാതിരുന്നാൽ എവല്യൂഷൻ നടക്കൂല. ഓക്കെ അല്ലേ? അതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡിയും വെയിൻബർഗും പറഞ്ഞത് ജീൻ പൂള്. വാട്ട് ഈസ് ജീൻ പൂള്? സ്വിമ്മിംഗ് പൂൾ ഒന്നുമല്ല, ജീൻ പൂളാണ്. എന്താണ് ജീൻ പൂള്? അതായത് ജീൻ ആൻഡ് ദെയർ അലീൽസിന്റെ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലുള്ള ആളുകളുടെ മൊത്തം ജീനും അതിന്റെ അലീലും, അതാണ് ജീൻ പൂൾ. ആ ജീൻ പൂള് റിമൈൻ കോൺസ്റ്റന്റ്. ആ ജീൻ പൂള് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുക ഫ്രം ജനറേഷൻ ടു ജനറേഷൻ.
എത്ര ജനറേഷൻ കഴിഞ്ഞാലും അലീലുകളുടെ ജീനുകളുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതിരിക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്യാതിരുന്നാൽ അവിടെ എവല്യൂഷൻ നടക്കൂല. ചേഞ്ച് ചെയ്യാത്ത അവസ്ഥന്റെ പേരാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം. അപ്പോ അലിലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാത്ത അവസ്ഥന്റെ പേരാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം. നോക്കൂ, ജനറ്റിക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ there are some factors. ആ ഫാക്ടേഴ്സ് ഇല്ലാതിരിക്കണം. ഓക്കെ, ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് അലീല് ജീൻ ഫ്രീക്വൻസി ഒക്കെ ചേഞ്ച് ആവുന്നത്. അതുകൊണ്ടാണ് എവല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ആ ഫാക്ടേഴ്സ് ഇല്ലാഞ്ഞാലോ ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യൂല. ഈ ജീൻ പൂള് കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. ജീൻ പൂള് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്ന അവസ്ഥയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അഥവാ എവല്യൂഷൻ നടക്കാത്ത ഒരു ഐഡിയൽ കണ്ടീഷൻ. അതാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ആൾസോ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കിയല്ലേ? ഇനി അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു പോപ്പുലേഷൻ ഇത്തരത്തിലൊരു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് എവല്യൂഷൻ നടക്കാത്ത, നമ്മൾ പറഞ്ഞല്ലോ ജീൻ അലിലിക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോൾ എവല്യൂഷൻ നടക്കാം. എവല്യൂഷൻ നടക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അവിടെയുള്ള സം ടോട്ടൽ ഓഫ് ഓൾ അലിലിക് ഫ്രീക്വൻസി ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് അവിടെയുള്ള ടോട്ടൽ അലീലുകളുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ അടുത്ത് നോക്കിൻ്റെ അടുത്ത് ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട് ആയിരിക്കാം. ടോട്ടൽ എൻ്റെ അടുത്തുള്ള അലീലുകളുടെ എണ്ണം 4 അല്ലേ? ടോട്ടൽ അലീൽ 4. ടി എത്ര ഉണ്ട്? 2. സ്മോൾ ടി എത്ര ഉണ്ട്? 2. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി എത്രയാണ്? 2 ഔട്ട് ഓഫ് 4 അല്ലേ? 4ൽ 2 അല്ലേ? ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി എത്രയാണ്? അതും 2 ഔട്ട് ഓഫ് 4 അല്ലേ? അതായത് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി പ്ലസ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി ഈസ് ഈക്വൽ ടു എത്രയാണ്? 2/4 പ്ലസ് 2/4 അല്ലേ? ഈക്വൽ ടു 1 അല്ലേ? 2/4 പ്ലസ് 2/4 1 അല്ലേ? അല്ലേ? യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഫ്രീക്വൻസി അവിടെ നമ്മൾ ഒരു പോപ്പുലേഷന് ജനറ്റിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെയുള്ള സം ടോട്ടൽ ഓഫ് ഓൾ അലിലിക് ഫ്രീക്വൻസി എന്തായിരിക്കും? 1 ആണ്. അഥവാ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി നമ്മൾ പി എന്നും ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി നമ്മൾ ക്യൂ എന്നും എടുത്താൽ നമുക്ക് എന്ത് ഇക്വേഷനാണ് കിട്ടുക? നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. അപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടെ ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ എക്സാമിന് ഈ ഒരു ഇക്വേഷൻ തരും, പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. എന്നിട്ട് ചോദിക്കും ഇത് ഏത് പ്രിൻസിപ്പിളിനെ സൂചിപ്പിക്കുന്നു? സിമ്പിൾ അല്ലേ? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നോക്കൂ, നമ്മൾ അലീൽസ് ക്യാപിറ്റൽ എയും സ്മോൾ എ ആണ് എടുക്കുന്നെങ്കിൽ അവിടെ ക്യാപിറ്റൽ എ കണ്ടീഷൻ ഉണ്ടാവാം, ക്യാപിറ്റൽ എ സ്മോൾ എ ഉണ്ടാവാം, സ്മോൾ എ ക്യാപിറ്റൽ എ ഉണ്ടാവാം, സ്മോൾ എ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി നോക്കുക. ക്യാപിറ്റൽ എ പി സ്ക്വയർ എന്ന് പറയും, ക്യാപിറ്റൽ എ സ്മോൾ എ പി ക്യൂ എന്ന് പറയും, സ്മോൾ എ ക്യാപിറ്റൽ എ ക്യൂ പി എന്ന് പറയും, സ്മോൾ എ ക്യൂ സ്ക്വയർ എന്ന് പറയും. ബിക്കോസ് ഫ്രീക്വൻസി ഓഫ് എ ആണ് എന്ത്? പി. ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ ആണ് ക്യൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 എന്നും എഴുതാൻ പറ്റും. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എങ്ങനെ എഴുതാൻ പറ്റും? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ എഴുതാൻ പറ്റും. ഇത് ഈസ് ആൾസോ എന്താണ്? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചില്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 അല്ലേ? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്താ? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. ഈ രണ്ട് ഇക്വേഷൻ നോക്കുക. പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്, പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഈ രണ്ട് ഇക്വേഷൻസും എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് ചോദിക്കുള്ളൂ. സിമ്പിൾ അല്ലേ? എന്തിന്റെ ഇക്വേഷനാ? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷനാ. എന്താ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ? നോക്കൂ, ഒരു പോപ്പുലേഷനിൽ അവിടെ ചില ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെയുള്ള അലീലിക് ഫ്രീക്വൻസി എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാറൂല, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ വരുന്നത് ഏതൊക്കെ? കുറെ നേരമല്ലോ ചില ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്ന് പറയുന്നു. ഏതാണ് ഈ ഫാക്ടേഴ്സ്? ഈ എവല്യൂഷന് കാരണമാകുന്ന ഫാക്ടേഴ്സ് അഥവാ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഈ പറഞ്ഞ എവല്യൂഷൻ നടക്കാത്ത ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്
എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ എവല്യൂഷൻ നടക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ, ഇവിടെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ഫാക്ടേഴ്സ് മാത്രം പഠിച്ചു വെച്ചാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ 5 പോയിന്റുകൾ പഠിച്ചു വെക്കണം, പേര് പഠിച്ചു വെക്കണം. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്? മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. 5 പോയിന്റ് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ, നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും, P + Q = 1 അല്ലെങ്കിൽ P² + 2PQ + Q² = 1. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇത് ഈ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷൻ ആണ്? ആൻസർ എന്താ? ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം? എന്തൊക്കെയാണ് ആൻസർ? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. അല്ലേ? അതാണ് നമ്മളുടെ എക്സാമ്പിൾസ്. ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഫൗണ്ടർ എഫക്ട്. അതും കൂടി നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഫൗണ്ടർ എഫക്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്തായാലും പഠിക്കണേ. ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷനും അതിനെ അഫക്ട് ചെയ്യുന്ന 5 ഫാക്ടേഴ്സും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലടാ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇത് പഠിക്കണേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ? ഒന്ന്, നാച്ചുറൽ സെലക്ഷന്റെ ഒരു ടൈപ്പാണ് ഒന്ന് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. ഒന്നാമത്തെ പേരെന്താണ്? സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. രണ്ടാമത്തെ പേരാണ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. മൂന്നാമത്തെ പേരാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. എന്താ സംഭവം നോക്കാം. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഗ്രാഫ് തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സാമിന് ഈ ഗ്രാഫ് തരാം ഇല്ലേ? ഇവിടെ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നോക്കൂ, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഗ്രാഫ് ഞാൻ ജസ്റ്റ് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പോപ്പുലേഷനിൽ നോക്കുന്നില്ല, വളരെ ഹൈറ്റ് കൂടിയ ആളുണ്ട്, ക്യാപിറ്റൽ ടി. വളരെ ഹൈറ്റ് കുറഞ്ഞ ആളുണ്ട്, സ്മോൾ ടി. ഒരു ഇന്റർമീഡിയറ്റ് ഹൈറ്റ്, ഒരു മീഡിയം ഹൈറ്റുള്ള ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഉണ്ട്. ഞാനിതിൽ മീഡിയം ഹൈറ്റുള്ള ആളുകളെ കൂടുതൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്ത് എവിടെയാണ്? നടുവിലാണ്. അപ്പോൾ നടുവിൽ ഒരു പീക്ക് ഫോം ചെയ്യൂലേ, ഒരു പീക്ക് പോയിന്റ് നടുവിലുണ്ടാവാം. ബിക്കോസ് ഞാൻ ആ ആവറേജ് ക്യാരക്ടർ ഏതാ? വളരെ ഹൈറ്റ് കൂടിയതും വളരെ കുറഞ്ഞതും ആവറേജ് ഏതാ? മീഡിയം ഹൈറ്റ് അല്ലേ? ആ ആവറേജ് ക്യാരക്ടറിനെ ഞാൻ ചൂസ് ചെയ്യാം. ആവറേജ് ഹൈറ്റുള്ള ആളുകളെ ഞാൻ ചൂസ് ചെയ്യുന്നു. ആവറേജിനെ, മീൻ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പീക്ക് ആയിട്ട് സെൻറ്ററിലുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പോപ്പുലേഷനിൽ സ്റ്റെബിലിറ്റി കൂടും അല്ലേ? അഥവാ എവല്യൂഷൻ കുറയും. സ്റ്റെബിലിറ്റി കൂടും അഥവാ എവല്യൂഷൻ കുറയും. ഇങ്ങനെയുള്ള സെലക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. അപ്പോൾ ഈ ഗ്രാഫ് നോക്കുക, ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇവിടെ നോക്കുക, സെൻറ്ററിലാണ് ഇതിൻ്റെ പീക്ക് ഉണ്ടാവുക അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ മീൻ ക്യാരക്ടറിനെയാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. മീൻ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്ന സെലക്ഷൻ്റെ പേരാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇനി ഞാനിതിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ചൂസ് ചെയ്യണം. അതായത് ഒന്നുകിൽ ഞാൻ വളരെ ഹൈറ്റ് കുറഞ്ഞ ആളുകളെ സ്മോൾ ടീനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വളരെ ഹൈറ്റ് കൂടിയ ആളുകളെ ക്യാപിറ്റൽ ടി ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഗ്രാഫ് എന്ത് ചെയ്യും? അതിൻ്റെ പീക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? ഈ ഡയറക്ഷനിലോട്ടാണ്, ഇപ്പോൾ ഈ ഡയറക്ഷനിലോട്ട് പീക്ക് ഷിഫ്റ്റ് ചെയ്യും. തിരിച്ചു ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ഒന്നെങ്കിൽ വളരെ ഹൈറ്റ് കുറഞ്ഞ ആളുകളിലേക്കോ അല്ലെങ്കിൽ വളരെ ഹൈറ്റ് കൂടിയ ആളുകളിലേക്കോ ഈ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? ബിക്കോസ് ആ ഒരു ഡയറക്ഷനിലോട്ട് എവല്യൂഷൻ നടക്കുകയാണ്. അങ്ങനെയുള്ള സെലക്ഷനെയാണ് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലേ? ഈ ഗ്രാഫിൽ ഇതാ ഇങ്ങോട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇല്ലടാ, ഇങ്ങോട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടില്ലേ? യെസ്, ബിക്കോസ് അത് അങ്ങോട്ടാണ് എവല്യൂഷൻ നടക്കുന്നത്. ആ ഒരു ഡയറക്ഷനിലുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? നാച്ചുർ മോർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കട്ടോ. മൂന്നാമത്തെ ടൈപ്പിൽ നോക്കിക്കാം, 2 ഭാഗത്തും പീക്ക് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു പീക്ക് ഉണ്ട്, ഇവിടെ ഒരു പീക്ക് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നോക്കൂ, നാച്ചുർ 2 എക്സ്ട്രീമിലുള്ള ആളുകളെയും ചൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുർ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈറ്റ് കൂടിയ ആളുകളെയും ചൂസ് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആളുകളെയും ചൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മീഡിയം ഹൈറ്റുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഹൈറ്റ് കൂടിയ ആളുകളെയും ചൂസ് ചെയ്യും, ഹൈറ്റ് കുറഞ്ഞ ആളുകളെയും ചൂസ് ചെയ്യും. അപ്പോൾ ഗ്രാജ്വലി ഈ പോപ്പുലേഷൻ ഉണ്ടല്ലോ 2ആയിട്ട് സ്പ്ലിറ്റ് ആവും
ഹൈറ്റ് കൂടിയ ആളുടെ ഒരു പോപ്പുലേഷനും ഹൈറ്റ് കുറഞ്ഞ ആളുടെ ഒരു പോപ്പുലേഷനും. അപ്പോൾ ഈ ഒരു പോപ്പുലേഷനെ സ്പ്ലിറ്റ് ആക്കുന്ന ഡിസ്റപ്റ്റ് ചെയ്യുന്ന സെലക്ഷന്റെ പേരാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പൊ ഈ 3 ഗ്രാഫ് നിങ്ങൾ തരും എക്സാമിന്. എന്നിട്ട് എ എന്താണ്, ബി എന്താണ്, സി എന്താണ് ചോദിക്കും. എ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയണം. ബി എന്താണെന്ന് ചോദിച്ചാലോ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയണം. സി എന്താണെന്ന് വെച്ചാലോ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയണം. ഇപ്പൊ 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ ആണ് ആ ഗ്രാഫ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മള് ചാപ്റ്റർ തീരാൻ പോവാണ്. ദിസ് ഇസ് വൺ ഓഫ് ദ ലാസ്റ്റ് ടോപ്പിക്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഈ ഭാഗത്ത് നിന്ന് ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ ആണ്. എവല്യൂഷൻ ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 ബില്യൺ ഇയർ എഗോ ഒറിജിൻ ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. 3 ബില്യൺ അഥവാ 3000 മില്യൺ ഇയർ എഗോ പ്രീ സെല്ലുലാർ ഫോം ഉണ്ടായി. 2000 മില്യൺ ഇയർ എഗോ ആണ് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഉണ്ടാവുന്നത്. 2000 മില്യൺ ഇയർ എഗോ. വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 500 മില്യൺ ഇയർ എഗോ ആണ് ഇൻവെർട്ടിബ്രേറ്റ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. വീണ്ടും കുറേ വർഷം കഴിഞ്ഞ് 350 മില്യൺ ഇയർ എഗോ ആണ് ജോലെസ് ഫിഷസ്, ഈ ജോ ഇല്ലാത്ത ഫിഷസ്, സൈക്ലോസ്റ്റോമാറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജോലെസ് ഫിഷസ് ഉണ്ടാവുന്നത്. ഓക്കെ, സീലക്കാന്ത ഫിഷ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ 320 മില്യൺ ഇയർ എഗോ ആണ് സീവേഡ്സ് ആൻഡ് ഫ്യൂ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് ലാൻഡ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്. ഫസ്റ്റ് ലാൻഡ് ഓർഗാനിസം പ്ലാന്റ്സ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം 200 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഏകദേശം റെപ്റ്റൈൽസ് ഉണ്ടാവുന്നത് അല്ലേ. റെപ്റ്റൈൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൈനോസേഴ്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഡൈനോസറിന്റെ ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ബോർഡ് എക്സാമിന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ലാർജസ്റ്റ് ഡൈനോസർ നമ്മൾ ടീറെക്സ്, ടൈറാനോസോറസ് റെക്സ് എന്ന് വിളിക്കും. വെള്ളത്തിലേക്ക് തിരിച്ചു പോയ റെപ്റ്റൈൽ നമ്മൾ ഇക്തിയോസോസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കാം. 65 മില്യൺ ഇയർ എഗോ ആണ് ഡൈനോസേഴ്സ് ഡിസപ്പിയർ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയ ബ്രീഫ് അക്കൗണ്ട് ആണ്, നിങ്ങളത് പറ്റുമെങ്കിൽ പഠിച്ചേക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ബട്ട് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹാർഡി വെയിൻബർഗും ഹോമോലോഗസ് ആൻഡ് അനലോഗസും കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒറിജിൻ ഓഫ് ആൻഡ് എവല്യൂഷൻ ഓഫ് മാനിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു പാറ്റേൺ, ഒരു ഫ്ലോ ചാർട്ടാണ്. അതായത് 7 സ്പീഷീസ് ഓഫ് ഹ്യൂമൻസ് പഠിക്കാനുണ്ട്. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള 7 സ്പീഷീസുകൾ ഏതൊക്കെയാണത്? ഒന്നാമത്തെ ആള് ശ്രദ്ധിക്കണേ, ലാസ്റ്റ് ടോപ്പിക് ആണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും നോക്കിക്കോട്ടോ, ഫിബിന്, അഫ്സൽ ആൻഡ് എവ്രി വൺ. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ഡ്രയോപിത്തക്കസ്. ഒന്നാമത്തെ ആളുടെ പേരെന്താ? ഡ്രയോപിത്തക്കസ്. രണ്ടാമത്തെ ആളുടെ പേര് റാമാപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ നിയാൻഡർതാലൻസിന് നിയാൻഡർതാൽ മാൻ എന്നും പറയും. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. എക്സാമിന് വളരെയധികം ചാൻസ് ഉള്ള സംഭവമാണ് ഈ ഫ്ലോ ചാർട്ട്. അപ്പം നമ്മൾ എന്ത് പറയും? ഡ്രയോപിത്തക്കസ് ഉണ്ട്, റാമാപിത്തക്കസ് ഉണ്ട്, ഓസ്ട്രലോപിത്തക്കസ് ഉണ്ട്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഓർഡർ. ഓക്കെ, ഡ്രയോപിത്തക്കസ്, റാമാപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ് ആൻഡ് നിയാൻഡർതാൽ മാൻ. ഫൈനലി നമ്മൾ വരും ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഈ ഓർഡർ എന്തായാലും പഠിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ എന്തായാലും പഠിച്ചിരിക്കണം. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ആൾസോ അതുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കാര്യങ്ങളും ചോദിച്ചേക്കാം. അതായത് 15 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഡ്രയോപിത്തക്കസും റാമാപിത്തക്കസും ഫോം ചെയ്യുന്നത്. ഈ ഡ്രയോപിത്തക്കസ് മോർ എയ്പ്പ് ലൈക്കും, അതേസമയം റാമാപിത്തക്കസ് മോർ മാൻ ലൈക്കുമാണ്. ഓക്കെ, ദേ ആർ ഹെയറി ആൻഡ് വാക്ക് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസസ്. അവർ നേരെ നടക്കില്ല, ചിമ്പാൻസി നടക്കുന്ന പോലെ കൈയൊക്കെ നിലത്ത് കുത്തിയിട്ടാണ് നടക്കുക. ദെൻ 3 to 4 മില്യൺ ഇയേഴ്സ് എഗോ അപ്രൈറ്റ് ആയിട്ട് നടന്ന, നമ്മളെ മനുഷ്യന്മാരെ പോലെ അപ്രൈറ്റ് ആയിട്ട് നടന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് ഉണ്ടായിരുന്നു. 2 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ഓസ്ട്രലോപിത്തക്കസ് ഫോം ചെയ്യുന്നത്.
അവര് സ്റ്റോൺ ഉപയോഗിച്ചിട്ട്, സ്റ്റോൺ അല്ലെ നമ്മൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ വെപ്പൺസ് ഉപയോഗിച്ചിട്ട് ഹണ്ട് ചെയ്യുമായിരുന്നു. എന്നാൽ അവര് ഹണ്ട് മാത്രമേ ചെയ്യുള്ളൂ, അവര് വെറുതെ ഹണ്ട് ചെയ്യും ഹോബിക്ക്. എന്നാൽ അവരെന്ത് ചെയ്യൂല, മീറ്റ് ഏറ്റില്ല അല്ലെ, മാംസം ഭക്ഷിച്ചിരുന്നില്ല. ഈവൻ ദോ ദേ വർ ഹണ്ടേഴ്സ്, അവർ ഹണ്ടേഴ്സ് ആണ്, വേട്ടയാടുന്നുണ്ട്, എന്നാൽ മാംസം ഭക്ഷിച്ചിരുന്നില്ല. ദേ ഏറ്റ് ഫ്രൂട്ട്. ആൾസോ നെക്സ്റ്റ് നോക്കുക, ഹോമോ ഹബിലിസ് ഉണ്ട്. ഹോമോ ഹബിലിസും എന്താണ്, ദേ ആൾസോ ഡിഡ് നോട്ട് എയ്റ്റ് മീറ്റ്, അവരും മീറ്റ് ഭക്ഷിച്ചിരുന്നില്ല. ഹോമോ ഹബിലിസിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ആണ്. ബ്രെയിൻ കപ്പാസിറ്റി, അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ കപ്പാസിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 650 to 800 cc. ദെൻ 1.5 മില്യൺ ഇയർ എഗോ ആണ് ഹോമോ ഇറക്ടസ് ഉണ്ടാവുന്നത്. ഈ ഹോമോ ഹബിലിസിന്റെ പ്രത്യേകത, ഹോമോ, നമ്മളൊക്കെ ഹോമോ അല്ലേ, ഹോമോസാപ്പിയൻസ് ഹൊമിനിഡ്സ് അല്ലേ, ഫസ്റ്റ് ഹൊമിനിഡ് ആണ് ഹോമോ ഹബിലിസ് അല്ലേ, ആ പേര് തന്നെ ഉണ്ടല്ലോ ഹോമോ ഹബിലിസ്, ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീയിങ് ആണ് ഹോമോ ഹബിലിസ്. ഹോമോ ഇറക്ടസ് 900 cc ആണ് അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. ദേ ആർ ദ ഫസ്റ്റ് ടു എയ്റ്റ് മീറ്റ്. ഓക്കെ, അവരാണ് ആദ്യമായിട്ട് മീറ്റ് ഭക്ഷിച്ചത്. ദെൻ 1 lakh to 40,000 years ago ഉണ്ടായിരുന്ന ആളുകളാണ് നിയാൻഡർതാൽ മാൻ. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ഏകദേശം 1400 cc ആണ്. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യണേ. ഹോമോ ഹബിലിസിന്റെ 650 to 800 cc ആണ്, ഹോമോ ഇറക്ടസിന്റെ 900 cc ആണ്, ആൻഡ് നിയാൻഡർതാൽ മാൻ്റെത് 1400 cc ആണ്. ഓക്കെ, ആൻഡ് 75,000 to 10,000 years ago ആണ് നമ്മൾ ഹോമോസാപ്പിയൻസ് ഉണ്ടാവുന്നത്. ഈ കാലഘട്ടത്തിന് നമ്മൾ ഐസ് ഏജ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അറിയില്ല ഐസ് ഏജ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഐസ് ഏജ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ്സും കൂടി നിങ്ങളിതിൽ ആഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കുന്നത് ഈ ഓർഡർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ എവല്യൂഷൻ. നമ്മുടെ പരിണാമം, എവല്യൂഷൻ എന്ന ചാപ്റ്റർ നമുക്ക് ഇത്രയും ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. ഇത്രയും ടോപ്പിക്സ് പഠിച്ചതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട 3 ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് ഏതാ നോക്കിയാലോ, ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ജസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ നോക്കണം കറക്റ്റ് ആയിട്ട്. നോക്കൂ, ഒന്നെന്താണ്, ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. ഹോമലോഗസും അനലോഗസും. ഹോമലോഗസ് എന്താ, സ്ട്രക്ചറലി സിമിലർ, ഫംഗ്ഷണലി ഡിഫറെന്റ്. അനലോഗസോ സ്ട്രക്ചറലി ഡിഫറെന്റും ഫംഗ്ഷണലി സെയിമും. ഓക്കെ അല്ലേ, അപ്പൊ ഡിഫൈൻ ചെയ്തൂടെ. ഐഡന്റിഫൈ ദ അനലോഗസ് ഓർഗൻസ് ഫ്രം ദ ഗിവൺ എക്സാമ്പിൾ. ഏതൊക്കെയുണ്ട്, ഐ ഓഫ് ഒക്ടോപ്പസ്, ഐ ഓഫ് മാമൽ എന്താണ്, അനലോഗസ് ആണ്. വെർട്ടിബ്രേറ്റ് ഹാർട്ട് ഹോമലോഗസ് ആണ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ അനലോഗസ് ആണ്. 4 limbs ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻസ് ഹോമലോഗസ് ആണ്. മനസ്സിലായില്ല? ഓക്കെ, അപ്പൊ എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കണം. ആ ടോപ്പിക് എന്തായാലും പഠിക്കണം, ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. യൂസിംഗ് ദ ഗിവൺ ടേംസ് ഇൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് എവല്യൂഷണറി സ്റ്റേജസ് അല്ലേ. ഇവിടെ ഡയോപിത്തഗസ് ഉണ്ട്, റാമാപിത്തഗസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഏതാ, ഓസ്ട്രലോപിത്തഗസ് അല്ലേ, ഓസ്ട്രലോപിത്തഗസ്. ദെൻ പിന്നെ ആരാ വരാ, ഹോമോ ഹബിലിസ് വരും അല്ലേ, പിന്നെ ഹോമോ ഇറക്ടസ് വരും, നിയാൻഡർതാൽ മാൻ, ഫൈനലി ഹോമോ സാപ്പിയൻസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഈ ഓർഡർ പഠിക്കാണ്ട് എവല്യൂഷന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. അലലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ റെപ്രസെന്റഡ് ആസ് p² + 2pq + q² = 1. പഠിച്ചല്ലേ. നെയിം ദ എവല്യൂഷണറി പ്രിൻസിപ്പിൾ. എന്താണ് പ്രിൻസിപ്പിളിന്റെ പേര്, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. പറഞ്ഞില്ലേ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താണ് സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ്. ജീൻ മൈഗ്രേഷൻ ആൻഡ് ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ അല്ലേ. ഓക്കെ അല്ലേ, അപ്പൊ അത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 3 ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കണം. അതിന് കൂടെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ ചോദിക്കാം, അതിന് എക്സാമ്പിൾ ചോദിക്കാം, നാച്ചുറൽ സെലക്ഷൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ നമ്മളെ ഈ ലൈവില് ഈ എവല്യൂഷൻ ചാപ്റ്റർ എക്സാം ബേസിസിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു തീർത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഇറ്റ് ഈസ് നോട്ട് എൻഡിങ് ഹിയർ. നമ്മുടെ സുവോളജിയുടെ ഗ്രാൻഡ് മാരത്തോൺ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. ഇനിയാണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് നേരമായിട്ട് പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, സച്ചിൻ സാർ എവിടെ, അല്ലേ. സോ നമ്മുടെ സച്ചിൻ സാർ നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ ക്ലാസ്സുമായിട്ട് ഇനി വരാൻ പോവാണ്. സോ നമ്മളുടെ എവല്യൂഷൻ ടോപ്പിക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ അതാണ് നമുക്ക് എവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി ഹെൽത്ത് ആൻഡ് ഡിസീസുമായിട്ട് നമ്മുടെ സച്ചിൻ സാർ വരും. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോ നമുക്ക് നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ മക്കള് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ
UV സാറ് എവല്യൂഷൻ ചാപ്റ്റർ എന്താക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നോക്കാനുള്ളത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ മൈക്കൊന്ന് കുത്തിക്കോട്ടെ. ഓക്കെ 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 മക്കളെ, അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമുക്ക് നോക്കാം. ഓക്കെ 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 സ്ലൈഡ്. യെസ് 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 മോനെ നമ്മളെ സ്ലൈഡ്. ഹെൽത്ത് ആൻഡ് ഓക്കെ 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 അപ്പോൾ നമുക്ക് നോക്കാം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പോൾ അത് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് മക്കളെ, പിന്നെ നിങ്ങൾക്കിപ്പോൾ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ടോപ്പിക്ക്, അതേപോലെ തന്നെ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ UV സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, +2 സെക്കൻഡ് ഇയർ ടോപ്പിക്കിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഓക്കെ, അതായത് ഏതാണ്ട് ഹാഫ് ഇയർലി എക്സാമിനാണെങ്കിൽ ഒരു 6 to 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ, നിങ്ങൾക്ക് ഉറപ്പാണ് അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 6 to 8 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഒരു ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫുള്ള് കവർ ചെയ്തിട്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് നമുക്ക് പോവാം. ഉഷാറായിട്ടിരിക്കുക, നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നസ്രീൻ അതേപോലെ തന്നെ അബി എല്ലാവരും ഇവിടെ ഉണ്ട്, റിൻഷ എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കഥ പറഞ്ഞാൽ ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ടോപ്പിക്കിന്റെ ഇടയിൽ എന്താക്കാം, ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ, സെറ്റ്. അപ്പോൾ മക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രോ ഇല്ലാണ്ട് ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഹെൽത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആസ് പെർ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ മക്കളെ, Health is considered as state of complete physical, mental and social well-being. ഇല്ലേ, ഫിസിക്കലായും അതേപോലെ തന്നെ എന്താണ്, മെന്റലായും അതേപോലെ തന്നെ എന്താണ്, ഫിസിക്കലായും എല്ലാ രീതിയിലുള്ള ഹെൽത്തിനെയാണ് നമ്മൾ, എല്ലാ രീതിയിലുള്ള വെൽബീയിങ്ങിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, ഓഫ് കോഴ്സ് അറിയാം. ദെൻ വാട്ട് ഈസ് ഡിസീസ്? ആ ഇൻട്രോ പോർഷൻ ആണ്. ഡിസീസ്, രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, if the functioning of a particular organ or organ system adversely affect. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഓർഗൻ സിസ്റ്റം, നമ്മുടെ ബോഡിയിലൊക്കെ ഓർഗൻ സിസ്റ്റം ആണ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗൻ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഓർഗനോ അല്ലെങ്കിൽ മൊത്തം ഓർഗൻ സിസ്റ്റമോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസീസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസീസ് എന്ന് വിളിക്കുന്നത്. മക്കളെ, ഈ ഡിസീസിനെ തന്നെ നമുക്ക് എത്രയാക്കി തിരിക്കാം? ഡിസീസിനെ എത്രയാക്കി തിരിക്കാടാ? ഡിസീസിനെ മക്കളെ നമുക്ക് 2 ആക്കി തിരിക്കാം. ശരിയല്ലേ? ഏതൊക്കെയാ ഈ 2 ടൈപ്പ് ഡിസീസ്? ഏതൊക്കെയാ മക്കളെ 2 ടൈപ്പ് ഡിസീസ്? ഒന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, അല്ലെ? ഇൻഫെക്ഷ്യസ് ആണ്. മറ്റൊന്ന് നോൺ ഇൻഫെക്ഷ്യസ് ആണ്. അപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, it transmit from one person to another, അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന എന്താണ്, ഇൻഫെക്ഷ്യസ് ആണ്. എത്ര എക്സാമ്പിൾ വേണം? ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, അല്ലെ? നമ്മൾ മലേറിയ ആയിക്കോട്ടെ, കോമൺ കോൾഡ് ആയിക്കോട്ടെ, ടൈഫോയിഡ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്താക്കും, പകരും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയടാ, കമന്റ് ചെയ്ത്. വട്ടൊന്നും ചെയ്യല്ലടാ. ഓക്കെ, അപ്പൊ ഏതാ? യെസ്, നമുക്കറിയാം ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അല്ലെ? അതിൽ നോൺ ഇൻഫെക്ഷ്യസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്യാൻസർ ആണ്. ഓക്കെ, ക്യാൻസർ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഡിസീസ് എന്താണ് നമ്മൾ പറഞ്ഞു, ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്താണ്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്താണ് നമ്മൾ പറഞ്ഞു. ദെൻ നമുക്ക് മക്കളെ നോക്കാം കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്കിവിടെ കോമൺ ഡിസീസസിൽ പല പല അസുഖങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ അസുഖങ്ങളെ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്താക്കുക, ഇങ്ങ് കൊണ്ടുവരിക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ഉറപ്പാണ് ഈ ടോപ്പിക്കിന്, അതായത് കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ. അപ്പോൾ മക്കൾ നോക്കിയോ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസീസ്, രോഗം എന്താണ്. ദെൻ അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താ, ടൈപ്പ് ഓഫ് പാത്തജൻ. നിങ്ങൾക്കറിയാം ഡിസീസ് കോസിങ് ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാത്തജൻ എന്ന് വിളിക്കുന്നത്. ആണോ? ഡിസീസ് കോസിങ് ഏജൻസിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പാത്തജൻ. ഡിസീസ് കോസിങ് ഏജൻസ് ആർ കോൾഡ് പാത്തജൻ. ഈ പാത്തജൻ പല ടൈപ്പില്ലേ? ഏതൊക്കെ ഉണ്ട് പാത്തജൻ? ബാക്ടീരിയ ഉണ്ട്,
റെഡി അല്ലേ? വൈറസ് ഉണ്ട്, റെഡി, പ്രോട്ടോസോ ഉണ്ട്, റെഡി, ദെൻ ഹെൽമിൻ, വിരകൾ, ഓക്കെ, ഇത് ഫംഗസ്, ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാത്തജൻസ് അത്. അപ്പം ഇത് അത് സ്ഥിരം ക്വസ്റ്റ്യനാ, ഏത് ടൈപ്പ് പാത്തജൻ ആണ്? ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത് അവിടെ നോക്കാനുള്ളത് മക്കളെ, എന്താണ്? നെയിം ഓഫ് പാത്തജൻ. ശരിയാ, ഹൈസ്കൂൾ ആണെങ്കിൽ അല്ലെ സെഷൻ ആണെങ്കിൽ നമുക്ക് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ എന്നൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ നെയിം, ഓക്കെ, നെയിം ഓഫ് പാത്തജൻ, എന്താണ് ആ പാത്തജന്റെ പേര്, അതുകൂടി നമ്മൾ എന്താക്കണം, പഠിക്കണം. ദെൻ പാർട്സ് ഓർ ഏരിയ അഫക്റ്റഡ്. ഈ ഒരു പെർട്ടിക്കുലർ പാത്തജൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രോഗം ഉണ്ടാവുന്ന സമയത്ത് ഏത് പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നത്, തീർച്ചയായും നോക്കണം. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഹൗ ദീസ് പാത്തജൻ എൻറ്റേഴ്സ് ഇൻ ടു അവർ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് അവൻ കയറുന്നത്? വെള്ളത്തിലൂടെയാണോ, ഓക്കെ, ഫുഡിലൂടെയാണോ, ഇനി മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതാണോ, മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, ഇല്ലേ, ഇങ്ങനെയെല്ലാം. ദെൻ ടച്ചിലൂടെയാണോ, ഏത് രീതിയിലാണ് നമ്മളിൽ എത്തുന്നത്, അത് നമ്മൾ നോക്കണം. ദെൻ മേജർ സിംറ്റംസ്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, മേജർ സിംറ്റംസ്. ദെൻ മക്കളെ ഡിറ്റക്ഷൻ എല്ലാത്തിലൊന്നും പഠിക്കാനില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഡിറ്റക്ഷൻ എന്തിൻ്റെ എല്ലാം പഠിക്കേണ്ടത്, അത് നമുക്ക് നോക്കണം. ദെൻ ട്രീറ്റ്മെന്റും എല്ലാത്തിലൊന്നുമില്ല. ദെൻ ഈ ഡിറ്റക്ഷനും ട്രീറ്റ്മെന്റും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുകളിലോട്ടുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് എന്താക്കാം, ഓരോ ഡിസീസിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ മതി. അത് നമുക്ക് ലാസ്റ്റ് ടേബിളൊക്കെ ആയിട്ട് നമുക്ക് ബുക്കിലുണ്ട്, അത് അങ്ങനെ തന്നെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ടോപ്പിക്കിന് മാർക്ക് ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കില്ലടാ, ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ടീരിയൽ ഡിസീസാണ് മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ബാക്ടീരിയൽ ഡിസീസ്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്, എന്നാൽ നമുക്ക് ഇവിടെ ബാക്ടീരിയൽ ഡിസീസിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടേ അസുഖങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ടൈഫോയിഡ് ആണ്, മറ്റൊന്ന് ന്യൂമോണിയ ആണ്. ഒന്ന് ടൈഫോയിഡ് ആണ്, മറ്റൊന്ന് എന്താണ്, ന്യൂമോണിയ ആണ്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ മക്കളെ, ജാഫർ ഉണ്ട്, അതേമാതിരി തന്നെ ശ്രീശരൻ, നസ്രീൻ, ലച്ചൂസ്, ഓക്കെ, എല്ലാവരും ഫുൾ ഓൺ ആയിട്ടിരിക്കണം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആദ്യ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നല്ല ഉഷാറായിട്ടിരിക്കുക. നമ്മൾ നോക്കുകയാണ് ടൈഫോയിഡ് നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് അപ്ലൈ ചെയ്യടാ. ഡിസീസ് ടൈഫോയിഡ് ഫീവർ മക്കളെ. ദെൻ അടുത്തത് നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ഡിസീസ് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പാത്തജൻ, അത് നമുക്ക് കിട്ടിയല്ലോ, ബാക്ടീരിയ ആണ്. എന്താ ബാക്ടീരിയന്റെ പേര്, ടൈഫോയിഡ് ഉണ്ടാകുന്ന ബാക്ടീരിയന്റെ പേരെന്താ മക്കളെ, ഇതാ പിടിച്ചോ, സാൽമോണല്ല ടൈഫി. ആര്? സാൽമോണല്ല ടൈഫിയ. ആരാ? സാൽമോണല്ല ടൈഫിയ. അപ്പൊ സാൽമോണല്ല ടൈഫിയ ആണ് എന്തുണ്ടാക്കുന്നത്, ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത്, ടൈഫോയിഡ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്തായിരുന്നു നോക്കിയത്, ദെൻ എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഈ സാൽമോണല്ല ടൈഫി എങ്ങനെയാണോ വഴിയെ പോകുന്നത് നമ്മളിലേക്ക് ഇത് എത്തുന്നത്, ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മളോട് എപ്പോഴും പറയല്ലേ, കണ്ടെടുത്തില്ല എന്താണ്, വെള്ളം കുടിക്കരുത്, അതേമാതിരി തന്നെ എന്താണ്, അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും വാറ്റുന്നരുത് എന്നൊക്കെ പറയൂല്ലേ. തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. ഓൾമോസ്റ്റ് ഓൾ ബാക്ടീരിയാസ് എന്താണ്, തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിക്കോളും മക്കളെ, വെള്ളത്തിലുള്ള നശിച്ചോളൂ. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ പറയുന്നത് മക്കളെ. ഇവിടെ ഇപ്പൊ സാൽമോണല്ല ടൈഫി എത്തുന്നത് ഈ രീതി തന്നെയാണ്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചേ. എന്നിട്ട് പാർട്ട് ഓർ ഏരിയ അഫക്റ്റഡ്, നമ്മുടെ ഉള്ളിലേക്ക് ഇവൻ എത്തിക്കഴിഞ്ഞാൽ, സാൽമോണല്ല ടൈഫി എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, യെസ്, ഇവൻ നേരിട്ട് നമ്മുടെ എവിടെയാണ് അഫക്ട് ചെയ്യുക, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ. എവിടെയാണ്? ഇൻറ്റസ്റ്റൈനിലാണ് എന്താക്കുക, അഫക്ട് ചെയ്യുക മക്കളെ. എവിടെ അഫക്ട് ചെയ്യുക? ഇൻറ്റസ്റ്റൈനിൽ അഫക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എന്താക്കും, ഇവൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ എന്താക്കുകയും ചെയ്യും, മൂവ് ചെയ്യുകയും ചെയ്യും. ദെൻ മേജർ സിംറ്റംസ് ആണ്. ഉറപ്പായിട്ടും ഒരു പാത്തജൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ഹൈ ഫീവർ ഉണ്ടാവും, ഒരു 39 ഡിഗ്രി 49 ഡിഗ്രി സെൽഷ്യസിലുള്ള ഫീവർ ഉണ്ടാവും. ദെൻ ഹെഡ് ഏക്ക്, ഓക്കെ, ഹൈ ഫീവർ, ഹെഡ് ഏക്ക്. ദെൻ എന്താണ്, വീക്ക്നെസ്, ക്ഷീണം ഉണ്ടാവും. ഓക്കെ, ക്ഷീണം ഉണ്ടാവും. ദെൻ കോൺസ്റ്റിപ്പേഷൻ. എന്താണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിന്ന് പോകാത്ത അവസ്ഥ അല്ലേ, കോൺസ്റ്റിപ്പേഷൻ, അതും വലിയ ഇടങ്ങേറ് തന്നെയാണ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, വീക്ക്നെസ്. ദെൻ ഇൻ സിവിയർ കേസസ് ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻ. എന്താ മക്കളെ ഇൻഡസ്റ്റൈനൽ പെർഫോറേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ സിവിയർ കേസസ് ഈ ഇൻഫെക്ഷൻ അങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡസ്റ്റൈനൊക്കെ എന്താക്കുക, പെർഫോറേഷൻ, ചെറിയ സുഷിരങ്ങൾ വീഴുക. ഓക്കെ, ഡെത്ത് മേ ഒക്കുക, ചില സമയത്ത് മരണം വരെ എന്താക്കാം, സംഭവിച്ചേക്കാം. ഓക്കെ, ഇത് ചില്ലറക്കാരനല്ല ആര്, സാൽമോണല്ല ടൈഫി. അപ്പൊ ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തജൻസ് സാൽമോണല്ല ടൈഫി ആണ്, മറന്നു പോകരുത്. ദെൻ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ, ഈ സാൽമോണല്ല ടൈഫിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് മക്കളെ. ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റിനെ നമ്മൾ വിളിക്കും, എന്താ വിളിക്കുക, യെസ്, വിഡൽ ടെസ്റ്റ്. എന്താണ്?
വൈഡൽ ടെസ്റ്റ് എന്ന് വിളിക്കുക. ഈ വൈഡൽ ടെസ്റ്റ് ആണ് ഈ സാൽമോണല്ല ടൈഫിന്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ നടത്തുന്നത്. എന്താണ്? വൈഡൽ ടെസ്റ്റ് ആണ്. മറന്നു പോകുക ഇല്ല. ദെൻ അവിടെ ഒരേ ഒരു കാര്യം എന്താണ്? ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് കോഴ്സ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം ഉറപ്പായിട്ടും. ദെൻ പേഴ്സണൽ ഹൈജീൻ. എന്താണ്? പേഴ്സണൽ ഹൈജീൻ, അതായത് നന്നായിട്ട് എന്താക്കുക? വൃത്തിയുള്ള ആഹാരം എടുക്കുക. എടാ, പേഴ്സണൽ ഹൈജീനിൽ വരുന്നതാണ് എന്തും കൂടിയും നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടറും അതേപോലെ തന്നെ ഫുഡും എടുക്കുക എന്നുള്ള പോയിന്റ് കൂടി അവിടെ തന്നെ വരുന്നതാണ്. ദെൻ എന്താണ്? ആ രീതിയിൽ നമുക്ക് എന്താക്കാം? ടൈഫോയിഡ് ഫീവറിനെ വിട്ടേക്കാം. പിന്നെ ഒരു ഒറ്റ കാര്യമുണ്ട് NCERT പറഞ്ഞ, ആരെക്കുറിച്ചാ? മേരി മെല്ലൻ അല്ലേ? അതായത് ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി സ്പ്രെഡ് ചെയ്യുക, ഒരു ഷെഫിന്റെ ഒരു കഥ കൂടി NCERT പറഞ്ഞിട്ടുണ്ട്. അത്രയും നോക്കിക്കഴിഞ്ഞാൽ ടൈഫോയിഡിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ എന്താക്കണ്ട? തിരിഞ്ഞു നോക്കണ്ട. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മെയിൻ ആയിട്ട് ടൈഫോയിഡ് ഫീവർ ഉണ്ടാക്കുന്നത് ആരാണ്? പാത്തോജന്റെ പേരാണ് സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി. ദെൻ ഈ പറയുന്നത് മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടുന്ന് ചോദ്യം ഉറപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ ആണ്. ദെൻ അഫക്റ്റഡ് പാർട്ട് നിങ്ങൾക്കറിയാം എന്താണ്? ഇൻഡസ്റ്റൈൻ ആണ്. ദെൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ഏതാണ് മക്കളെ? വൈഡൽ ടെസ്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ടൈഫോയിഡ് ഫീവർ ഉറപ്പാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താക്കാൻ സാധിക്കും? ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസിലേക്ക് പോവാണ്. രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസ് ഏതാടാ? രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസ് നമുക്ക് ഏതാണുള്ളത്? ന്യൂമോണിയ ആണ്. ഏതാ മക്കളെ? ന്യൂമോണിയ. ഇതാ പിടിച്ചോ, ന്യൂമോണിയ. നമുക്ക് നോക്കാം. ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസ്. സെയിം പോയിന്റ്സിലേക്ക് നേരെ അങ്ങ് അപ്ലൈ ചെയ്തോ. ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ്. ഉറപ്പായിട്ടും ബാക്ടീരിയൽ ഡിസീസിൽ അല്ലെങ്കിൽ വരത്തില്ല. ഓക്കെ, ഏതെല്ലാം ബാക്ടീരിയ? ഇതാ ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ്. ആരാ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. അതേപോലെ തന്നെ മറ്റൊരാളുണ്ട്. ആരാത്? ആരാടാ? ഒന്ന് കമന്റ് ചെയ്ത്. ആരാത്? ആരാ? ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അത് ഞാൻ പറഞ്ഞല്ലോടോ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരും ഇല്ലേ? യെസ്, ഹീമോഫൈലസ്. ഹീമോഫൈലസ് ഇൻഫ്ലുവൻസേ. ഹീമോഫൈലസ് ഇൻഫ്ലുവൻസേ. ഈ രണ്ട് ബാക്ടീരിയാസ് ആണ് എന്തുണ്ടാക്കുന്നത്? ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പൊ ബാക്ടീരിയാസിന്റെ പേര് കിട്ടി. ദെൻ എവിടെയാ അഫക്ട് ചെയ്യുക? ഓക്കെ, എവിടെയാ മക്കളെ അഫക്ട് ചെയ്യുക? പറഞ്ഞേ. ഓക്കെ, അഫക്റ്റഡ് പാർട്ട് ന്യൂമോണിയ ഈ ബാക്ടീരിയ അഫക്ട് ചെയ്യുന്നത് നമ്മളെ ലങ് ആൽവിയോളേന്. എവിടെയാ? ലങ് ആൽവിയോളെ. ഓക്കെ അല്ലേ? ദെൻ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. എന്താണ്? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ സ്നീസ് ചെയ്യുന്ന സമയത്ത്, കഫ് ചെയ്യുന്ന സമയത്തൊക്കെ പല ആൾക്കാരും എന്താക്കുക? വാപൊത്തി വെക്കില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഡ്രോപ്ലെറ്റിന്റെ കൂടെയൊക്കെ എന്തുണ്ടാവും? ബാക്ടീരിയാസ് ചാടിങ്ങ് പോരും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ യൂട്ടൻസിൽസ്, യൂസ് ചെയ്ത പാത്രങ്ങൾ. ഓക്കെ, അപ്പൊ യൂസ് ചെയ്ത പാത്രങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ വന്നേക്കാട്ടോ. ഓക്കെ, ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിൽ ഓക്കെ, നമ്മൾ പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താക്കാൻ നടക്കണമെങ്കിൽ നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ എന്താക്കാൻ കടിച്ചു കൊടുക്കും. അതിന്റെ കൂടെ ഹീമോഫൈലസ് ഇൻഫ്ലുവൻസിങ് വന്നേക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ശ്രദ്ധിച്ച് ജീവിക്കാൻ പറ്റുമോ സാർ എന്നൊന്നും ചോദിച്ചേക്കരുത്. ഓക്കെ, ഇത് അസുഖത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസയും ഈ രീതിയിലൊക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. Then what are the major symptoms of pneumonia? What are the major symptoms of pneumonia? ഉറപ്പായിട്ട് എന്തുണ്ടാവും? സസ്റ്റൈൻ ഹൈ ഫീവർ, നല്ല പനി ഉണ്ടാവും. ഓക്കെ, നല്ല ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ. ഓക്കെ, ഹെഡ് ഏക്ക് ഉണ്ടാവും. ഉറപ്പായിട്ട് എന്തുണ്ടാവും? തലവേദന ഉണ്ടാവും. ഓക്കെ, തലവേദന ഉണ്ടാവും. ദെൻ our alveoli get filled with fluid. അതായത് ആൽവിയോളിലൊക്കെ എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഉണ്ടാവും. ദാറ്റ്സ് വൈ ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവും. എന്തുണ്ടാവും? ബ്രീത്ത്ലെസ്നെസ്, ശ്വാസതടസ്സം. ഓക്കെ, ഇൻ സിവിയർ കേസസ് നമ്മളെ ലിപ്പ്, ചുണ്ടുകൾ, അതേമാതിരി തന്നെ എന്താണ്? നെയ്, നഖം, ഇതൊക്കെ എന്താണ്? ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ. ഇതുമാണ് എന്ത്? സിംറ്റംസിൽ വരുന്നത് കേട്ടോ. അതായത് ഓക്സിജന്റെ ഡെഫിഷ്യൻസി മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ഈ എന്താണ്? നിറം മാറ്റം എന്താക്കുന്നുണ്ട്? കാണുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് മേജർ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ട്രീറ്റ്മെന്റിൽ നമുക്കറിയാം ഓഫ് കോഴ്സ് എന്തുണ്ടാവും? ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ്? പേഴ്സണൽ ഹൈജീൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് എവിടെ വരുന്നത്? ഈ ടൈഫോയിഡ്, ന്യൂമോണിയ, രണ്ട് അസുഖമാണ് ബാക്ടീരിയൽ ഡിസീസ് ഉള്ളത്. ഓക്കെ അല്ലേ? ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫൈലസ് ഇൻഫ്ലുവൻസ, അഫക്റ്റഡ് പാർട്ട് ആൽവിയോളെ, ലങ് ആൽവിയോളെ. ഓക്കെ അല്ലേ? ദെൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഡിസീസ് രണ്ടെണ്ണമാണ് NCERT ഉള്ളത്. നമ്മൾ അതർ ബാക്ടീരിയൽ ഡിസീസ് ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. പേര് മാത്രം മതി. ഡിസെൻട്രി ആയിക്കോട്ടെ, പ്ലാഗ് ആയിക്കോട്ടെ, ഡിഫ്തീരിയ ആയിക്കോട്ടെ, TB, ട്യൂബർകുലോസിസ്, കോളറ, ലെപ്രസി, കുഷ്ഠം, അല്ലെ, വൂഫിംഗ് കഫ്, ദെൻ ഗൊണേറിയ,
ഗൊണേറിയ നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും അസുഖങ്ങളൊക്കെ എന്താണ് മക്കളെ? ബാക്ടീരിയൽ ഡിസീസാ. നമ്മൾ ഈ റിവിഷൻ ടൈമിൽ എന്താക്കുന്നില്ല, ഈ അസുഖങ്ങളിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അവിടെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈഫോയിഡും ന്യൂമോണിയയും തന്നെ എന്താണ് ധാരാളമാണ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് നമ്മൾ പോവാണ്. ബാക്ടീരിയൽ കഴിഞ്ഞാൽ വൈറൽ ഡിസീസ്. ഏതാണ് വൈറൽ ഡിസീസ്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫീവർ വിത്ത് ചിൽ. യെസ് യെസ് യെസ്. ഓ, ഫീവർ വിത്ത് ചിൽ. എന്താ ഫീവർ വിത്ത് ചിൽ? വിറയലോട് കൂടിയ പനി, വിറയലോട് കൂടിയ പനി. ഓക്കെ, ന്യൂമോണിയയുടെ സിംറ്റം ആണ്. ഓക്കെ, യെസ് യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസ്. അപ്പൊ വൈറൽ ഡിസീസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. എയ്ഡ്സ് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ദെൻ കോമൺ കോൾഡ് ആണ് അവിടെ കാണുക. അപ്പൊ കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ജലദോഷം. എന്താണ് ജലദോഷം? അപ്പൊ നമുക്ക് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസീസ് ഏതാ? കോമൺ കോൾഡ്. ഡിസീസ് ഏതാ? കോമൺ കോൾഡ്. ഡിസീസ് കോമൺ കോൾഡ് ആണ്. ഡിസീസ് കോമൺ കോൾഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ടൈപ്പ് ഓഫ് പാത്തജൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പാത്തജൻ എന്താ? ടൈപ്പ് ഓഫ് പാത്തജൻ യെസ് വൈറസ് ആണ് മക്കളെ. ആരാണ്? വൈറസ് ആണ്. ചില്ലറ പട്ടയാളല്ല വൈറസ്, നിങ്ങൾക്കറിയാം. ദെൻ നെയിം ഓഫ് പാത്തജൻ, വൈറസിന്റെ പേരെന്താ? ജലദോഷം ഉണ്ടാകുന്ന വൈറസിന്റെ പേരെന്താ? ഇതാ റൈനോ വൈറസ്. അവന്റെ പേരെന്താ? നല്ല പേരൊക്കെയാ, പക്ഷേ കേറിക്കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല അല്ലെ? എന്താ? റൈനോ വൈറസ്. ദെൻ പാർട്സ് ഓർ ഏരിയ അഫക്റ്റഡ്. ജലദോഷം എവിടെയാണ് ഉണ്ടാവുന്നേ? അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ അല്ലെ? ജലദോഷം എവിടെയാ ഉണ്ടാവുക? യെസ്, നിങ്ങൾക്കറിയാം, ലങ്സിനെ അഫക്ട് ചെയ്യൂല. റെസ്പിറേറ്ററി ട്രാക്ട്. എവിടെയാ? റെസ്പിറേറ്ററി ട്രാക്ട് ഡസ് നോട്ട് അഫക്ട് അവർ ലങ്. ആൽവിയോളയിലേക്കോ ലങ്സിലേക്കോ ഒന്നും കയറൂല. വലിയ ഉപകാരം. ഓക്കെ, ബാക്കിയുള്ള റെസ്പിറേറ്ററി പാസേജിനാണ് ഇവൻ എന്താക്കുക? അഫക്ട് ചെയ്യുക. ഓക്കെ, ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ജലദോഷം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരിക? ഏറ്റവും കൂടുതൽ സ്പ്രെഡിങ് കപ്പാസിറ്റി ഉള്ള ഇവൻ എന്താണ്? ഇതാ ഈ എന്താണ്? യൂട്ടൻസിൽസ്, പാത്രം ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ്? കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്. ഈവൻ ഡോർനോവിന്റെ മുകളിൽ നിന്ന് പോലും നമുക്ക് എന്താക്കാം? ഈ ഇൻഫെക്ഷൻ വന്നേക്കാം. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ഈ രീതിയിലൊക്കെ വന്നേക്കാം. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ദെൻ മേജർ സിംറ്റംസ്. മേജർ സിംറ്റംസ് എന്തൊക്കെയാ ജലദോഷത്തിന്റെ സിംറ്റംസ് വരുന്നത്? ജലദോഷത്തിന്റെ സിംറ്റംസിൽ മെയിൻ ആയിട്ട് വരുന്നത് ചെറിയ ഫീവർ ഉണ്ടാവാം. ഓക്കെ, ദെൻ നേസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ് അല്ലെ? എന്താണ്? മൂക്കടപ്പ്, മൂക്കൊലിപ്പ് അല്ലെ? നേസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ്. റെഡി അല്ലടാ? ഹെഡേക്ക് ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ദെൻ വീക്ക്നെസ്, ക്ഷീണം. ദെൻ എന്താ ചെയ്യുക? ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ ഇവിടെയൊന്നുമില്ല. ഇപ്പൊ ഡിറ്റക്ഷന് വേറെ എവിടെയും കൊണ്ടുപോകണോ? ഓക്കെ, നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോകുന്നു വേണ്ട. ഈ ഇത്രയും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ജലദോഷം. നമ്മൾ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. ഒരു 3 to 7 days നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കോമൺ കോൾഡ് പോയിക്കോളും. ഓക്കെ, അല്ലാതെ നമ്മൾ അതിനെ എന്താക്കുക? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്താണ്? സോർ ത്രോട്ട് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. എന്താണ്? തൊണ്ടയടപ്പ്. ഓക്കെ, സോർ ത്രോട്ട്, ഇതൊക്കെ എന്താണ്? അതിന്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് ഒക്കെ നല്ലോണം പഠിച്ചോളണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാലോ എന്താണ്? ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിഞ്ഞു? കോമൺ കോൾഡ്. വേഗം പോവാണേ. ഓക്കെ, നമുക്ക് കുറെ ടോപ്പിക് ഉണ്ടല്ലോ കവർ ചെയ്യാൻ. അപ്പൊ കോമൺ കോൾഡ് കഴിഞ്ഞാൽ പിന്നെ എയ്ഡ്സ് ആണ് അവിടെ വൈറൽ ഡിസീസിൽ വരുന്നത്. എയ്ഡ്സ് നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ എന്താക്കടാ? പഠിക്കാം. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അക്വയർഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം നമുക്ക് അവിടെ എന്താക്കാം? ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ വൈറൽ ഡിസീസ് കഴിഞ്ഞാൽ അതർ വൈറൽ ഡിസീസ് ആണ്. നിങ്ങൾക്കറിയാം, ചിക്കൻ പോക്സ് ആയിക്കോട്ടെ, സ്മോൾ പോക്സ് ആയിക്കോട്ടെ, പോളിയോ, റാബീസ്, മംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുണ്ടിനീര് അല്ലെ? ദെൻ ഈ അസുഖങ്ങളൊക്കെ എന്താണടാ? വൈറൽ ഡിസീസ് കാറ്റഗറിയിൽ വരുന്ന, വൈറൽ ഡിസീസിൽ വരുന്നതാ. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ വൈറൽ ഡിസീസ് കഴിഞ്ഞു. ദെൻ പ്രോട്ടോസോവൻ ഡിസീസിലേക്കാണ്. അപ്പൊ ബാക്ടീരിയ നമ്മൾ കഴിഞ്ഞു, അതേപോലെ തന്നെ എന്താണ്? വൈറസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? പ്രോട്ടോസോയിലേക്കാണ് പോകുന്നത്. പോവല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? HIV നമ്മൾ പറയാം കേട്ടോ. എയ്ഡ്സ് മുമ്പോട്ടേക്ക് എന്താണ് ടോപ്പിക് വരുന്നുണ്ടടാ, അവിടെ പറയാം കേട്ടോ. ഓക്കെ റിൻഷ, സോർ ത്രോട്ട് ഉണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? പ്രോട്ടോസോവൻ ഡിസീസിലേക്ക് പോവാം. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരു രക്ഷയില്ലേ. മലേറിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലേ? ഓക്കെ, മലേറിയ നന്നായിട്ട് നോക്കി പഠിച്ചോളാം. ഇവിടെ ഇപ്പൊ കോമൺ ഡിസീസസിൽ ടൈഫോയിഡ്, ദെൻ ന്യൂമോണിയ, ദെൻ എന്താണ്? മലേറിയ. നന്നായിട്ട് എന്താക്കുക? പഠിച്ചോളാം. അപ്പൊ മലേറിയ നമ്മളൊന്ന് നോക്കിക്കുക. അപ്പൊ മലേറിയ ശ്രദ്ധിച്ച മക്കളെ, കോസേറ്റീവ് ഓർഗാനിസം നിങ്ങൾക്കറിയാം, പാത്തജൻ പ്രോട്ടോസോയാണ്. ഏത് പ്രോട്ടോസോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവ പ്ലാസ്മോഡിയാണ്. ആരാണ്? പ്ലാസ്മോഡിയം. നിങ്ങൾക്കറിയല്ലോ ആരാണ്? പ്ലാസ്മോഡിയത്തിന്റെ തന്നെ ഡിഫറെന്റ് സ്പീഷീസ്. പ്ലാസ്മോഡിയം ആരുണ്ട്? വൈവാക്സ് ഉണ്ട്. പിന്നെയോ പ്ലാസ്മോഡിയം
മലേറിയ ഉണ്ട്, പിന്നെയോ പ്ലാസ്മോഡിയം ഒവേലുണ്ട്, ഇതെൻസിയായിട്ടില്ല. ദെൻ പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇതിൽ തന്നെ പ്ലാസ്മോഡിയം ഫാൽസിപാരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. അവനാണ് ഏറ്റവും കൂടുതൽ മാലിഗ്നന്റ് ആയിട്ടുള്ള മലേറിയ ഉണ്ടാക്കുന്നത്. അവന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് ഡേഞ്ചർ ആണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, ദെൻ നമ്മൾ നോക്കുവാണ് മലേറിയ പ്ലാസ്മോഡിയം നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നതാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? യെസ്, ത്രൂ എ വെക്ടർ. ആരാണത്? യെസ്, ഫീമെയിൽ അനോഫിലിസ് പെൺകൊതുകുകളാ. അനോഫിലിസ് മോസ്കിറ്റോ പെൺകൊതുകുകളാ ചോരയൂറ്റി കുടിക്കുന്നത്. അതാരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നും പറഞ്ഞല്ല കേട്ടോ. പെൺകൊതുകുകളാ ചോരയൂറ്റി കുടിക്കുക. കണ്ടില്ലേ, ഇതാ പെൺകൊതുകുകളാ, മുടി ഇതാ കെട്ടിവെച്ചിക്ക. ഓക്കെ, അപ്പൊ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ് ആരെ കൊണ്ടുതരുന്നത്? പ്ലാസ്മോഡിയത്തെ. ഇത് നമ്മളിലേക്ക് എന്താക്കുന്നു? കടിക്കുന്നു. ഇനി അതിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് ഇവിടെ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് കളടാ. ഓക്കെ, എന്നിട്ട് നമുക്ക് സിംറ്റംസിലേക്ക് പോവാം കേട്ടോ. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തണേ. ഇതാ ശ്രദ്ധിച്ചോ, ലൈഫ് സൈക്കിൾ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഞാൻ ഇതുവരെ ടൈഫോയിഡിൽ പോലും ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ടൈഫോയിഡ് നോക്കണ്ടെന്നല്ല പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, ടൈഫോയിഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡൈജനറ്റിക് പാരസൈറ്റ് എന്നാ പറയാ. എന്താ മക്കളെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ദേ നീഡ് 2 host organisms to complete their life cycle. അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2 host organisത്തെ അതിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താണ്, പ്ലാസ്മോഡിയത്തിന്റെ 2 host ആണ്. ഒന്നാരാണ് മേനാണ്, മറ്റൊരാൾ ആരാണ്? യെസ്, ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. ആരാണ്? അനോഫിലിസ് മോസ്കിറ്റോ ആണ്. ലൈഫ് സൈക്കിൾ നോക്കിക്കേടാ. ഫസ്റ്റ് ഓഫ് ഓൾ, when the mosquito bites another human, sporozoids. ആരാണ് ആള്? യെസ്, sporozoids are injected with bite. എന്താ മക്കളെ സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? യെസ്, ഇവിടെ ശ്രദ്ധിച്ചോ, സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയത്തിന്റെ ഇൻഫെക്ഷ്യസ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പോറോസോയിറ്റ്. മറന്നുപോവോ? ഇല്ല, സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻഫെക്ഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം. എന്താണ് ഇൻഫെക്ഷ്യസ് ഫോം ഓഫ് പ്ലാസ്മോഡിയം? എന്താണ്? സ്പോറോസോയിറ്റ്. ഓക്കെ അല്ലേ? ദെൻ അവൻ അങ്ങ് ഇഞ്ചക്ട് ചെയ്ത് തരും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ പാരസൈറ്റ്സ്. ഇവിടെ ശ്രദ്ധിച്ചേ, പാരസൈറ്റ്സ് ഓർ സ്പോറോസോയിഡ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. ഓക്കെ, ബ്ലഡിലൂടെ അവൻ എവിടെ എത്തുന്നു? നമ്മുടെ ലിവറിലെത്തുന്നു. ലിവറിലെത്തുന്നു. ദെൻ അവിടുന്ന് നേരെ എന്താക്കുന്നു? ദ പാരസൈറ്റ് റീപ്രൊഡ്യൂസ് asexually in liver cells, bursting in cells and release into the blood. ലിവർ സെല്ല് വെച്ചിട്ട് അവൻ എന്താക്കുന്നു? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി അവന്റെ എണ്ണം കൂട്ടുന്നു. എന്നിട്ട് നമ്മളെ ലിവർ സെൽസ് എന്താക്കുന്നു? ബേസ്റ്റ് ചെയ്യുന്നു, പൊട്ടുന്നു. എന്നിട്ട് അവൻ എവിടേക്ക് വരുന്നു? ബ്ലഡിലേക്ക്. എന്നിട്ട് ബ്ലഡിൽ നിന്ന് നേരെ എന്താക്കുന്നു? RBC അങ്ങോട്ടേക്ക് കയറും. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് asexually in red blood cells, bursting the red blood cells and causing cycle of fever and other symptoms. Release parasites infect new red blood cells. ഇവിടെ ഇപ്പോ നിങ്ങൾ കണ്ടു, RBC കയറുന്നു, RBC പൊട്ടുന്ന സമയത്ത് ഒച്ചയൊന്നും ഉണ്ടാവൂല. ബട്ട് RBC പൊട്ടുന്ന സമയത്ത് മക്കളെ അവിടെ ഒരു കെമിക്കൽ അങ്ങ് റിലീസ് ചെയ്യും. എന്താ അവന്റെ പേര്? ഹീമോസോയിൻ. മറന്നുപോവാ, എന്താണ്? ഹീമോസോയിൻ. When RBC get ruptured, they release a chemical called hemozoin. ഈ ഹീമോസോയിന്റെ പ്രസൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന സമയത്താണ് മലേറിയൽ സിംറ്റംസ് കാണുന്നത്. എന്താ മലേറിയൽ സിംറ്റംസിൽ വരുന്നത്? യെസ്, സസ്റ്റെയിൻ ഹൈ ഫീവർ വിത്ത് ചിൽ. നല്ല പനിയും അതേപോലെ തന്നെ എന്താണ്? വിറയലുണ്ടാവും. അത് ബേണിംഗ് സെൻസേഷൻ എന്നാ പറയുന്നത് ചെയ്യുക. എന്താണ്? ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ബേണിംഗ് സെൻസേഷൻ. ദെൻ ഫീവർ റിക്കവർ ചെയ്യും. ഒരു 3 to 4 days എന്താക്കാൻ നടക്കേണ്ടത്? റിക്കവർ ചെയ്യാം. അതായത് പനി അങ്ങ് കുറഞ്ഞു എന്നാ മാറൂല, പിന്നെയും വരും. ഒരു 24 to 48 hours അല്ലെങ്കിൽ 72 hours വെച്ചിട്ട് എന്താക്കുക? റിക്കവർ ചെയ്യുക ഫീവർ. അത്തരം ഫീവർ ആണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതാ.
ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നു. അപ്പൊ ഹീമോസോയിൻ ആണ് ഈ സിംറ്റംസിന് എന്താക്കുന്ന കാരണം. ഹെഡ് ഏക്ക് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. കുറെ കാലം മുമ്പൊക്കെ മലേറിയ വളരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അസുഖം. ആ പോട്ടെ, അതെല്ലാം നമ്മൾ വിട്ടേക്കാണ്. ദെൻ അവിടെ എന്താക്കും മക്കളെ, ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. ഇതാ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു. മെയിലും അതേമാതിരി തന്നെ എന്താണ് ഫീമെയിൽ ഗമേറ്റും മെയിൽ ഗമേറ്റും ഫോം ചെയ്യുന്നു. ഇത്രേ ഇവന്റ് ആരിൽ നടന്നതാ മക്കളെ? യെസ്, ഹ്യൂമൻ ബീയിങ്സിൽ നടന്നതാണ്. ദെൻ ഈ ഇൻഫെക്റ്റഡ്, അതായത് ഈ ഗമേറ്റ്സ് ഉള്ള ആളെ മറ്റൊരു മോസ്കിറ്റോ എന്താക്കുന്നു? കടിക്കുന്നു. ദെൻ ദേ ടേക്ക് ദിസ് ഗമേറ്റ്സ് ആസ് ബ്ലഡ് മീൽ ആയിട്ട് എന്താക്കുന്നു? നേരെ എടുക്കുന്നു. ദെൻ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ മോസ്കിറ്റോസ് ഗട്ട്. ഓക്കെ, ഫെർട്ടിലൈസേഷനും ഡെവലപ്മെന്റും എവിടെ നടക്കുന്നു? മോസ്കിറ്റോന്റെ ഗട്ടിൽ വെച്ച് നടക്കുന്നു. ദാൻ ഇട്ട് നേരെ എവിടേക്ക് പോകുന്നു? മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് സ്പോറോസോയിഡ്സ് ആയിട്ട് എന്താക്കുന്നു മക്കളെ? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ ഇവൻ പോയിട്ട് മറ്റൊരാളെ കടിക്കുന്നു. വീണ്ടും ഇതേ ഇവന്റ് എന്താക്കുന്നു? സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ബട്ട് ഇടയിൽ വെച്ച് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഇതാ റെമഡി. അടിക്കുന്നില്ല. ഓക്കെ, എന്താക്കുന്നു? ആ മോസ്കിറ്റോ ഇറാഡിക്കേഷൻ. എന്താണ് മോസ്കിറ്റോ ഇറാഡിക്കേഷൻ? മോസ്കിറ്റോ ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോനെ സമ്മതിക്കരുത്. എന്താക്കി കളയാ? കൊന്നു കളയാ. ഓക്കെ, അതോടുകൂടി എന്താക്കി? അതിന്റെ ലൈഫ് സൈക്കിൾ എന്താക്കി? കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് മക്കളെ എന്തിൽ വരുന്നത്? മലേറിയയിലെ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ വരുന്നത്. ഈസി അല്ലടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. ഓക്കെ മക്കളെ, റെഡി, സെറ്റ് ആണ്, ഫുൾ എനർജി ആയിട്ട് ഇരിക്കുക. അപ്പൊ മലേറിയ നമ്മൾ എന്താക്കിയടാ? ക്ലിയർ ചെയ്തു. ഓക്കെ, മലേറിയ ക്ലിയർ ചെയ്തു. ഇത്രയും നോക്കണേ. അതായത് ഒന്ന് പാത്തോജൻസ്, പേര് പ്ലാസ്മോഡിയത്തിന്റെ മാലിഗ്നന്റ് ആയിട്ടുണ്ടാകുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ദെൻ നമ്മൾ സിംറ്റംസ് പറഞ്ഞു. ദെൻ ലൈഫ് സൈക്കിൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് നന്നായിട്ട് നിങ്ങൾ എന്താക്കണടാ? നോക്കണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പ്രോട്ടോസോൺ ഡിസീസ് നോക്കാം. അമീബിയാസിസ് ആണ് നെക്സ്റ്റ് വരുന്ന. ഏതാണ്? അമീബിയാസിസ് ആണ്, അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഓക്കെ, അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ആരാ ഉണ്ടാക്കുന്നത്? യെസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ആരാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞൊരു പ്രോട്ടോസോയ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എങ്ങനെയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക നമ്മളിലേക്ക് എത്തുന്നത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, യെസ്, ത്രൂ contaminated food and water. Of course, then housefly also act as a mechanical carrier. അതായത് ഈ നമ്മുടെ ഈച്ചയുള്ള സ്ഥലം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലേ? അപ്പൊ ഈച്ചയ്ക്കും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈച്ച എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറന്നെടുക്കുക, പല സംഗതികളുടെ മുകളിൽ പോയി ഇരിക്കുകയെല്ലാം ചെയ്യും. നിങ്ങൾക്കറിയാം. ഓക്കെ, ബട്ടർഫ്ലൈസിന് പൂമ്പൊടി, പോളൻ ഗ്രെയിൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈച്ചയ്ക്ക് വേറെ പലതും ഇഷ്ടമാണ്. ഓക്കെ, അവിടെയൊക്കെ പോയി ഇരുന്നിട്ട് എന്താക്കുക? നമ്മളെ ഫുഡിന്റെ അടുത്തൊക്കെ വന്നിട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ നേരെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ആദ്യം ഫുഡിലേക്കും പിന്നീട് നമ്മുടെ വയറ്റിലേക്കും പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അസുഖമാണ് ഇത് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ്. ക്ലിയർ അല്ലേ? രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടോ ക്ലാസ് കണ്ടിട്ട്? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞാൽ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല അല്ലേ? നമ്മൾ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല, നമ്മൾ കഴിച്ചോളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഇതാ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എങ്ങനെയാ നമ്മൾ ഉള്ളിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ദെൻ സിംറ്റംസാ. ഓഫ് കോഴ്സ് നമ്മൾ എവിടെയാ ബാധിക്കുന്നത്? ഇൻഫെക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം, നമ്മളെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് എന്താക്കുക? ഇൻഫെക്ട് ചെയ്യുക. ദെൻ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ യെസ്, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ദെൻ ക്രാംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയില്ലടാ, പേശി വലിവ്, കോച്ചിപ്പിടുത്തം. ഓക്കെ, ക്രാംസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഫീക്കൽ മാറ്റർ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ഓക്കെ, ഫീക്കൽ മാറ്ററിൽ മ്യൂക്കസും അതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ വന്നേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അവിടെ എന്ത് വരുന്നത്? അമീബിയാസിസ് വരുന്നത്. ഓക്കെ, വിട്ടേക്കാണ്. റെമഡി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്? പേഴ്സണൽ ഹൈജീൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ വിട്ടേക്കാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹെൽമിൻ ഡിസീസസ് ആ മക്കളെ. ഏതാണ്? ഹെൽമിൻ ഡിസീസസ്. നോക്കിക്കേ, ഹെൽമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലയിനം വിരകൾ. ഏതാണ്? വിരകൾ. അപ്പൊ അതിൽ നമുക്ക് നോക്കാനുള്ളത് അസ്കാരിയാസിസ്. ആരാണ്? അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത് ആരാണ്? ആ പേര് തന്നെ ഉണ്ടല്ലോടാ. അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത് ആരാണ്? യെസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ആരാണ്? അസ്കാരിസ് ആണ്. ദെൻ നമുക്കറിയാം ഹെൽമിന്താണ് ഉണ്ടാക്കുന്നത് ആരാണ്? അസ്കാരിസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അസ്കാരിസ് എത്തുന്നത് വേറെ ഒന്നുമല്ല, ഇതിന്റെ എക്സ് ലാർവേ ഉള്ള ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഓക്കെ, ദെൻ വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തും.
ഇവൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തും. എന്നിട്ട് ഇവൻ എന്താ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താ? ഇവൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയ എന്താ, കുറെ നമ്മുടെ ഉള്ളിൽ പല മെമ്പേഴ്സും ഇല്ലേ അല്ലേ, അവൻ അവിടെ ജീവിച്ചു പോവോ? ഇല്ല, എവൻ പ്രശ്നം ഉണ്ടാക്കും. എവൻ എന്താ പ്രശ്നം ഉണ്ടാക്കുക? യെസ്, ഇറ്റ് കോസ് ഇന്റേണൽ ബ്ലീഡിങ്. ആരും മക്കളെ ഇതിനെ നമ്മളെ ഉള്ളിൽ നിൽക്കാൻ അനുവദിക്കരുത്, പാവല്ലേ എന്ന് വിചാരിച്ച് എന്താണ് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ്. ഇവൻ നമ്മുടെ കുടലിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇൻഡസ്റ്റൈനിലൊക്കെ പോയിട്ട് ബ്ലോക്കേജ് ഉണ്ടാക്കും. ഓക്കെ, ഫുഡ് ഐറ്റംസ് ഒന്നും പ്രോപ്പറായിട്ട് എന്താക്കില്ല, പ്രോപ്പറായിട്ട് മൂവ് ചെയ്യൂല. അപ്പൊ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാക്കും, ഇൻഡസ്റ്റൈനൽ ബ്ലോക്കേജ് ഉണ്ടാക്കും. ദെൻ അനീമിയ. ഓഫ് കോഴ്സ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് കിട്ടുമോ? അവനും കൂടി ഒരു പങ്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ് അനീമിയ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്താകും, ആരുണ്ടാക്കും? ഈ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, അസ്കാരിയാസിസ്. ഓക്കെ, നമ്മള് എൻഡ്രോവൈസിന്റെ ഒക്കെ ശല്യം പറയുന്നില്ലടാ. ഓക്കെ, വിരശല്യം. അപ്പൊ അതേപോലെ തന്നെ ഉള്ളതാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി എന്താണ് സിവിയർ ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഉണ്ടാക്കുന്ന അസ്കാരിയാസിസ്. ദെൻ സിംറ്റംസ് നമ്മൾ പറഞ്ഞു. റെമഡിയിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിയോം നമുക്ക് എന്താണ് മെഡിസിൻ ഒക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ എന്താണ് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ അതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പോകുന്നില്ലേ. അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. ദെൻ എന്താണ് നമ്മളെ സിംറ്റംസ്, ഇതും നോക്കി വെച്ചേക്കാം. ദെൻ ഫൈലേറിയാസിസ് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ എന്താക്കണടാ നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. എന്താ മക്കളെ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മന്ത്. എന്താണ് മന്ത്? ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? ഹെൽമിന്താണ്. ചില വിരകളാണ്. ഏത് വിരകളാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആരാണ് ഉണ്ടാക്കുന്നത്? യെസ്, വുച്ചിറേറിയ. ആരാണ്? വുച്ചിറേറിയ ബാൻക്രോഫ്റ്റി, അതേപോലെ തന്നെ വുച്ചിറേറിയ മലായി. വുച്ചിറേറിയ ബാങ്ക്രോഫ്റ്റി, വുച്ചിറേറിയ മലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെൽമിന്ത് വിരകളാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവൻ എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു? മോഡ് ഓഫ് സ്പ്രെഡ് അറിയണ്ടേ? ഇതാ വീണ്ടും ഒരു ഫീമെയില്. ആരാ വരുന്നത്? ഇതാ വീണ്ടും ഒരു ഫീമെയില്. ഏത് ഫീമെയിലാ? കമന്റ് ചെയ്യടാ. ഏത് ഫീമെയിലാ? ആരും മിണ്ടുന്നില്ല. നസ്രിൻ, റിൻഷ, ഇനി മെയിലാക്കണോ? യെസ്, വന്നു. ഫീമെയിൽ ക്യുലക്സ് മോസ്കിറ്റോ. ആരാ? ഫീമെയിൽ ക്യുലക്സ് മോസ്കിറ്റോ. ഈ വുച്ചിറേറിയ ബാങ്ക്രോഫ്റ്റിയുടെ എക്സുവേറ്റ് ഇവൻ പറന്നു വരുന്നു, നമ്മളെ കടിക്കുന്നു. ഇതാ വീണ്ടും നമ്മൾ പ്ലാസ്മോഡിയത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഡൈജനറ്റിക്ക നമ്മളെ കടിക്കുന്നു. ഇവൻ നേരെ എന്താക്കുന്നു? നമ്മളെ ബ്ലഡിലേക്ക് എത്തുന്നു. ഇവൻ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന പണി എന്താ? ചുമ്മാ അവിടെ കിടക്കുകയാണോ? ഇല്ല, നമ്മളെ ലിംസിൽ കാലിന്റെ ഒക്കെ ലിംഫാറ്റിക് വെസലിൽ പോയിട്ട് ഇവൻ ഇങ്ങനെ സ്ലോലി എന്താക്കും? ഇവൻ ഗ്രോ ചെയ്ത് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലിംഫാറ്റിക് വെസലിൽ വെച്ചിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ലിംഫിന്റെ ഫ്ലോൻ എന്തുണ്ടാക്കും മക്കളെ? ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കും. ലിംഫിന്റെ ഫ്ലോൻ എന്തുണ്ടാക്കും? ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോ സിവിയർ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ വുച്ചിറേറിയാസിസ് എന്നൊക്കെ പറയും. വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളെ കാല്, അതേപോലെ തന്നെ കാലായിട്ട് ആനക്കാൽ, എലിഫന്റിയാസിസ് അല്ലെ, വല്ലാത്തൊരു അസുഖം. അപ്പൊ എന്താ? സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഉണ്ടാവുക. ഓക്കെ, അതേമാതിരി ലോവർ ലിംസിൽ ഉണ്ടാവും. ദെൻ എന്താണ്? ജെനൈറ്റൽ പാർട്സിലൊക്കെ ഈ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ പുതിയ മന്ദരോഗികളെ ഒന്നും എന്താക്കുന്നില്ല, എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇതിന്റെ റെമഡി എന്താണ് മക്കളെ? മോസ്കിറ്റോ ഇറാഡിക്കേഷൻ തന്നെയാണ്. എന്താണ്? മോസ്കിറ്റോ ഇറാഡിക്കേഷൻ. നമ്മൾ എവിടേക്കാണ്? ദെൻ നെക്സ്റ്റ് ഫംഗൽ ഡിസീസിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. എവിടെയാണ്? ഫംഗൽ ഡിസീസ്. ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, പലവിധ അസുഖങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് ഫംഗസ് ഉണ്ടാക്കുന്ന. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഏതാടാ? ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖം മക്കളെ. യെസ്, പറഞ്ഞേ. ഫംഗസ് ഉണ്ടാക്കുന്നത് നമുക്ക് റിംഗ് വേം, വട്ടച്ചുറി. ഒരുവിധ ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ, വട്ടച്ചുറി, റിംഗ് വേം. ഡിസീസ് ഏതാ? റിംഗ് വേം. പാത്തജനാര? ഫംഗസ്. ദെൻ ഏതെല്ലാം ജീനസ് പെട്ട ഫംഗസ് മക്കളെ? ഇതിന്റെ മൂന്നിന്റെയും പേര് അങ്ങോട്ട് പഠിച്ചേ. ഇതിന്റെ മൂന്നിന്റെയും പേര് അങ്ങോട്ട് പഠിച്ചേ. വെറുതെ പറയല്ലേ, വെറുതെ തള്ളല്ലേ. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെമോഫൈറ്റൻ. അപ്പൊ റിംഗ് വേം ഉണ്ടാക്കുന്ന മൈക്രോസ്പോർ ആയിക്കോട്ടെ, ട്രൈക്കോഫൈറ്റൻ ആയിക്കോട്ടെ, എപ്പിഡെമോഫൈറ്റൻ ആയിക്കോട്ടെ, ഈ ഫംഗസുകൾ നമ്മളിലേക്ക് എങ്ങനെയാ എത്തുന്നത്? എങ്ങനെയൊക്കെ എത്തും? യെസ്, മെയിൻലി ത്രൂ കോണ്ടാക്ടിലൂടെ വരാം. കോണ്ടാക്ട് മീൻസ് അല്ലെങ്കിൽ സോയിലൂടെ വരാം.
പിന്നെ അല്ലെങ്കിൽ എന്താണ് കോമ്പ് ഇല്ലടാ ഒന്ന് ചീർപ്പ് തരുമെന്ന് ചോദിച്ച് അല്ലെ കോമ്പ് തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല. ഇനി റിംഗ് വേം ഉള്ള ആളാണെങ്കിൽ അങ്ങനെ വരാം. ഓക്കെ, ദെൻ ടവൽസ്. ഓക്കെ, ടവൽസ് ഈ റിംഗ് വേം വട്ടച്ചോറുള്ള ഒരാൾ യൂസ് ചെയ്തെന്താണ് ടവൽസ് യൂസ് ചെയ്യുക. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മളിലേക്ക് എന്താക്കാൻ വരാം. ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എവിടെയാന്ന് പറഞ്ഞാലടാ ഇതിന്റെ സിംറ്റംസ്, റിംഗ് വേമിന്റെ സിംറ്റംസ് നിങ്ങൾക്കറിയാം. ഡ്രൈ സ്കാലി ലെഷൻസ് അപ്പിയേഴ്സ് ഓൺ സ്കിൻ. ഓക്കെ, വട്ടത്തിലുള്ള തിണർപ്പുകൾ പ്രത്യക്ഷപ്പെടുക ആൻഡ് ഇന്റൻസ് ഇച്ചിങ്. ഓക്കെ, ചൊറിച്ചിലുണ്ടാവുക. ചില ആൾക്കാർക്ക് ചൊറിയാൻ വലിയ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്താക്കുക ചൊറിച്ചിലുണ്ടാക്കുക. ഇതാണ് എന്ത് റിംഗ് വേമിന്റെ ലക്ഷണം മക്കളെ. ഓക്കെ, എവിടെയൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ പല റീജിയൻസിൽ ഉണ്ടാവും. ദെൻ എന്താണ് സ്കാൽപ്പിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ഗ്രോയിൻ റീജിയനിൽ ഉണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവന് നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചറും അതേമാതിരി തന്നെ മോയ്സ്ചറും വളരെ ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇങ്ങനെ വളർന്നു. അപ്പൊ എന്താണ് റെമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഫംഗസിനെ, മൈക്രോസ്പോറത്തെ, ട്രൈക്കോഫൈറ്റിനെ, എപ്പിഡെർമോഫൈറ്റിനെയൊക്കെ യെസ് ആന്റി ഫംഗൽ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആന്റി ഫംഗൽ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താണ് കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മളെ ഇന്നർവിയേഴ്സ് ഒക്കെ നന്നായിട്ട് എന്താക്കുക ഡ്രൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഫംഗൽ ഡിസീസ് അതിലൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കില്ല, ചോദിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാ ഈ 3 പേര് മക്കളെ മോഡ് ഓഫ് സ്പ്രെഡ്. ഓക്കെ, ബിറ്റ്വീൻ ടോസ് വിരലുകൾക്കിടയിൽ സ്കാൽപ്പിൽ ഇവിടേക്കാണ് എന്താക്കുന്നത് വരുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കോമൺ ഡിസീസസ് നമ്മൾ എന്താക്കുന്നു കഴിയും. ദെൻ അവിടെ ഒരു പാരഗ്രാഫ്, ഒരു ജനറൽ ടോപ്പിക് ആണത്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ടോപ്പിക് കാണാം. ഇല്ലടാ, കാണുന്നില്ലടാ? NCERT മക്കളെ തുറന്നു വെച്ചിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? യെസ്. ഓക്കെ, ഇന്റൻസ് ഇച്ചിങ്, നല്ല ചൊറിച്ചില. ഓക്കെ ജാഫർ. ഓക്കെ, യെസ് റിംഗ് വേം. യെസ്, അപ്പൊ ശ്രദ്ധിച്ചോ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഹൈജീനും പബ്ലിക് ഹൈജീനും അത് ഞാൻ പറഞ്ഞു മക്കളെ ജനറൽ ടോപ്പിക്കാണ്. പേഴ്സണൽ ഹൈജീനിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധിക്കണടാ. നമ്മളെപ്പോഴും പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിചാരം എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ടേക്ക് ബാത്ത് ട്വൈസ് അല്ലേ, നമ്മൾ എന്താ 2 തവണ കുളിക്കുക. ഇത് മാത്രമാണോ? അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുഡ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നതും എവിടെ തന്നെ വരുന്നതാ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്, ഉറപ്പാണത്. ഓക്കെ, ദെൻ പബ്ലിക് ഹൈജീനിൽ എന്തൊക്കെയാ മക്കളെ വരിക? പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ. എടാ ഇവിടെ ഇപ്പം വെക്ടേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ഇപ്പൊ ഹൗസ് ഫ്ലൈ ആയിക്കോട്ടെ, അതേമാതിരി തന്നെ മോസ്കിറ്റോസ് ആയിക്കോട്ടെ, ദെൻ എന്താണ് ലെപ്റ്റോസ്പൈറോസിന്റെ റേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ പെരുകാനുള്ള കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന. അതെന്തുകൊണ്ടാ? നമ്മൾ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസൽ നടത്തൂല. ഓക്കെ, നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ എന്താക്കും, നമ്മളെ പറമ്പൊന്ന് ഒഴിവാക്കും, തൊട്ടടുത്തുണ്ട് പറമ്പിൽ ഇട്ട് കൊടുക്കും. എനിക്കത് അറിഞ്ഞൂടാല്ലോ. ഓക്കെ, അവന് അല്ലെങ്കിൽ എന്താണ് വെക്ടേഴ്സിന് അത് അറിഞ്ഞൂടാല്ലോ, നമ്മളിലേക്ക് എത്തും. അപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങൾ സുഖമായിട്ട് എന്താക്കിക്കോളും, എഴുതിക്കോളും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്താണ്, പബ്ലിക് ഹൈജീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ വിട്ടേക്കാണ്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു, കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. റെഡി അല്ലടാ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ? അപ്പൊ റെഡി? അപ്പൊ നമ്മൾ നോക്കുവാണ്, ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ശ്രദ്ധിച്ചോ, ഇതാ കഴിഞ്ഞ വർഷം മാർച്ചിൽ, അതായത് ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ദി കറക്റ്റ് പെയർ ഓഫ് ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തജൻ. ഫൈലേറിയാസിസ് റൈനോ വൈറസ് ആണോ? അല്ല, ഫൈലേറിയാസിസ് വിച്ചുറേറിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതെന്താണ് മക്കളെ? തെറ്റാണ്. അപ്പൊ ടൈഫോയിഡ് സ്ട്രെപ്റ്റോകോക്കസ്, അയ്യയ്യേ, ടൈഫോയിഡ് സാൽമണല്ല ടൈഫിയ, നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, അതും തെറ്റാണ്. മലേറിയ പ്ലാസ്മോഡിയം ശരിയാണോ? മലേറിയ പ്ലാസ്മോഡിയം ശരിയാണ് അല്ലേ? ഏത് വേണമെങ്കിലും നമ്മൾ വരും. പ്ലാസ്മോഡിയം വൈവാക്സ് വേണോ, പ്ലാസ്മോഡിയോ മലേറിയ വേണോ, പ്ലാസ്മോഡിയോ ഒവേൽ വേണോ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം വേണോ, ഏത് വേണമെങ്കിലും വരും. അത് ശരിയാണ്. അസ്കാരിയാസിസ് എൻഡമീബിയ ആണോ? അല്ല, അസ്കാരിയാസിസ് ഉണ്ടാകുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്, നമുക്കറിയാം. അപ്പൊ ഏതാണ് മക്കളെ? ഇതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങോട്ട് എഴുതി വെക്കുന്നു, 1 മാർക്ക് അങ്ങോട്ട് പോരുന്നു. ഓക്കെ അല്ലേ? നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ, 2 മാർക്ക്. ഓക്കെ, 2022 ചോദിച്ചാണ്, എനിക്കൊന്ന് ക്വാർട്ടർലി എക്സാമിന് ചോദിച്ചാണ്. അപ്പൊ ശ്രദ്ധിച്ചോ, എന്താ ചോദിച്ചേ? 2 മാർക്കിന്. എന്ത് എളുപ്പമാടാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ മക്കളെ, ഈ ടോപ്പിക് ഒന്ന് കൂടുതലായിട്ടും കാണുക. ഓക്കെ, നോക്കിക്കേ, നമ്മളൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഡിസീസ് ഉണ്ട്, കോസേറ്റീവ് ഓർഗാൻസ് ഉണ്ട്, ടൈപ്പ് ഓഫ് പാത്തജൻ ഉണ്ട്. ഇവിടെ ടൈഫോയിഡ് 1 2 3 ഇങ്ങനെ ഇട്ടേക്കാം അല്ലെ? അപ്പൊ നേരെ ശ്രദ്ധിച്ചോ, ടൈഫോയിഡ് സാൽമണല്ല ടൈഫി 1. ദെൻ എന്താ സാധനം? സാൽമണല്ല ടൈഫി ബാക്ടീരിയ ആണ് 1. അപ്പൊ ടൈഫോയിഡ് സാൽമണല്ല ടൈഫി ബാക്ടീരിയ. മലേറിയ 2, പ്ലാസ്മോഡിയം. റെഡി അല്ലേ? മലേറിയ ആരാത്? പ്രോട്ടോസോവ 2.
ഓക്കെ, അപ്പൊ മലേറിയ, പ്ലാസ്മോഡിയം, പ്രോട്ടോസോവ, റിംഗ് വേം, 3 മൈക്രോസ്പോറം, then ഫംഗസ്. ഓക്കെ, റിംഗ് വേം, മൈക്രോസ്പോറം, ഫംഗസ്. ഓക്കെ, 3 കിട്ടി. അപ്പൊ എത്ര മാർക്ക് നമുക്ക് കിട്ടി? 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇതൊക്കെയാ ക്വസ്റ്റ്യൻ. കണ്ട കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടോ മക്കളെ? ഇല്ലടാ, കൂടുന്നില്ലടാ, ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചോ. Then next, which is a causative organism for malaria disease? Name the 2 hosts required for the malarial parasites to complete its life cycle. നോക്കിക്കേ, 2021 വന്നാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ മക്കളെ. വിച്ച് ഈസ് ദി കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മലേറിയ ഡിസീസ്? നമ്മൾ പ്ലാസ്മോഡിയം എഴുതും. ഏതാ? പ്ലാസ്മോഡിയം. ഓക്കെ, പ്ലാസ്മോഡിയത്തിന്റെ ഏത് സ്പീഷീസ് വേണമെങ്കിലും കിട്ടി 1 മാർക്ക്. നെയിം ദ 2 hosts required for the malarial parasite to complete its life cycle. ആരൊക്കെയാ? മാൻ വരും, then ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ നേടിക്കഴിഞ്ഞാൽ കിട്ടി. 1 മാർക്ക്, 2 മാർക്ക് കംപ്ലീറ്റ് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? then ലിസ്റ്റ്. യെസ്, ശ്രദ്ധിച്ചോ. ഓക്കെ, യെസ്, അവ ശ്രദ്ധിച്ചോ. ലിസ്റ്റ് ഓഫ് സം ഡിസീസസ് കോമൺലി ഒക്കറിംഗ് ഇൻ മാൻ ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ബേസ്ഡ് ഓൺ കോസേറ്റീവ് ഓർഗാനിസം ഇൻ ദി ടേബിൾ. മലേറിയ, കോമൺ കോൾഡ്, ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ന്യൂമോണിയ, റിംഗ് വോം, അമീബിയാസിസ്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? നോക്കിക്കേ, ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാ മക്കളെ ഇതിൻ്റെ അകത്തുള്ളത്? നോക്കി, എങ്ങെടുത്തോ, ആ ടേബിളിലേക്ക് ഇങ്ങെടുത്തോ. ഏതൊക്കെയാ ബാക്ടീരിയ ഉള്ളത്? ടൈഫോയിഡ്. പിന്നെ ഏതാ വരുന്നത്? അസ്കാരിയാസിസ് എടുക്കണോ? വേണ്ട, ഇതാ പിടിച്ചോ, ന്യൂമോണിയ എടുത്തു. ഓക്കെ, അപ്പൊ ടൈഫോയിഡ് പോയി, ന്യൂമോണിയ പോയി. ദെൻ ഫംഗസ്, റിംഗ് വേം എടുത്തു. നോക്കിക്കേ, ആരാ ഫസ്റ്റ് ചെയ്യാൻ നോക്ക? റിംഗ് വേം എടുത്തു. ദെൻ വൈറസിന് കോമൺ കോൾഡ് എടുത്തു. ഓക്കെ, കോമൺ കോൾഡ് എടുത്തു. പ്രോട്ടോസോവൻ ഏതെടുത്തുടാ? യെസ്, മലേറിയ എടുത്തു. അതേപോലെ തന്നെ എന്താണ്? അമീബിയാസിസ്, അതും എടുത്തു. മലേറിയ എടുത്തു, അമീബിയാസിസ്. കിട്ടിയില്ല മക്കളെ? 2 മാർക്ക്. കണ്ടോ, മാർക്ക് കിട്ടുന്നുണ്ടോ? 2 മാർക്ക് കിട്ടിയില്ലേ? ഓക്കെ, then ഓക്കെ, യെസ്. then next, നോക്കിക്കേ, ഐഡന്റിഫൈ ദ ഡിസീസ് ഷോൺ ഇൻ ദി ഫോളോയിങ് ഫിഗർ ആൻഡ് റൈറ്റ് ദി കോസേറ്റീവ് ഓർഗാനിസം ഓഫ് ദി ഡിസീസ്. നോക്കിക്കടാ, വല്ലാത്തൊരു അവസ്ഥയില്ല മക്കളെ. ഇതേതാ അസുഖം? നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. ഏതാത്? യെസ്, ഇതാണ് ഫൈലേറിയാസിസ്. ഓക്കെ, ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. ഓക്കെ, ദെൻ അത് മാത്രം എഴുതിയാൽ മതിയോ? റൈറ്റ് ദി കോസേറ്റീവ് ഓർഗാനിസം ഓഫ് ദി ഡിസീസ്. ആരാണ് കോസേറ്റീവ് ഓർഗാനിസം? വുച്ചിറേറിയ. എടാ, കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ക്യൂലസ് മോസ്കിറ്റോ എന്നിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന പണിയാ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ആപ്പോ ചാടി കയറി ക്യൂലസ് മോസ്കിറ്റോ എന്ന് എഴുതി. അത് വെക്ടറാണത്. ഓക്കെ, അത് വെക്ടറാണത്. അപ്പൊ എന്താണ്? വുച്ചിറേറിയ, ബാങ്ക്രോഫ്റ്റി, വുച്ചിറേറിയ, മലയിൽ എഴുതിയാ കിട്ടി മക്കളെ മാർക്ക്. ഓക്കെ, 1 മാർക്ക് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഫൈലേറിയാസിസ്, ദെൻ എന്താണ്? കോസേറ്റീവ് ഓർഗാനിസം. അതുകൂടി അങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഒരു സംശയമില്ലല്ലോടാ. ഡിസീസ് എന്തേ സംശയം ഉണ്ടോ മക്കളെ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? ഇല്ലല്ലോ. സെറ്റല്ലേ? ഓക്കെ, ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എന്താക്കുക പോവാണ്? ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? ഇമ്മ്യൂണിറ്റി. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇമ്മ്യൂണിറ്റി എന്താ? ഓവറോൾ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസംസ് ടു റെസിസ്റ്റ് പാത്തജൻ. ഓവറോൾ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസംസ് ടു റെസിസ്റ്റ് പാത്തജൻ ഇസ് ടേംഡ് ആസ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അതായത് ഒരു ജീവിക്ക് രോഗകാരികളെ ചെറുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഇമ്മ്യൂണോളജി. ഫാദർ ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഇമ്മ്യൂണിറ്റീനെ നമുക്ക് 2 ആക്കി തിരിക്കാം. എന്നിട്ട് ക്യാപ്സ്യൂൾ ഫോമിലേക്ക് ആക്കി അങ്ങ് തരിക ഇമ്മ്യൂണിറ്റി. ഓക്കെ, ബിക്കോസ് നമ്മൾ എക്സാമിങ് എത്തില്ല മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, അപ്പൊ NCERT മൊത്തം ടോപ്പിക്കിനെ നമ്മൾ എന്താക്കുക? ഒരു ചെറിയൊരു എന്താണ് ക്യാപ്സ്യൂൾ ഫോമിലേക്ക് ആക്കിയിട്ട് നമ്മൾ അങ്ങ് തരും. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എക്സാമിന്റെ തലേന്നുള്ള പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ എന്താക്കും? റിസൾട്ടിന് എന്താക്കും? ഇൻഫ്ലുവൻസ് ചെയ്യും. നല്ല രീതിയിൽ എന്താക്കുക? നിങ്ങൾ എന്താക്കുക? പഠിക്കുക. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ബാക്കി കളിയും തമാശ എല്ലാം വേണം. എന്നിരുന്നാലും നമ്മൾ എന്താക്കുക? ക്ലാസ് നന്നായിട്ട് എന്താക്കുക? ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചോ. ഇമ്മ്യൂണിറ്റി നമുക്ക് ഈ ഇമ്മ്യൂണിറ്റിനെ 2 ആക്കി തിരിക്കാം. ഓക്കെ, വി ക്യാൻ ക്ലാസിഫൈ ഇമ്മ്യൂണിറ്റി ഇൻടു 2. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും കൂടി മക്കളെ നിങ്ങളോട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെയും എന്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതി കൊടുക്കണം. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി it is
അക്വയർഡ് ബൈ ബർത്ത് ഒരാൾ ജനിക്കുമ്പോഴേയുള്ള ഇമ്മ്യൂണിറ്റി. ഓക്കെ, അക്വയർഡ് ബൈ ബർത്ത് കമ്പാരിറ്റീവ്ലി കുറവൊക്കെ ആയിരിക്കും, എന്നാലും എന്താണ് ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ആരെയും ജനിക്കുന്നുണ്ടോ? ഇല്ല. അക്വയർഡ് ബൈ ബർത്ത്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ബൈ ബർത്ത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ സ്പെസിഫിക്. എന്താണ് നോൺ സ്പെസിഫിക്? എന്താ മക്കളെ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ? യെസ്, വിത്തൗട്ട് കൺസിഡറിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാത്തോജൻ. ഓക്കെ, എല്ലാത്തിനെയും ഒരേപോലെ. ഓക്കെ, നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ്. ദെൻ തേർഡ് വൺ, യെസ്, it is purely based on some barriers. അതായത് barriers which helps to prevent the entry of pathogens into our body. ഓക്കെ, തടസ്സം സൃഷ്ടിക്കുക, ഇതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്വയർഡ് ബൈ ബർത്ത്, നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം ബാരിയേഴ്സ്. റെഡി അല്ലേ? എന്നാൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കിയേ. അക്വയർഡ് ഇമ്മ്യൂണിറ്റി മക്കളെ, ഇതാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കിയേ. അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ജാഫർ. ഓക്കെ, അതാരടാ കാക്കാശിയോ? ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ വെക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡ്യൂറിങ് ലൈഫ് ടൈം. ഓക്കെ, പോകെ സിമ്പിൾ എക്സാമ്പിൾ ആണെടാ. ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ് നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു LP സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സിൽ അധികം എന്താക്കുക, കുറച്ച് എന്തായാലും ഒരു 10 കുട്ടികളുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ലീവിന്റെ എണ്ണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അതിപ്പോഴും ചില സമയത്ത് അങ്ങനെ തന്നെയായിരിക്കും, അത് കള്ളപ്പനിയാണ്. അല്ലാണ്ട് ആ LP സ്റ്റാൻഡേർഡിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളിൽ എന്തുണ്ടാക്കുക, പനി, ഫീവർ ഉണ്ടാവുക. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? അല്ല. നമ്മൾ പോകെ പാത്തോജൻസുമായിട്ട് പരിചയിച്ചു ഇല്ലേ? നമ്മൾ ഡ്യൂറിങ് ലൈഫ് ടൈമിൽ നമ്മൾ എന്ത് അക്വയർ ചെയ്തു? നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താക്കി അക്വയർ ചെയ്തു, ഡെവലപ്പ് ചെയ്ത് വന്നു. ഓക്കെ, ആ ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് ഇത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? ഓക്കെ, ദെൻ ഡ്യൂറിങ് ലൈഫ് ടൈം ആണ്. ദെൻ എന്താണ്? ഇറ്റ് ഈസ് സ്പെസിഫിക് ടൈപ്പ്. എന്താ മക്കളെ സ്പെസിഫിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ബൈ കൺസിഡറിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാത്തോജൻ. നമ്മൾ നേരത്തെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എല്ലാത്തിനെയും ഒരേപോലെ, പന്തിയിൽ പക്ഷാഭേദം ഇല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനെയും ഒരേപോലെയായിരുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? അല്ല. ആരാണോ വരുന്നത്, ഓക്കെ, ആ പാത്തോജൻസിന് എതിരെ ഉള്ള എന്തോ ഉണ്ടാക്കും. ഓക്കെ, അത് നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ അക്വയർഡ് ഇമ്മ്യൂണിറ്റി പ്യൂർലി ബേസ്ഡ് ഓൺ മെമ്മറി ആണ്. എന്താ മക്കളെ? മെമ്മറി. ഓക്കെ, മെമ്മറി നമുക്ക് പറയാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെമ്മറി ബേസ്ഡ് ആണ്. ആൻഡ് അവർ lymphocytes are responsible for acquired immunity. വേറെ ഒന്നുമില്ല, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്, ബൈ ബർത്ത് ആണ്, നോൺ സ്പെസിഫിക് ആണ്, ബാരിയേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഡ്യൂറിങ് ലൈഫ് ടൈം സ്പെസിഫിക് ടൈപ്പ് ആണ്, മെമ്മറി ബേസ്ഡ് ആണ്. ദെൻ ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ ബാരിയേഴ്സിന് നമുക്ക് എന്താക്കാം നോക്കാം. ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ടാ. ഓക്കെ, ബാരിയേഴ്സിന് നമുക്ക് നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ്, നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കാം. അപ്പം ബാരിയേഴ്സ് ആർ 4 ടൈപ്സ്. 4 ടൈപ്പ് ബാരിയേഴ്സിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്ന് ഫിസിക്കൽ ബാരിയർ ആണ്, ദെൻ സെക്കൻഡ് വൺ ഫിസിയോളജിക്കൽ ആണ്, തേർഡ് വൺ സെല്ലുലാർ ആണ്, ഫോർത്ത് വൺ എന്താണ് സൈറ്റോകൈൻ ബാരിയർ ആണ്. അപ്പൊ ഫിസിക്കൽ ബാരിയർ വേറെ ഒന്നുമില്ല, ഫിസിക്കലി റെസിസ്റ്റ് ചെയ്യുക, ഫിസിക്കലി എന്താക്കുക റെസിസ്റ്റ് ചെയ്യുക. അപ്പൊ ഫിസിക്കലി റെസിസ്റ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് മക്കളെ സ്കിന്നും അതേപോലെ തന്നെ മ്യൂക്കസും. സ്കിന്നും മ്യൂക്കസും. ശരിയല്ലടാ? സ്കിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, സ്കിൻ ആക്ട് ആസ് എ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് അലോസ് ദി എൻട്രി ഓഫ് പാത്തോജൻസ് ഇൻ ടു അവർ ബോഡി. ശരിയാണ്, അവൻ എന്താക്കുന്നില്ല, നമ്മുടെ ബോഡിയിലേക്ക് പാത്തോജൻസിനെ ഒന്നും എൻ്റർ ചെയ്യാൻ വേണ്ടി എന്താക്കുന്നില്ല, കഴിയുന്നില്ല, എൻ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഏതാണ് നമ്മൾ വാ പൊളിച്ചാൽ ഇന്റേണൽ ഓർഗൻസാ, ബട്ട് പാത്തോജൻസ് ആ വഴി കയറുന്നുണ്ടോ? ഇല്ല. അവിടെ എന്തുണ്ട്? മ്യൂക്കസിന്റെ കവറിംഗ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആയിക്കോട്ടെ, റെസ്പിറേറ്ററി ട്രാക്ട് ആയിക്കോട്ടെ, യൂറോജനേറ്റഡ് ട്രാക്ട് ആയിക്കോട്ടെ, അവിടെയൊക്കെ ആരുടെ കവറിംഗ് ഉണ്ട്? മ്യൂക്കസിന്റെ കവറിംഗ് ഉണ്ട്. ആരുടെ? മ്യൂക്കസ്. അപ്പോൾ ഫിസിക്കൽ ആണ്. ഓക്കെ, ഫിസിക്കലി എന്താക്കുക പ്രിവെന്റ് ചെയ്യുക. ദെൻ ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ് ആര്? നമ്മുടെ സലൈവ. ഓക്കെ, നമ്മുടെ അതേപോലെ തന്നെ ടിയേഴ്സ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ആസിഡ് ഇൻ സ്റ്റൊമക്ക് മക്കളെ. ഓക്കെ, അപ്പൊ സലൈവയിലും ടിയേഴ്സിലും നമുക്കറിയാം ലൈസോസൈം ഉണ്ട്. ആരാണ്? ലൈസോസൈം. ഇറ്റ്സ് എ
ആന്റിബാക്ടീരിയൽ ഏജന്റ്. ഇറ്റ്സ് ആന്റിബാക്ടീരിയൽ ഏജന്റ്. ഈ ആന്റിബാക്ടീരിയൽ ഏജന്റ് എന്താക്കുന്നുണ്ട്? ഈ പാത്തോജൻസിനെ എന്താക്കി കളയും? നശിപ്പിച്ചു കളയും. ഇഫ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയും. ദെൻ സ്റ്റൊമക്കിൽ നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതും എന്തായിക്കോളും? നശിപ്പിച്ചോളും. ഓക്കെ, അപ്പൊ ഇവയൊക്കെ എന്താണ് മക്കളെ? ഫിസിയോളജിക്കൽ ബാരിയർ. എന്താണ്? ഫിസിയോളജിക്കൽ ബാരിയർ. ദെൻ സെല്ലുലാർ ബാരിയർ ആണ്. സെല്ലുലാർ ബാരിയർ. അപ്പൊ സെല്ലുലാർ ബാരിയർ നോക്കിക്കേ, സെല്ലുലാർ ബാരിയർ. അപ്പൊ ശ്രദ്ധിച്ചു നിന്നേ. ഓക്കെ, അപ്പടാ ആ ഫുൾ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നുണ്ടല്ലോ മക്കളെ. ഓക്കെ, ദെൻ അതിൽ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് എക്സാം അല്ലേ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നേ. ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നമ്മൾ എന്താക്കുള്ളൂ? ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ, ജാഫ പുത്തലത്ത് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. ഓക്കെ, അപ്പോ സെല്ലുലാർ ബാരിയറിൽ ആരാ വരുന്നത്? സർട്ടൻ സെൽസ് ഓൾസോ ആക്ട് ആസ് എ പാർട്ട് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ആരൊക്കെയാണത്? യെസ്, മോണോസൈറ്റ്. ആരാ മക്കളെ? മോണോസൈറ്റ്. ദെൻ ആര് വരുന്നുണ്ട്? ന്യൂട്രോഫിൽ. ഓക്കെ, ന്യൂട്രോഫിൽ. ദെൻ ആര് വരും? മാക്രോഫേജ്. ഇവരെല്ലാവരും നിങ്ങൾക്ക് അറിയാലോ. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, മാക്രോഫേജ്. These all cells perform phagocytosis. എന്താ പെർഫോം ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഫാഗോസൈറ്റോസിസ്. അപ്പൊ സെല്ലുലാർ ബാരിയർ ആയിട്ട്. ദെൻ സൈറ്റോകൈൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, ഇന്റർഫെറോൺസ് ഇവിടെ വരുന്നതാണ്. ആരാണ്? ഇന്റർഫെറോൺസ്. എന്താ മക്കളെ ഇന്റർഫെറോൺസ് പറഞ്ഞാല്? ഇന്റർഫെറോൺസ് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ടിഷ്യൂലെ കുറേ സെൽസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിനെ എന്താക്കി? വൈറസ് ഇൻഫെക്ട് ചെയ്തു. ആര് ഇൻഫെക്ട് ചെയ്തു? വൈറസ്. അപ്പൊ ഈ വൈറൽ ഇൻഫെക്റ്റഡ് സെൽസിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ട് അവിടെ അങ്ങ് നിർമ്മിക്കും. ഓക്കെ, അത് ആര് റിലീസ് ചെയ്തിട്ടാ? യെസ്, ഈ ഇന്റർഫെറോൺ റിലീസ് ചെയ്തിട്ടാ. ആരാ? ഇന്റർഫെറോൺ. ഓക്കെ, അപ്പൊ സൈറ്റോകൈൻ ബാരിയറിൽ ഇതാണ് വരുന്നത്. അതായത് വൈറൽ ഇൻഫെക്റ്റഡ് സെൽസ് റിലീസ് ഇന്റർഫെറോൺസ്. ഓക്കെ, ഈ ഇന്റർഫെറോൺസ് എന്ത് റെസിസ്റ്റ് ചെയ്യും? ഫർദർ ഇൻഫെക്ഷൻ. തൊട്ടടുത്ത അഡ്ജസന്റ് സെല്ലിലേക്ക് പോകുന്ന ഇൻഫെക്ഷൻ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ ആൻഡ് സൈറ്റോകൈൻ ബാരിയർ. ക്ലിയർ? ദെൻ നമുക്ക് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ് മക്കളെ. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി റെസ്പോൺസും അതേമാതിരി മെമ്മറി ബേസ്ഡ് ആണെന്ന്. എന്താണ്? മെമ്മറി ബേസ്ഡാ. അപ്പൊ മെമ്മറി ബേസ്ഡ് എന്താണ് ഈ മെമ്മറി? നോക്കിക്കേ, അപ്പൊ ഈ മെമ്മറിയിൽ വരുന്നതാണടാ പ്രൈമറി റെസ്പോൺസും അതേമാതിരി മക്കളെ സെക്കൻഡറി റെസ്പോൺസും. അപ്പൊ എന്താണ് മെമ്മറി? വേറെ ഒന്നുമല്ല, നമ്മുടെ പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലിംഫോസൈറ്റ്സ് കൃത്യമായിട്ട് അതിനെ എന്താക്കുന്നുണ്ട്? ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഈ കയറുന്ന ആള് ആന്റിജൻ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. നമ്മുടെ ബോഡി അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ആന്റിജൻ ആയിട്ടാണ്. അപ്പൊ എന്തായിരുന്നു ആന്റിജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായിരുന്നു ആന്റിജൻ? Those particles or substance which stimulate our immune system. നമ്മളെ പ്രതിരോധ ശേഷിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആന്റിജൻ എന്ന് വിളിക്കുന്നത്. ശരിയല്ലടാ? ആന്റിജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മെമ്മറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പ്രൈമറി റെസ്പോൺസ്, എന്താണ് സെക്കൻഡറി റെസ്പോൺസ്? നോക്കിക്കടാ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഇപ്പൊ പ്രൈമറി റെസ്പോൺസ് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല. ഇഫ് എ പാത്തോജൻ എൻറ്റേഴ്സ് ഇൻ ടു അവർ ബോഡി ഫോർ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഒരു പാത്തോജൻ എൻ്റെ ബോഡിയിലേക്ക് കയറുകയാണ്, ഇതുവരെ അവൻ കയറിയിട്ടില്ല, ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് എൻകൗണ്ടർ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഫസ്റ്റ് എൻകൗണ്ടർ. അപ്പൊ ഈ ഫസ്റ്റ് എൻകൗണ്ടർ ആദ്യമായിട്ട് ഒരു പാത്തോജൻ കയറുന്ന സമയത്ത് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇവന് ഒരു പരിചയമില്ലല്ലോ. അപ്പൊ നമ്മളെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രൈമറി റെസ്പോൺസ്. എന്താ വിളിക്കുക മക്കളെ? പ്രൈമറി റെസ്പോൺസ് എന്നാ വിളിക്കുക. ഓക്കെ, വിച്ച് ഈസ് ഇൻ ലോ ഇന്റൻസിറ്റി. അതായത് ഈ പാത്തോജനെ പഠിക്കണം, അതിനെതിരെ എന്താക്കണം? ആക്ട് ചെയ്യണം. അപ്പോഴേക്കും പാത്തോജൻസിന്റെ എണ്ണം എന്താവും? കൂടിയിട്ടുണ്ടാവും. ആ സമയത്തേക്കും നമ്മളെ സിംറ്റംസ് ഒക്കെ വന്നിട്ട് നമ്മൾ ചില സമയത്ത് സിക്കായിട്ടുണ്ടാവും. നമ്മൾ ഡോക്ടറെ എല്ലാം കാണിച്ചിട്ട് പുതിയ വേറെ മെഡിസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും അവനെ തുരത്തിയിട്ടുണ്ടാവുക. ബട്ട് സെയിം പാത്തോജൻ enters into our body for second time. That is second encounter. സെക്കൻഡ് എൻകൗണ്ടറിൽ നമുക്കറിയാം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയാം, നമ്മുടെ ലിംഫോസൈറ്റ്സിന് അറിയാം ഇവൻ ഇതിന്റെ മുമ്പ് കയറിയിട്ടുണ്ട്. ആ സമയത്ത് പകച്ചു പോവുക ഇല്ല. Okay, second time our body produce secondary response or anamnestic response which is in high intensity. High intensity same pathogen പെട്ടെന്ന് തന്നെ ഇവൻ എന്താ കൂടെ ആക്ട് ചെയ്യും. അതിൽ ആ പാത്തോജൻസ് എന്തായി പോവും?
നശിച്ചു. ഓക്കെ അല്ലേ? അത് മെമ്മറി ബേസ്ഡ് അല്ലടാ. ഓക്കെ, ഫസ്റ്റ് എൻകൗണ്ടറിൽ പ്രൈമറി റെസ്പോൺസും സെക്കൻഡ് വീണ്ടും കയറി കഴിഞ്ഞാൽ സെക്കൻഡറി റെസ്പോൺസും എന്താക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ആൻഡ് ലിംഫോസൈറ്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് റോൾ ഉള്ളത്. ഈ ലിംഫോസൈറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ആരൊക്കെയാണ് മക്കളെ? ബി ലിംഫോസൈറ്റ്സും അതേപോലെ തന്നെ ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ്സ് നിങ്ങൾക്കറിയാം, ബി ലിംഫോസൈറ്റ്സ് ആണ് ആന്റിജനെതിരെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡി. Protein molecule which act against antigen is termed as antibody. And T lymphocytes helps B lymphocytes for the production of antibody. T lymphocytes ഇവനെ എന്താക്കുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സെക്കൻഡറി റെസ്പോൺസിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് അനാംനെസ്റ്റിക് റെസ്പോൺസ്. എന്താ മക്കളെ? Anamnestic response വിട്ടേക്കാണ്. ഓക്കെ, then immune response provided by lymphocytes. Immune response, lymphocytes പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെ നമുക്ക് രണ്ടാക്കാം മക്കളെ. രണ്ടാക്കി തിരിക്കടാ, രണ്ടാക്കി തിരിക്കുക. ഏതൊക്കെയാണ് മക്കളെ അത്? ഒന്ന് AMI. AMI എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇത് ബി ലിംഫോസൈറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. When pathogen enters into our body, B lymphocytes produce army of protein. അല്ലേ? പ്രോട്ടീൻ മോളിക്യൂൾസ് എന്താക്കുന്നു? അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. വൈ? ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക, ആൻഡ് AMI or antibody mediated immunity is also known as humoral immune response. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ എന്താണ്, എന്നിട്ട് കമന്റ് ഓൺ ദിസ് എന്ന് പറഞ്ഞ് ചോദിക്കുക നിങ്ങളോട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. എന്താ? വൈ AMI is also known as humoral immune response. Humoral immune response. Humoral എന്ന് പറഞ്ഞ ഈ വേർഡ് which is related with the body fluid. ഈ ആന്റിബോഡി ഓൾവേസ് സർക്കുലേറ്റ്സ് ത്രൂ ബ്ലഡ് പ്ലാസ്മയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ AMI is also known as humoral immune response. Humoral immune response എന്ന് വിളിക്കുക. മറന്നു പോവുക മക്കളെ, ഇല്ല. ഇത് ബി ലിംഫോസൈറ്റ്, AMI ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ബി ലിംഫോസൈറ്റ് ആണ്. ദെൻ CMI എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? CMI സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാ നമ്മുടെ T സെല്ലല്ലേ, പിന്നെ നമ്മളെ തിരിച്ചറിയണ്ടേ. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മളെ T സെല്ല് നമ്മളെ സെല്ലിനെ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് എന്ത്? CMI സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ചില സ്ഥലത്ത് അത് പാരിയാവുന്നുണ്ട്. എവിടെയാണ് നമുക്കത് പാരിയാവുന്നത്? യെസ്, ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കേസസ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കേസിൽ എങ്ങനെയാ നമുക്ക് പാരിയാവുന്നത്? എടാ, ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടേ നമ്മൾ എന്താക്കാൻ നടക്കണമെങ്കിൽ എങ്ങനെയൊക്കെയോ എന്താക്കുക, നമുക്കൊരു ഓർഗനൊക്കെ കിട്ടി, ലക്ഷക്കണക്കിന് ഉറുപ്പിയെല്ലാം കൊടുത്ത് സർജറി ഒക്കെ ചെയ്തു, നമ്മൾ കിഡ്നിയോ ലിവറിന്റെ ഒരു പീസോ എന്തോ നമ്മളെ ബോഡിയിലേക്ക് വെച്ചു, ഗ്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ നോക്കുന്ന സമയത്ത് എങ്ങനെ ടിഷ്യൂ മാച്ചിങ് നോക്കിയിട്ട് കാര്യമില്ല, അതേമാതിരി തന്നെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് നോക്കിയിട്ട് കാര്യമില്ല. T ലിംഫോസൈറ്റ്സ് പെട്ടെന്ന് തന്നെ അതിനെ എന്താക്കും? ഡിറ്റക്ട് ചെയ്യും. അന്ന് മുതൽ അതിനെ എന്താക്കുക? അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം, അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പണി ചെയ്യാം. ദാറ്റ്സ് വൈ വി ഹാവ് ടു ടേക്ക്, അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആള് എന്തെടുക്കണം മക്കളെ? ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് എടുക്കണം. നമ്മൾ മൈക്രോബ്സ് പഠിക്കുന്നുണ്ട്, സൈക്ലോസ്പോറിൻ A എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് എടുക്കണം, ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ AMI യും CMI യും ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ സെറ്റ് അല്ലേ? റെഡി? ഓക്കെ റെഡി. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ദെൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാ, ആന്റിബോഡി മോളിക്യൂൾ. ഒരു സംശയവും വേണ്ട മക്കളെ, ഇമ്മ്യൂണിറ്റി പാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബോഡി മോളിക്യൂൾ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയണം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, protein molecule that act against antigen, and each antibody molecule is formed of 4 peptide chain.
4 പെപ്റ്റൈഡ് ചെയിൻ. ഒരു 4 പെപ്റ്റൈഡ് അല്ലെങ്കിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് നമുക്കൊരു ആന്റിബോഡി മോളിക്യൂളിൽ കാണാൻ പറ്റുക. ഇതെവിടെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചേ, 4 പോളിപെപ്റ്റൈഡ് ചെയിൻ, 1 2 3 4. റെഡി അല്ലേ? അപ്പൊ 4 എണ്ണത്തിൽ നിങ്ങൾ നോക്കിക്കേ, 2 എണ്ണം ഇതേ 1 then another. ഓക്കെ, ഇത് രണ്ടും എന്താണെടാ, ചെറുതാ. ഇതിനെ നമ്മൾ വിളിക്കുക ലൈറ്റ് ചെയിൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ലൈറ്റ് ചെയിൻ. ഈ 2 ചെറുതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെടാ? ലൈറ്റ് ചെയിൻ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ 2 എണ്ണം എന്താണ്? വലുതാണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക എന്താണ്? ഹെവി ചെയിൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹെവി ചെയിൻ. അപ്പൊ 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും, 2 ഹെവി ചെയിനും അതേപോലെ തന്നെ 2 ലൈറ്റ് ചെയിനും. ദാറ്റ്സ് വൈ വി കൻ ഡിനോട്ട് ആൻ ആന്റിബോഡി മോളിക്യൂൾ ആസ് H2L2. H2L2. ഒരു ആന്റിബോഡി മോളിക്യൂളിലെ മക്കളെ നമുക്ക് H2L2 എന്ന് എന്താക്കാം? ഡിനോട്ട് ചെയ്യാം. വൈ? ബിക്കോസ് ദർ വി കൻ സി 2 heavy chain and 2 light chain. 2 heavy chain ഉണ്ട്, 2 light chain ഉണ്ട്, and they are connected through disulfide bridges. ഈ പെപ്റ്റൈഡ് ചെയിൻസിന്റെ ഇടയിലൊക്കെ നമുക്ക് എന്ത് കാണടാ? ഇതേ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. ഇവിടെയെല്ലാം എന്തുണ്ടടാ? disulfide bridges. Then there we can see an antigen binding site. The previous antigen binding site lies in between a heavy chain and a light chain. A heavy chain and a light chain. ഒരു heavy chainum ഒരു light chainum ഇടയിലായിരിക്കും എന്ത്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. എന്താണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഒരു ആന്റിബോഡി മോളിക്യൂളിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം എഴുതി കൊടുത്താൽ മതി. എങ്ങനെയാണ് എഴുതേണ്ടത്? ഈച്ച് ആന്റിബോഡി മോളിക്യൂൾ ഈസ് ഫോംഡ് ഓഫ് 4 പെപ്റ്റൈഡ് ചെയിൻ. among them 2 are heavy and 2 are light. That's why we can denote an antibody molecule as H2L2. H2L2 നമുക്ക് എന്താക്കാം? ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതിൽ 2 എണ്ണം ഹെവി ആണ്, 2 എണ്ണം ലൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് ആന്റിബോഡി മോളിക്യൂൾസ് ആർ ഓൾസോ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാ നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാ വിളിക്കുക. മറന്നു പോവുക ഇല്ല. നമ്മളെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ട് NCERT കൊടുത്ത ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A. ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ് എവിടെ ഉള്ളത്? യെസ്, കൊളസ്ട്രോം. കൊളസ്ട്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലടാ, അമ്മ തരുന്നതാണ് കൊളസ്ട്രോം അല്ലേ? ഫസ്റ്റ് ഫോംഡ് മിൽക്കിനില്ലടാ നമ്മൾ കൊളസ്ട്രോം എന്ന് വിളിക്കുന്നത്. IgA, A for അമ്മ, കൊളസ്ട്രോം. ഓക്കെ, കൊളസ്ട്രോം. ദെൻ IgG, പ്ലാസന്റ ക്രോസ് ചെയ്ത് വരുന്നതാണ്. ഇത് IgG നിങ്ങൾക്കറിയാം, പ്ലാസന്റ. അതും അമ്മേന്റെ അടുത്ത് തന്നെയാണ്, വേറെ അടുത്തും കിട്ടില്ല. പ്ലാസന്റ ക്രോസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അബണ്ടന്റ് ആണ്. ദെൻ IgE, ഇതാ ക്വസ്റ്റ്യൻ പിടിച്ചോ. അലർജിക് റെസ്പോൺസിന് കാരണമായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത് IgE. അലർജിക് റെസ്പോൺസിന് കാരണമായിട്ടുള്ളതാണ് മക്കളെ. ആര്? IgE. Immunoglobulin A is responsible for allergic response. Then IgM ഉം IgDയും ഇത് ആന്റിജനുമായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ട് എന്താക്കുന്നതാ? ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. വിട്ടേക്കട്ടെ. ഓക്കെ, ദെൻ നമ്മൾ ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇതാ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ പാസീവ് ഇമ്മ്യൂണിറ്റിയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് മക്കളെ പാസീവ് ഇമ്മ്യൂണിറ്റി? ഇതാ ഫുൾ ഓൺ ആയിട്ടിരുന്നോ? ഇതാ ശ്രദ്ധിച്ചോ. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി? മക്കളെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ ആക്റ്റീവ് പ്രോസസ്സും പാസീവ് പ്രോസസ്സും പറയൂലടാ. അതേപോലെ തന്നെ വെൻ ഇൻഫെക്ഷൻ ഒക്കേഴ്സ്, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മളെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താക്കുക? ആക്ട് ചെയ്യുക. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ ആ പാത്തജൻസിനെതിരെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുക. സിംപ്ലി അതാണെന്ത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്താണ് മക്കളെ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഒക്കേഴ്സ് when pathogen enters into our body or actual infection occurs. Okay, അപ്പോൾ നമ്മളെ ലിംഫോസൈറ്റ്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താക്കുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. മറന്നു പോവുക ഇല്ല. ഓക്കെ, അപ്പൊ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ തന്നെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അതെങ്ങനെയാത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഫർദർ ഡിവൈഡ്സ് ഇൻടു 2, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് നാച്ചുറലും അതേപോലെ തന്നെ ആരണ്ടടാ
ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമില്ല, വാൻ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് നാച്ചുറലി. സാധാരണ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പാത്തജൻസിനെതിരെ ആക്ട് ചെയ്യുന്ന എന്താണടാ? നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാ. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്, ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, ദെൻ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പം ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വേറെ ഒന്നുമില്ല, ഇൻട്രഡക്ഷൻ ഓഫ് പാത്തജൻസ് ആർട്ടിഫിഷ്യലി. ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യലി പാത്തജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മക്കളെ എന്തെന്ന് വിളിക്കുന്നത്? വാക്സിൻസ്. എന്താണ്? വാക്സിൻസ്. ശരിയല്ലടാ, വാക്സിനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രിഫോംഡ് ആന്റിബോഡി അല്ലെ, പ്രിഫോംഡ് എന്താണ്? ആന്റിബോഡീസോ അല്ലെങ്കിൽ എന്താണ്? ഡെഡ് ജേംസ്. ഓക്കെ, സോറി, പ്രിഫോംഡ് ആന്റിബോഡീസ് അല്ല, ഡെഡ് ജേംസ്, ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ്. സോറി, എന്താണ്? ന്യൂട്രലൈസ്ഡ് ടോക്സിൻസോ, അതേമാതിരി തന്നെ ഡെഡ് ആയിട്ടുള്ള ജേംസോ, ഇനി അതേമാതിരി തന്നെ എന്താണ്? ഡിസീസ് കോസിങ് കപ്പാസിറ്റി ഇല്ലാണ്ടാക്കിയ ജേംസിനൊക്കെ എന്താക്കുക? ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡമ്മീസിനെ നമ്മുടെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്താക്കുക? സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? വാക്സിൻസിനെ യൂസ് ചെയ്യുന്നത്. ശരിയല്ലടാ? മെയിൻ ആയിട്ടുള്ള വാക്സിൻസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, BCG ബാസിലസ് കാൽമറ്റ് ഗോറിൻ. എന്തിനെതിരാ? TB-ക്കെതിരാ. ഓക്കെ, ദെൻ സാൽക്ക് നിങ്ങൾക്കറിയാം, OPV ഓറൽ പോളിയോ വാക്സിൻ. ഓക്കെ, ഇങ്ങനെയുള്ള DPT, ഓക്കെ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ദെൻ TD, ഓക്കെ, TT, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതെല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. എന്നാൽ മക്കളെ, എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി? പാസീവ് പ്രോസസ് നിങ്ങൾക്കറിയാം. യെസ്, ഇൻ പാസീവ് ഇമ്മ്യൂണിറ്റി ദർ വി യൂസ് റെഡിമെയ്ഡ് ആന്റിബോഡീസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്നതല്ല എല്ലാ സമയവും. അതിന് നമുക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റെഡിമെയ്ഡ് ആന്റിബോഡീസ് എന്താക്കുന്നു? യൂസ് ചെയ്യും. അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാ അത്? നാച്ചുറൽ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് മക്കളെ? ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. അപ്പൊ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഏത്? IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A, IgA. ഓക്കെ, നാച്ചുറൽ അല്ലേ? അമ്മയെന്ന് കിട്ടിയതല്ലേ? അമ്മ നാച്ചുറൽ അല്ലടാ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ആണോ? അല്ല. അപ്പൊ എന്താണ്? നാച്ചുറൽ. ഇമ്മ്യൂണോഗ്ലോബുലിൻ A നാച്ചുറലി കിട്ടിയതാണ് നമുക്ക്. പ്രിഫോം ആദ്യം ഉണ്ടാക്കി വെച്ചതാണ്, അത് നമ്മളിലേക്ക് എത്തി. IgG. ദെൻ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് മക്കളെ. ആരാണ്? യെസ്, ആന്റിവെനം. പാമ്പ് കടിച്ച എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. പാമ്പെല്ലാം ചെയ്തിക്കല്ലേ അല്ലേ? ആണോ? അല്ല, ആന്റിവെനം. എടാ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവായിട്ട് ഈ വെനത്തെ ന്യൂട്രലൈസ് ചെയ്യുന്നു വിചാരിച്ച് കാത്തിരിക്കാൻ നമ്മൾ മണ്ടന്മാരായിരിക്കണം അല്ലേ? അപ്പൊ പെട്ടെന്ന് തന്നെ എന്താക്കണം? ആന്റിവെനം കൊടുക്കും. എന്താണ്? ആന്റിവെനം. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ആന്റി ടെറ്റനസ് സീറം, ഓക്കെ, ATS, ഇതെല്ലാം എവിടെ വരുന്ന? പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന മക്കളെ. എവിടെ വരുന്ന? പാസീവ് ഇമ്മ്യൂണിറ്റി. വിട്ടേക്കട്ടെ. ഓക്കെ, ദെൻ നമുക്ക് അവിടെ അലർജി ആണുള്ളത്. അലർജി ഒക്കെ നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. എന്താണ് അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി? അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അലർജിയുടെ ഡെഫിനിഷൻ തന്നെ എന്താണ് മക്കളെ? എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് എക്സാജറേറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? യെസ്, ഓവറാക്കുക. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്താക്കുക? ഓവറാക്കുക. അത് തന്നെയാണ് എന്ത്? അലർജി. അപ്പൊ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ടുവാർഡ്സ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് കോൾഡ് അലർജൻസ്. എന്താണ്? അലർജൻസ്. അലർജി കോസിങ് ഏജൻസിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അലർജൻസ്. അലർജി കോസിങ് ഏജൻസ് ആർ കോൾഡ് അലർജൻസ്. അലർജി കോസിങ് ഏജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അലർജൻസ് എന്നാ വിളിക്കുക. ഓക്കെ, അലർജൻസിന് എക്സാമ്പിൾ ആണ് പോളൻ ഗ്രെയിൻസ്. മെയിൻ ആയിട്ടുള്ള ഒരു അലർജൻ ആട്ടോ പോളൻ ഗ്രെയിൻസ്, സീസണൽ അലർജിക്ക് കാരണമായിട്ടുള്ള. ദെൻ ഡസ്റ്റ്, പൊടിപടലങ്ങൾ. ദെൻ മൈറ്റ്സ്, ചെറിയ പ്രാണികൾ ഡസ്റ്റിലുള്ളത്. ആനിമൽ ഡാൻഡ, ഇതൊക്കെ എന്താണ്? ചില പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെ? അതിന്റെ എന്താണ്? രോമം. ഇതൊക്കെ എന്താണ് മക്കളെ? അലർജൻസിൽ വരുന്ന. അപ്പൊ അലർജി കോസിങ് ഏജൻസ് ആർ കോൾഡ് അലർജൻസ്. എക്സാമ്പിൾ പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, അതേമാതിരി തന്നെ മൈറ്റ്സ് ഇൻ ഡസ്റ്റ്, ദെൻ ആനിമൽ ഡാൻഡ എക്സെട്ര. ഓക്കെ, ദെൻ അലർജിക് സിംറ്റംസിൽ എന്തൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ഡിഫറെന്റ് അലർജിക് സിംറ്റംസ്? അലർജിക് സിംറ്റംസിൽ പല സിംറ്റംസ് വരുന്നുണ്ട്. സ്നീസ് ചെയ്യുന്നുണ്ട്, കഫ് വരുന്നുണ്ട്, അതേമാതിരി തന്നെ എന്താണ് വാട്ടറി ഐസ്, കണ്ണിൽ വെള്ളം നിറഞ്ഞ അവസ്ഥ, അതേമാതിരി തന്നെ എന്താണ് റണ്ണിങ് നോസ്. ഇതൊക്കെ എന്തിന്റെ സിംറ്റംസ് ആണ്? അലർജിയുടെ സിംറ്റംസ് ആണ്. ഓക്കെ, ദെൻ ഇച്ചിങ്.
ഓക്കെ. ചില അലർജൻസിന്റെ പ്രസൻസിൽ എന്താക്കുക, ഇച്ചിങ് ഉണ്ടാവുക, റെഡ് റാഷസ് അപ്പിയേഴ്സ് ഓൺ സ്കിൻ, ഓക്കെ, തിണർപ്പുകൾ പ്രത്യക്ഷപ്പെടുക, ഇതെല്ലാം എന്താക്കണ്ട. ഈ സിംറ്റംസ് എല്ലാം എന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് അറിയടാ. നമ്മുടെ ബോഡിയിൽ ഈ അലർജൻസിന്റെ പ്രസൻസിൽ നമ്മളെ ബോഡിയിൽ ഏത് സെല്ല്, നമ്മുടെ മാസ്റ്റ് സെൽസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റെസ്പോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം മാസ്റ്റ് സെൽസാ. ഈ മാസ്റ്റ് സെൽസ് റിലീസ് ചെയ്യുന്ന ആരാ മക്കളെ? ഹിസ്റ്റമിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഹിസ്റ്റമിൻ. അതേപോലെ തന്നെ സെറോട്ടോണിൻ. ആരാണ്? സെറോട്ടോണിൻ. ഈ ഹിസ്റ്റമിനും സെറോട്ടോണിനുമാണ് അലർജിക് റെസ്പോൺസിന് കാരണമായ കെമിക്കൽ. എന്നാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇതാണ്, അലർജിക് റെസ്പോൺസിന് കാരണമായിട്ടുള്ള ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും IgE, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ അലർജിക് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല മക്കളെ, ആന്റി ഹിസ്റ്റമിൻ കൊടുക്കാം. ആന്റി ഹിസ്റ്റമിൻ റെമഡി എന്താണ്? ആന്റി ഹിസ്റ്റമിൻ കൊടുക്കാം. അതേപോലെ തന്നെ വേറെ എന്ത് കൊടുക്കാം? അഡ്രിനാലിൻ കൊടുക്കാം. ദെൻ സ്റ്റിറോയിഡ് മെഡിസിൻസ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? അലർജിക് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി. കംപ്ലീറ്റ് ക്യൂർ സാധ്യമാണോ? അല്ല. കംപ്ലീറ്റ് ക്യൂർ, പൂർണ്ണമായിട്ട് അലർജി പോവത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, കീപ് ഡിസ്റ്റൻസ് ഫ്രം ദോസ് അലർജൻസ്. അത്തരത്തിലുള്ള അലർജി ഉള്ള ആൾക്കാർ അത്തരത്തിലുള്ള അലർജൻസിൽ നിന്ന് എന്താക്കുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അലർജി നമ്മൾ എന്താക്കി വിട്ടെ. ഇത് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി? സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാവാം. ജനറ്റിക്കൽ റീസൺസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് സം അൺനോൺ റീസൺസ്. ആ രീതിയിൽ തന്നെയാണ് എന്താക്കിയ NCERT പറഞ്ഞിട്ടുള്ളത്. ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു CMIയുടെ ഭാഗമായിട്ട് നമ്മൾ T സെൽസിന് എന്തിനുള്ള കഴിവുണ്ടടാ? T സെൽസ് ഹാവ് ദി എബിലിറ്റി ടു റെക്കഗ്നൈസ് അവർ ഓൺ ബോഡി സെൽ. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് നടക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ T സെൽസ് അവരുടെ ബോഡി സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അതിനെ നശിപ്പിക്കുക. അത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓക്കെ, സന്ധിവാദം. ദെൻ മയാസ്തീനിയ ഗ്രാവിസ് ഉണ്ട്. NCERT എക്സാമ്പിൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി, T സെൽസ് ലാക്ക് ദി എബിലിറ്റി ടു റെക്കഗ്നൈസ് അവർ ഓൺ ബോഡി സെൽ. നമ്മുടെ T സെൽസിന് നമ്മളെ സെല്ലിനെ തന്നെ എന്താക്കാൻ പറ്റുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന അസുഖമാണ് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. എക്സാമ്പിൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അത് മതി. ദെൻ നമ്മുടെ NCERT ഒരു പാരഗ്രാഫ് കാണാം, ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ അവർ ബോഡി. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് മക്കളെ വരുന്നത്? ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ അവർ ബോഡി കണ്ടെയ്ൻസ് ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ്, സോലബിൾ മോളിക്യൂൾസ് ലൈക്ക് ആന്റിബോഡീസ്. ഇതെല്ലാം എന്താക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ എന്താണ് മെച്ചുറേഷനും അതേപോലെ തന്നെ എന്താണ് ആക്ടിവേഷനും അതേപോലെ ആക്ഷനും എല്ലാം നടക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫംഗ്ഷൻ വി ക്യാൻ ക്ലാസിഫൈ ലിംഫോയിഡ് ഓർഗൻസ് ഇൻ ടു. രണ്ടാക്കി നമുക്ക് തിരിക്കാം ലിംഫോയിഡ് ഓർഗൻസിനെ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്നും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ അതിന്റെ മെച്ചുറേഷനും നടക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ബോൺ മാരോയും തൈമസും അതിന് എക്സാമ്പിളാണ്. ബോൺ മാരോയും തൈമസും. അപ്പൊ ബി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലടാ, പ്രൊഡക്ഷൻ ബോൺ മാരോ എന്നാണെങ്കിലും മെച്ചുറേഷനും ബി ലിംഫോസൈറ്റ്സിൻ്റെ എവിടുന്നാണ് നടക്കുന്നത് ബോൺ മാരോ എന്നാ. അതുകൊണ്ടാണല്ലോ ബി ലിംഫോസൈറ്റ്സിന്റെ ബി സ്റ്റാൻഡ്സ് ഫോർ ബോൺ മാരോ. ദെൻ തൈമസ് ആണെങ്കിൽ ടി ലിംഫോസൈറ്റ്സ് നിങ്ങൾക്ക് അറിയാം. ബോൺ മാരോ എന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന ടി ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷൻ നടക്കുന്നത് എവിടെയാ? തൈമസ് എന്നാ. ഓക്കെ അല്ലേ? അപ്പൊ ബി ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും മെച്ചുറേഷനും നടക്കുന്ന ഓർഗൻസിനെയാണ് ലിംഫോയിഡ് ഓർഗൻസ് നമ്മൾ വിളിക്കുന്നത്. എന്താ മക്കളെ വിളിക്കുക? ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ, ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ നസ്രീൻ, ഓക്കെ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റിൻഷ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ടോപ്പിക് തീർത്ത് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് മക്കളെ വേഗം പോകുന്നത്. എല്ലാവരെയും കാണുന്നുണ്ട്. ഓക്കെ, മോട്ടോ സ്മോക്കി എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അടിപൊളി. ഓക്കെ, ടെക്സ്റ്റർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, സന്തോഷം മക്കളെ, ഉഷാറായിട്ട് നിൽക്കുക. നമുക്ക് നോക്കാം സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പൊ ലിംഫോസൈറ്റ്സ് ഈ ആന്റിജനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. എന്താ പറയുക? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അതിന് എക്സാമ്പിൾ ആണ് മക്കളെ സ്പ്ലീന്. നിങ്ങൾക്കറിയാം
ഓക്കെ, ഗ്രേവിയാർഡ് ഓഫ് RBC നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിംഫ് നോഡ് ആയിക്കോട്ടെ, ടോൺസിൽസ് ആയിക്കോട്ടെ, ദെൻ പേയേഴ്സ് പാച്ചസ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈനിലെ പേയേഴ്സ് പാച്ചസ് ആയിക്കോട്ടെ, വേർമിഫോം അപ്പൻഡിക്സ് ആയിക്കോട്ടെ, ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. റെഡി അല്ലേ? അപ്പൊ ലിംഫോയിഡ് ഓർഗൻസ് എന്നാണ് നമ്മൾ പറഞ്ഞു. ദെൻ അതിന്റെ ഭാഗമായിട്ട് തന്നെ ലിംഫോയിഡ് ടിഷ്യൂവിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മക്കളെ മാൾട്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ മ്യൂക്കസ് പഠിച്ചില്ലടാ, അത് തന്നെ. മാൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സ്കിൻ അല്ലാണ്ട് അതർ റീജിയൻ, ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ആയിക്കോട്ടെ, റെസ്പിറേറ്ററി ട്രാക്ട് ആയിക്കോട്ടെ, യൂറോജനൈറ്റൽ ട്രാക്ട് ആയിക്കോട്ടെ, ഇവിടെയെല്ലാം കവർ ചെയ്യുന്ന എന്താണ്? മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, മാൾട്ട്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ടോപ്പിക് നമ്മൾ എന്താക്കിടാ കവർ ചെയ്തു. ഇനി അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താക്കണം നോക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എയ്ഡ്സ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, കഴിഞ്ഞു. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഇത് കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വാക്സിൻസ് ആർ ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് വാരിയസ് സ്റ്റേജ് ഓഫ് ദെയർ ഡെവലപ്മെന്റ്. 2021 വന്നാണ് നോക്കുക. ഓക്കെ, അപ്പൊ 21 വന്നാണ്. വാക്സിൻസ് ആർ ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് വാരിയസ് സ്റ്റേജസ് ഓഫ് ദെയർ ഡെവലപ്മെന്റ്. വാട്ട് ഈസ് മീൻ ബൈ വാക്സിൻ? വാക്സിൻസ് എന്തായിരുന്നു? വാക്സിൻസ് നമ്മൾ പറഞ്ഞത് വാക്സിൻസ് ആർ ബേസ്ഡ് ഓൺ മെമ്മറി. വാട്ട് ഈസ് മീൻ ബൈ വാക്സിൻ? എന്താണ്? വാക്സിൻ ആക്ട് ആസ് എ പാർട്ട് ഓഫ് ആക്റ്റീവ് immunity. Write the principle of vaccination. Vaccination principle എന്താ വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ? യെസ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ബേസ്ഡ് ഓൺ മെമ്മറി. ഓക്കെ, ഇഫ് എ പാത്തജൻ എൻറ്റേഴ്സ് ഇൻ ടു അവർ ബോഡി ഫോർ ഫസ്റ്റ് ടൈം, ഇറ്റ് പ്രൊഡ്യൂസ് പ്രൈമറി റെസ്പോൺസ് ആൻഡ് സെക്കൻഡ് ടൈം സെക്കൻഡറി റെസ്പോൺസ്. ഇവിടെ ഇപ്പം ചെയ്യുന്നത് ബൈ ഗിവിങ് വാക്സിൻ കൊടുത്തിട്ട് നമ്മളെ ബോഡീനെ ആദ്യം എന്താക്കടാ പ്രിപ്പയർ ചെയ്ത് നിർത്തുക. ബൈ ഗിവിങ് വാക്സിൻ നമ്മളെ ബോഡീനെ എന്താക്കുക പ്രിപ്പയർ ചെയ്ത് നിർത്തുക. അതായത് എന്താക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്വിപ്പ് ചെയ്ത് നിർത്തുക. എന്തിനു വേണ്ടിയിട്ട്? ഇഫ് ആക്ച്വൽ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ദെൻ പ്രിഫോം ആദ്യം ഉണ്ടാക്കി വെച്ച ആന്റിബോഡി അതിനെതിരെ എന്താക്കും ആക്ട് ചെയ്തോളും. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ വാക്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാ വാക്സിൻ ആക്ട് ആസ് എ പാർട്ട് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഏത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന? ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. റൈറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാ പ്രിൻസിപ്പിൾ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെമ്മറി. ഓക്കെ, അപ്പൊ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൈമറി റെസ്പോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആക്ച്വൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? സെക്കൻഡറി റെസ്പോൺസ് ആണ് എന്താക്കുക പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത് കൃത്യമായിട്ട് എഴുതി കൊടുത്താൽ മക്കളെ 2 മാർക്ക് അങ്ങോട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ക്ലാസിഫൈ ദി ഫോളോയിങ് ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അണ്ടർ 3 സ്യൂട്ടബിൾ ഹെഡിങ്. എന്ത് എളുപ്പത്തിൽ പറ്റും അല്ലേ? സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബാരിയേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് കൊടുക്കാം ഫിസിക്കൽ. ഓക്കെ, ഫിസിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഫിസിയോളജിക്കൽ ഉണ്ട്, പിന്നെ ആരാളുള്ളത്? സെല്ലുലാർ ഉണ്ട്. ഓക്കെ, സൈറ്റോകൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഫിസിക്കൽ വരുന്നതാണ് ആരൊക്കെ? യെസ്, സ്കിന്ന് ഫിസിക്കൽ വരുന്നു, സ്കിന്ന്. പിന്നെ ആരാ വരുന്നത്? യെസ്, മ്യൂക്കസ് വരുന്നു. റെഡി അല്ലേ? ദെൻ ഫിസിയോളജിക്കൽ ആര് വരുന്നു? സലൈവ വരുന്നു. പിന്നെ ആര് വരുന്നു? ആസിഡ് ഇൻ സ്റ്റൊമക്ക് വരുന്നു. ഓക്കെ അല്ലേ? സെല്ലുലാർ ആര് വരുന്നു? WBCയും അതേപോലെ തന്നെ എന്താണ് മോണോസൈറ്റും. ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ കിട്ടി 3 മാർക്ക്. ഓക്കെ അല്ലേ? ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണ്? കഴിഞ്ഞ വർഷം ചോദിച്ചതാ. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലടാ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി when infection occurs our immune system act against pathogen, that is active immunity. Okay, that is active immunity. അവിടെ നമ്മുടെ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇവിടെ ഇപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നിട്ട് എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക എഴുതുക. ഓക്കെ, when infection occurs active immunity get activated. Then role of active immunity ആരുടെ റോൾ ഉണ്ട് മക്കളെ? ലിംഫോസൈറ്റ്സിന്റെ റോൾ ഇല്ലടാ, ലിംഫോസൈറ്റ്സിന്റെ റോൾ ഉണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിലോ ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ? ഇല്ല. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ആരുടെ റോളാണുള്ളത്? ഇൻ റെഡിമെയ്ഡ് ആന്റിബോഡി. ഇവിടെ നമ്മൾ എഴുതണം എന്താണ്? റെഡിമെയ്ഡ് ആന്റിബോഡീസ് ഗിവൺ. ഓക്കെ, റെഡിമെയ്ഡ് ആന്റിബോഡീസ് ഗിവൺ. ദർ ഇസ് നോ റോൾ ഓഫ് ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡി ഉണ്ടാക്കുന്നതാണോ അവിടെ?
അല്ല റെഡിമെയ്ഡ് ആന്റിബോഡി എന്താക്കുന്ന കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും കൃത്യമായിട്ട് എന്താക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെ എഴുതി വെക്കുക. ഒബ്സർവ് ദി ഫിഗർ, ഐഡന്റിഫൈ ദി മോളിക്കുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദി ഫിഗർ. ആരാണത്? ആന്റിബോഡി മോളിക്യൂൾ ആണ് മക്കളെ, ആന്റിബോഡി മോളിക്യൂൾ ആണ്. ദെൻ അവിടെ വരുന്നു നെയിം ദി റീജിയൻസ് ലേബിൾഡ് ആസ് എ ബി ആൻഡ് സി. എ ഇവിടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. എ എവിടെയാണ്? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ബി എന്താണ്? ലൈറ്റ് ചെയിൻ ആണ്. ബി എന്താണ്? ലൈറ്റ് ചെയിൻ ആണ് വരുന്നത്. സി എന്താണ് മക്കളെ വരുന്നത്? ഹെവി ചെയിൻ ആണ് വരുന്നത്. ആരാ വരുന്നത്? ഹെവി ചെയിൻ ആണ് വരുന്നത്, ഹെവി ചെയിൻ. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദി മോളിക്കുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദി ഫിഗർ. ആന്റിബോഡി മോളിക്യൂൾ എന്ന് എഴുതുക. നെയിം ദി റീജിയൻ ലേബിൾഡ് ആസ് എ ബി ആൻഡ് സി. എ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്, ബി ലൈറ്റ് ചെയിൻ, സി എന്താണ്? ഹെവി ചെയിൻ. ഓക്കെ അല്ലേ? അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി മാർക്ക്. ഓക്കെ, ദെൻ ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ എ സ്റ്റുഡന്റ് ആർഗ്യൂസ് ദാറ്റ് allergic diseases are more common in children living in metro cities than those in villages. Okay, do you agree with this statement? ഈ സ്റ്റേറ്റ്മെന്റിന് അഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായമല്ല, ഉണ്ട്, യെസ് എന്ന് എഴുതണം. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ. അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെടാ. ഇവിടെ ഇപ്പോ നിങ്ങളോട് ചോദിച്ചു ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? യെസ്. ഓക്കെ, ശരിയാണത്. എന്തുകൊണ്ട്? വൈ? നിങ്ങൾക്കറിയാം ഈ സിറ്റീസിൽ കുറെ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിലായിരിക്കും എന്താക്കുക കുട്ടികൾ നിൽക്കുക സ്വാഭാവികമായിട്ടും. ഓക്കെ, അത് നമ്മൾ മക്കളെല്ലാം വളർത്തുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ചൊക്കെ ഈ എന്താണ് ഇത്തരത്തിലുള്ള ഡസ്റ്റ് ആയിക്കോട്ടെ അലർജൻസ് ഒക്കെ ആയിട്ട് എന്താക്കണം കോൺടാക്ട് വരണം. എങ്കിലും മാത്രമേ എന്താക്കുള്ളൂ അവരുടെ ഇമ്മ്യൂണിറ്റി സെറ്റ് ആവുള്ളൂ. നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി പഠിക്കുന്നില്ലേ, അത് തന്നെ സംഭവം, വേറെ ഒന്നുമല്ല. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? യെസ്. വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ? ഇത് വന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇതാ ചോദിക്കുക IgE. ഏതാ? IgE. Then suggest any 2 drugs which reduce the allergic symptoms. 2 drugs ഏതൊക്കെയാടാ? ആന്റി ഹിസ്റ്റമിൻ പറയാം അല്ലേ, അഡ്രിനാലിൻ പറയാം. ദെൻ സ്റ്റിറോയിഡ് മെഡിസിൻ, സ്റ്റിറോയിഡ്സ് അതും യൂസ് ചെയ്യാം അലർജിക് സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? പൊളിച്ച്. ഓക്കെ, IgE. ഓക്കെ റെഡി. ഓക്കെ, റിൻഷ, നസ്രീൻ. ഓക്കെ, മോട്ടോസ്മോക്കി. യെസ്. ഓക്കെ റെഡിയാടാ, സെറ്റ്. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് മക്കളെ. ഇത് നിങ്ങൾക്കറിയാം 2 കുഞ്ഞു ടോപ്പിക്കുകളാണ്, എയ്ഡ്സ്, ക്യാൻസർ, അതേപോലെ തന്നെ എന്താണ് അവസാനം വരുന്ന ഡ്രഗ്സ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പൊ എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നിങ്ങൾക്കറിയാം ഹയർ സെക്കൻഡറിനെ സംബന്ധിച്ച്, സെക്കൻഡ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എയ്ഡ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, അപ്പൊ ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, എയ്ഡ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അങ്ങനെ തന്നെ പറയാം. അപ്പൊ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. വാട്ട് ഈസ് സിൻഡ്രോം? എന്താണ് മക്കളെ സിൻഡ്രോം? എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, ഒരു കൂട്ടം എന്താണ് സിംറ്റംസ്. ഓക്കെ, എയ്ഡ്സിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ദെൻ പാത്തോജൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാ. ആണ്. HIV ആണ് പാത്തോജൻ. ഓക്കെ, പാർട്ട് ഓഫ് ദ ബോഡി ഇറ്റ് ഇൻഫെക്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആരെയാണ് ഇവന് അഫക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പർ T സെൽ. ശരിയല്ലടാ, ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിനെയാണ് ഇവൻ എന്താക്കുക അഫക്ട് ചെയ്യാം, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ 1981 ഫസ്റ്റ് ഇതെന്താക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന US എന്നൊക്കെ ഉള്ള കഥയൊക്കെ നിങ്ങൾക്കറിയാം. ആ കഥയിലേക്ക് ഒന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ഇത് റിവിഷൻ ആണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്, വിടുവാണ്. ട്രാൻസ്മിഷൻ ഓഫ് HIV എങ്ങനെയാ മക്കളെ വരുന്നത്? ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാം. എങ്ങാനും HIV കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്താം. പിന്നെ വരുന്നത് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുമായിട്ടുള്ള എന്താണ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട്, അങ്ങനെ നമുക്ക് വരാം. ദെൻ കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, അത് ഹൈ റിസ്ക് ഉള്ള ടീം ഏതാടാ? കമന്റ് ചെയ്തേ ഹൈ റിസ്ക് ഉള്ള ടീം ഏതാ? മൂന്നാമത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ആരാ? ഓക്കെ എന്നാ നമുക്ക് നോക്കാം. കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ആരാ? ഹൈ റിസ്ക്. യെസ്, ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവെനസ്ലി. അല്ലേ, മയക്കുമരുന്നൊക്കെ കുത്തിവെക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോടാ. മയക്കുമരുന്നിന് പൈസ ചെലവാക്കും, നീഡിലിന് പൈസ ചെലവാക്കൂല, അത് ഒരുമിച്ച് കൊടുക്കും. ഓക്കെ, അങ്ങനെ വന്നേക്കാം. മദർ ടു ഫീറ്റസ് ത്രൂ പ്ലാസന്റ. പ്ലാസന്റ ക്രോസ് ചെയ്ത് വരും HIV. ഓക്കെ, അങ്ങനെ വന്നേക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, കണ്ടാമിനേറ്റഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, മദർ ടു
fetus through placenta. ദെൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മക്കളെ, അവിടെ HIV ലൈഫ് സൈക്കിള് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടുപോകരുത്. ഓക്കെ, അപ്പം നന്നായിട്ട് നോക്കിയേ. അപ്പം HIV അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മളെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യുക? നിങ്ങൾക്കറിയാം, HIV നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് റിട്രോ വൈറസ് എന്നാ. എന്താണ് വിളിക്കുക? റിട്രോ വൈറസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ടൈപ്പ് RNA വൈറസ് ആണെന്ന് നമ്മൾ പറയും. എന്താണ്? RNA വൈറസാണ്. RNA വൈറസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനറ്റിക്കൽ മെറ്റീരിയൽ RNA ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മക്കളെ റിട്രോ വൈറസ് എന്ന് വിളിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ബിക്കോസ് ദേ പെർഫോം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സാർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? യെസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജനറ്റിക്കൽ മെറ്റീരിയൽ ആയിട്ടുള്ള RNA എന്താക്കി മാറ്റുക? DNA ആക്കി മാറ്റുക. ബൈ യൂസിങ് എൻ എൻസൈം, അതവിടെ പോയി. ഓക്കെ, ബൈ യൂസിങ് എൻ എൻസൈം എന്താക്കി മാറ്റുക? ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി മാറ്റുക. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞൊരു എൻസൈം യൂസ് ചെയ്തിട്ട് എന്താക്കുക? RNA DNA ആക്കുക. ഈ പ്രോസസ്സിനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് വൈ HIV is also known as retrovirus, because they perform reverse transcription. Because they perform reverse transcription. അപ്പോൾ ഇവിടെ നോക്കിക്കേ, റിട്രോ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറാം, നമ്മുടെ ബോഡിയിലേക്ക് കയറി. ദെൻ വൈറൽ RNA അതിൻ്റെ ജനറ്റിക്കൽ മെറ്റീരിയൽ ആണ്, നേരെ നമ്മൾ എന്താക്കുക? സെല്ലിലേക്ക് കയറാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബോഡി കയറിയാൽ അവൻ അഫക്റ്റ് ചെയ്യുന്ന സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആരിലേക്ക് അവൻ കയറുക? മാക്രോഫേജ്. നമ്മുടെ ബോഡിയിലെ മാക്രോഫേജിലേക്കാണ് കയറുക. എവിടേക്കാണ് മക്കളെ കയറുക? മാക്രോഫേജ്. എവിടേക്കാണ് മക്കളെ കയറുക? മാക്രോഫേജിലേക്കാണ് കയറുക. ഓക്കെ, അപ്പോൾ മാക്രോഫേജിലേക്ക് അവൻ കയറുന്നു. മാക്രോഫേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ ചെയ്യുന്ന പണി കണ്ടടാ, വൈറൽ DNA is produced by reverse transcriptase. അതായത് നമ്മൾ പറഞ്ഞ പണിയില്ലേ, ഏത് പണി? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നു. ദെൻ നേരെ വൈറൽ DNA ഇൻകോർപ്പറേറ്റ്സ് ഇൻ ടു ഹോസ്റ്റ് ജീനോം. നമ്മളെ ഹോസ്റ്റ് ജീനോം, നമ്മുടെ ജീനോവുമായിട്ട് ഇവൻ അങ്ങ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. നോക്കണേ, എവിടുന്നോ കയറി വന്ന വേണ്ട വിട്ടേക്ക്. അപ്പൊ നമ്മുടെ എന്താക്കുക? നമ്മുടെ ജീനോവുമായിട്ട് എന്താക്കുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. നോക്കണേ, എന്നിട്ട് അവൻ അവിടുന്ന് ന്യൂ വൈറൽ RNA is produced by the infected cell. സെല്ലെന്ന് കുറെ എന്താക്കുക? വൈറൽ RNA പ്രൊഡ്യൂസ് ചെയ്ത് കളിക്കാവേ നമ്മുടെ ബോഡി കയറിയിട്ട്. ചോദിക്കാനും പറയാനും ആരുമില്ലേ, ഫുള്ളായിട്ട് ഇവൻ എന്താക്കുക? പുതിയ പുതിയ വൈറൽ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. നോക്കിക്കേ, ഇതാ കണ്ടോ ഒരു വൃത്തിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ വൈറസസ് മാക്രോഫേജിൽ നിന്ന് കുറെ വൈറസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഈ പുതിയ പുതിയ വൈറസുകൾ നേരെ വന്നിട്ട് നമ്മളെ ഹെൽപ്പർ ടീസെല്ലിനെ, ആരെടാ? നമ്മളെ പാവം ഹെൽപ്പർ ടീസെല്ലിനെ എന്താക്കുന്നു? അഫക്റ്റ് ചെയ്യുന്നു. നോക്കണേ, അപ്പൊ ഗ്രാജുവലി ഹെൽപ്പർ ടീസെൽ ഇങ്ങനെ അഫക്റ്റ് ചെയ്ത് ഹെൽപ്പർ ടീസെല്ലിന്റെ എണ്ണം ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ആര് കയറി വരും? അതർ പാത്തോജൻസ് കയറി വരും. അതർ പാത്തോജൻസ് കയറി വന്നാൽ നമുക്കറിയാം നമ്മുടെ ബോഡി പല അസുഖങ്ങൾക്കും കീഴ്പ്പെടും. റെഡി അല്ലടാ? ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് മക്കളെ, ഡിപ്പെൻഡിങ് അപ്പോൺ വൺസ് ഇമ്മ്യൂണിറ്റി, നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളിലേക്കാണ് HIV കയറിയതെങ്കിൽ ഏതാണ്ട് സിംറ്റംസ് ഒരു 5 to 10 years ഒക്കെ അയാളുടെ എന്താക്കും? സിംറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കും. മെയിനായിട്ട് നിങ്ങൾക്കറിയാം ഫീവറും അതേമാതിരി തന്നെ എന്താണ് വെയിറ്റ് ലോസ് പോലെയുള്ള സിംറ്റംസ് ഒക്കെയാണ് എന്താക്കുക? കാണിക്കാം. ഓക്കെ, അങ്ങനെ റെഗുലറായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടും ഇയാളുടെ അസുഖങ്ങൾ മാറുന്നില്ല. അപ്പൊ ഡോക്ടർ എഴുതും ഒരു ടെസ്റ്റ്. ഏതാ ടെസ്റ്റ്? യെസ്, എലീസ. ഏതാ ടെസ്റ്റ്? എലീസ. ഇതാ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിസയുടെ ഫുൾ ഫോം എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. എന്താ മക്കളെ പറയാ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. മറന്നു പോവോ? സോറി, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. ഈ ടെസ്റ്റ് ചെയ്യും. കൺഫർമേഷന് വേണ്ടിയിട്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും കൺഫർമേഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും ചെയ്യും. നോക്കിയല്ലേ മക്കളെ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? എയ്ഡ്സ്. ദെൻ എയ്ഡ്സ് കൺട്രോൾ ചെയ്യാൻ, പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും
അതേപോലെ തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആൻഡ് അതർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനൊക്കെ കുറേ അവയർനെസ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് അവയർനെസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗ്രാജുവലി ഇതുണ്ടാക്കിയത് HIV പേഷ്യൻസിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ് മക്കളെ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് സ്റ്റാർട്ടഡ് എ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ടു പ്രിവെന്റ് ദി സ്പ്രെഡിംഗ് ഓഫ് HIV ഇൻഫെക്ഷൻ. NACO and NGOs, National AIDS Control Organization and non-governmental organization are doing a lot to educate people about AIDS awareness program. Then making blood. Okay, രണ്ടാമത്തെ നോക്കിയേ, making blood safe from HIV. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി പകരാനുള്ള സാധ്യത എന്താക്കുക, ഇല്ലാണ്ടാക്കുക. Then മൂന്നാമത് മക്കളെ, ensuring the use of only disposable needles and syringes in public and private hospitals and clinics. ഉറപ്പായിട്ടും ഡിസ്പോസിബിൾ റീയൂസബിൾ ആയിട്ടുള്ള അല്ല എന്താക്കുക നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ഡിസ്പോസിബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ആ സാധ്യത ഒഴിവാക്കുക. ദെൻ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ് കൺട്രോളിംഗ് ഡ്രഗ് അബ്യൂസ്. നമുക്കറിയാം, നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈ ബാരിയർ മെത്തേഡിൽ പഠിച്ച കോണ്ടംസ് യൂസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള STDs പ്രിവെന്റ് ചെയ്യാൻ എന്താക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എയ്ഡ്സും പ്രിവെന്റ് ചെയ്യാൻ എന്താക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡ്രഗ് അബ്യൂസ്. Okay, drug abuse എന്താക്കുക കൺട്രോൾ ചെയ്യുക. Then advocating safe sex and promoting regular checkups for HIV in susceptible population. എന്താ സേഫ് സെക്സ്? അൺനോൺ പാർട്ട്ണറുമായിട്ടുള്ള എന്താക്കുക, സെക്സ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അൺനോൺ പാർട്ട്ണർ ഈവൻ HIV പോസിറ്റീവ് ആണോ ഇതൊന്നും നമുക്കറിയില്ല, എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒന്നും നമുക്കറിയില്ല, അപ്പൊ റിസ്ക് എടുക്കാൻ മെനക്കെടണ്ട. ഓക്കെ, അതങ്ങോട്ട് ഒഴിവായിക്കോളാം. അപ്പൊ ഇത്രയാണ് മക്കളെ പ്രിവെന്റ് ചെയ്യാൻ, എയ്ഡ്സ് പ്രിവെന്റ് ചെയ്യാനുള്ളത്. പോവല്ലടാ, സെറ്റല്ലേ, പോവല്ലേ? ഓക്കെ, അപ്പൊ എയ്ഡ്സിലെ ക്വസ്റ്റ്യൻ ഇതാ, ഉറപ്പിച്ച മക്കളെ എയ്ഡ്സ് എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വെറുതെ പറയല്ല, തള്ളല്ല, ഉറപ്പാണ് എയ്ഡ്സ് എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എക്സാം കഴിഞ്ഞാൽ വീണ്ടും കാണണ്ട. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, എക്സ്പാൻഡ് ദി ടേം. ഇതാ കഴിഞ്ഞ വർഷം ചോദിച്ചാണേ, മാർക്ക് കണ്ടോ? എത്രയാ മക്കളെ മാർക്ക്? ഓക്കെ, ഇതാ പിടിച്ചോ, 5 മാർക്ക്. എത്രയാ? ഓക്കെ, 5 മാർക്ക്. ഇതാ ശ്രദ്ധിച്ചോ, 5 മാർക്കാണ്. അപ്പോ ഇതാ ശ്രദ്ധിച്ചോ, 5 മാർക്ക്. ഓക്കെ, ഇവാനോറ കമന്റ് വായിക്കുന്നുണ്ട് മോളെ, പക്ഷെ ഇവിടെ എന്താണെന്നറിയോ, നമുക്ക് ടോപ്പിക് തരണ്ടേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ തീർക്കാം. അപ്പൊ യെസ്, അപ്പൊ നമുക്ക് നോക്കാം. എക്സ്പാൻഡ് ദി ടേം എയ്ഡ്സ്, മെൻഷൻ ദി നെയിം ഓഫ് വൈറസ് ദാറ്റ് കോസസ് എയ്ഡ്സ്. നോക്കിയോ, എയ്ഡ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ അല്ലേ? ദെൻ മെൻഷൻ ദി നെയിം ഓഫ് വൈറസ് ദാറ്റ് കോസസ് എയ്ഡ്സ്. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ അല്ലേ? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് എഴുതി വെക്കരുത്. ദെൻ നെയിം ദി വൈഡ്ലി യൂസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യാൻ എലിസ. ഏതാണ്? എലിസ. ഓക്കെ, എലിസ. Enzyme linked immunosorbent assay. List out any 4 practices for the prevention of AIDS. നമ്മൾ പറഞ്ഞല്ലോ, ഈ 4 പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സിൽ പറഞ്ഞ നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾക്ക് എന്താക്കിക്കൂടെ, എഴുതിക്കൂടെ മക്കളെ, എഴുതിക്കൂടെ? അത് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എന്താക്കി എഴുതുക. 5 മാർക്കിനാണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. കഴിഞ്ഞ തവണയല്ല, അതിന് തൊട്ട് മുമ്പിൽ 5 മാർക്കിനാണ് എന്താക്കുക ചോദിച്ചേ. ഓക്കെ, 22 ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്. ഓക്കെ, അറിവില്ലായ്മ കൊണ്ട് എന്ത് സംഭവിക്കരുത്, ഡെത്ത് സംഭവിക്കരുത്. അബൌട്ട് വിച്ച് ഇറ്റ് ഈസ് മെൻഷൻ, എയ്ഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ HIV ഇൻഫെക്ഷൻ ആണ് എന്താക്കിയത് ഉദ്ദേശിച്ചത്. ഓക്കെ, 2019 ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 2 മെഷേഴ്സ് ടേക്കൺ ബൈ WHO ടു പ്രിവെന്റ് ഇറ്റ്. എന്തൊക്കെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്ലൈ ചെയ്തത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിനായിട്ട് അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. അതേപോലെ തന്നെ എന്താണ്, ഈ സസെപ്റ്റബിൾ പോപ്പുലേഷനിൽ ഈ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് എന്താക്കി ചെയ്തു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അതിൽ എന്താക്കുക, 2 പോയിന്റ് നമുക്ക് എന്താക്കുക എഴുതിക്കോളൂ. ലിസ്റ്റ് 2 മെഷേഴ്സ്, 2 മെഷേഴ്സ് എഴുതി കഴിഞ്ഞാൽ മതി, നമുക്ക് 2 മാർക്ക് എന്താക്കിക്കോളും, കിട്ടിക്കോളും. ദെൻ പ്രിപ്പയർ എ ബ്രീഫ് note to be presented in an awareness program for adolescents about AIDS, their causes and preventive measures. റെഡി അല്ലേ? അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അഡോളസൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 12 to 18 ആണ് ഏജ് വരുന്നത് അല്ലേ, ഇൻ ബിറ്റ്വീൻ.
എന്നിട്ട് പറയാണ്, എന്നിട്ട് ഫോർ അഡോൾസൻ ദർ കോസസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എയ്ഡ്സ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയായിരുന്നു മക്കളെ? എന്തൊക്കെയായിരുന്നു? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്ട്, അല്ലേ? അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോൺടാക്ട്, ദെൻ യൂസ് ഓഫ് എന്താണെടാ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, അല്ലേ? ഈ ഡ്രഗ് അബ്യൂസസിന്റെ കേസിലൊക്കെ ഇൻട്രാവെനസ്ലി ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താക്കുക? സെയിം നീഡിൽസ് എന്താക്കുക? യൂസ് ചെയ്യുക. ഓക്കെ, യൂസ് ഓഫ് അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്താക്കാം? എഴുതി വെക്കാം. പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലടാ? ഓക്കെ, അപ്പോ ദ നെക്സ്റ്റ്, വൺ ഓഫ് യുവർ ഫ്രണ്ട് ആർഗ്യൂഡ് ദാറ്റ് ആന്റി റിട്രോവൈറൽ ഡ്രഗ് ആർ ഇഫക്റ്റീവ് മെഡിസിൻ ടു ട്രീറ്റ് എയ്ഡ്സ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? ആന്റി റിട്രോവൈറൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി മാത്രം? വൈറസിന്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ക്യൂർ, എയ്ഡ്സ് ക്യൂറബിൾ ആണോ മക്കളെ? ക്യൂറബിൾ ആണോ മക്കളെ? അല്ല. ഓക്കെ, എയ്ഡ്സ് ക്യൂറബിൾ അല്ല. എന്നാൽ ആന്റി റിട്രോവൈറൽ ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം? ഇവരെ ഓക്കെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എന്താക്കാം? കൊണ്ടുപോകാം. കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. ഓക്കെ, വരാണ്ട് നോക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല? അതന്നെ സംഭവം. ഹൗ HIV അഫക്ട് അവർ ഇമ്മ്യൂണിറ്റി? എങ്ങനെയാണ് നമ്മളെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്നത്? ബിക്കോസ് വെൻ HIV എൻറ്റേഴ്സ് ഇൻ ടു അവർ ബോഡി ഇറ്റ് അറ്റാക്സ് അവർ ഹെൽപ്പർ T cells. ഗ്രാജുവലി ഹെൽപ്പർ T cellsന്റെ എണ്ണം കുറയുന്നു. ഓക്കെ, നമ്പർ ഓഫ് ഹെൽപ്പർ T cells ഡിക്രീസ്, ദാൻ ഇറ്റ് അഫക്ട് അവർ ഇമ്മ്യൂണിറ്റി. ക്ലിയർ അല്ലേ മക്കളെ? എഴുതി വെക്ക വൃത്തിയിൽ 3 മാർക്ക് ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെയിം ദി ഡിസീസ് എയ്ഡ്സ്, നെയിം ദി കോസേറ്റീവ് ഓർഗാനിസം HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദെൻ fill in the steps infection A, B and C labeled in the diagram. Write any 2 methods to control the spread of this disorder. നമ്മളിപ്പോൾ പറഞ്ഞു ആ ABC നിങ്ങൾ കണ്ടോടാ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ A എന്താണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റെഡി അല്ലേ? ഇവിടെ എന്താക്കി? വൈറൽ RNA എന്ത് ഫോം ചെയ്തു? വൈറൽ DNA. ദെൻ ഇവിടെ എഴുതി വെക്കണം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ എന്താണ്? A എന്താണെന്ന് എഴുതി വെക്കുക. A viral DNA formed. Then B എന്താണ് മക്കളെ? viral DNA incorporates with host genome. റെഡി അല്ലേ? then C നിങ്ങൾ എഴുതി വെക്കുന്നു. എന്താ എഴുതി വെക്കുക? several viral particles are produced. അല്ലേ? പുതിയ എന്താക്കുക? viral particles എന്താക്കുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? write any 2 methods to control the spread of this disorder. AIDS സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? യെസ്, നിങ്ങൾക്കറിയാം എന്താക്കുക? യെസ്, കോണ്ടംസ്, അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ. ഇനി എങ്ങാനും എന്താക്കാൻ നടക്കണേ പോകുന്നുണ്ടെങ്കിൽ തന്നെ എന്താക്കാൻ നടക്കണമെങ്കിൽ അയ്യോ അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം, യൂസ് കോണ്ടംസ്. ഓക്കെ, കോണ്ടംസ് യൂസ് ചെയ്യുക. ദെൻ എന്താക്കുക? സ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് യൂസ് ചെയ്യുക. റീയൂസബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അതിലേതെങ്കിലും 2 മക്കളെ എഴുതി വെക്കുക. അപ്പോൾ എയ്ഡ്സ് നമ്മൾ കഴിഞ്ഞ് ഇനി ആ ഭാഗത്തേക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക്. എയ്ഡ്സിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യും. സെറ്റാണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ദെൻ മക്കളെ അടുത്തേക്ക് പോവാണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചില ടോപ്പിക്കുകൾ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഒരു രക്ഷയില്ല, വരും എന്ന് പറഞ്ഞാൽ വരും. അപ്പോൾ നമ്മൾ ക്യാൻസർ നോക്കുകയാണ്. ക്യാൻസർ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താടാ? ക്യാൻസർ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ കണ്ടീഷൻ ഫോർ അൺകൺട്രോളബിൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ഒക്കേഴ്സ് ആൻഡ് ദർ ഫോം എ ഹാർഡ് ലംബ് ലൈക്ക് സ്ട്രക്ചർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ സെൽസിനൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി. എന്താ മക്കളെ? കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി. എന്നാൽ നോർമൽ സെൽസിൽ കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ സെൽസ് കുറേ ടിഷ്യൂവിൽ ഇങ്ങനെ കുറേ സെൽസ് ഉണ്ട്. ഇതെല്ലാം എന്താണ് മക്കളെ? സെല്ലാണ്. ഈ ഒരു പെർട്ടിക്കുലർ സെല്ല് ഈ ഒരു പെർട്ടിക്കുലർ സെല്ല് ഇവിടെ ഒരു അൺകൺട്രോളബിൾ മൾട്ടിപ്ലിക്കേഷൻ കാണിക്കുകയാണെന്ന് വെക്കുക. ദെൻ ഈ സെല്ല് ഈ അഡ്ജസൻറ്റ് സെല്ലിന്റെ സെൽ മെമ്മറിയുമായിട്ടുള്ള ഈ ഒരു കോണ്ടാക്ട് ഇതിനെന്താക്കും മക്കളെ? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ നോർമൽ സെൽസിനുള്ള ഒരു കഴിവാണെന്ത്? കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ക്യാൻസറസ് ആയിട്ട് അല്ലെങ്കിൽ സെൽസ് ക്യാൻസറസ് ആയിട്ട് മാറുന്ന സമയത്ത് ദേ ലാക്ക് ദിസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി. ദാറ്റ്സ് വൈ cells uncontrollably multiply and form hard lump-like structure called
ട്യൂമർ. എന്താണ് ട്യൂമറുകൾ ഫോം ചെയ്യുക? ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്യൂമർ 2 ടൈപ്പാണ്. ബിനൈൻ ട്യൂമർ ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമർ ഉണ്ട്. ബിനൈൻ ട്യൂമർ ഡസ് നോട്ട് കോസ് ഹാം. ഇവൻ കുഴപ്പക്കാരനല്ല, നിങ്ങൾക്കറിയാം. ബിക്കോസ് ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും എന്തുണ്ട്, ഒരു കണക്റ്റീവ് ടിഷ്യൂ കോട്ടിംഗ് ഉണ്ടാവും ബിനൈൻ്റെ സംബന്ധിച്ചിടത്തോളം. ദാറ്റ്സ് വൈ ഇറ്റ് ഡസ് നോട്ട് സ്പ്രെഡ്, അല്ലേ? അതായത് അതിന്റെ കൺഫൈൻ എന്താണ്, ഒറിജിനൽ അതിന്റെ പൊസിഷനിൽ തന്നെ അവനിങ്ങനെ കിടക്കും, ലൊക്കേഷനിൽ തന്നെ. ഇവൻ സ്പ്രെഡ് ചെയ്യത്തില്ല. ഓക്കെ. എന്നാൽ മാലിഗ്നന്റ് ട്യൂമർ അങ്ങനെയാണോ മക്കളെ? മാലിഗ്നന്റ് ട്യൂമർ അങ്ങനെയാണോ? അല്ല. മാലിഗ്നന്റ് ട്യൂമർ ഷോസ് എ പ്രോപ്പർട്ടി കോൾഡ്, പറഞ്ഞോടാ, ഏത് പ്രോപ്പർട്ടിയാ മാലിഗ്നന്റ് ട്യൂമർ കാണിക്കുക? യദുനന്ദൻ പറഞ്ഞേ, യദുനന്ദൻ. നസ്രീൻ എല്ലാരും പോയോ? ഇല്ലല്ലോ, ആക്ടിവേറ്റ് ഉണ്ടല്ലോ. പറഞ്ഞേ, മാലിഗ്നന്റ് ട്യൂമർ കാണിക്കുന്ന, മാലിഗ്നന്റ് ട്യൂമറിലെ നിയോപ്ലാസ്റ്റിക് സെൽസ്, ക്യാൻസറസ് സെൽസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്താ റിൻഷ? പറഞ്ഞേ മെറ്റാസ്റ്റാസിസ്. എന്താ പറയാ? മെറ്റാസ്റ്റാസിസ്. എന്താ മക്കളെ? മെറ്റാസ്റ്റാസിസ് എന്നാട്ടോ പറയാ, മെറ്റാസ്റ്റാസിസ്. അപ്പൊ മെറ്റാസ്റ്റാസിസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെറ്റാസ്റ്റാസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണോ, മെറ്റാസ്റ്റാസിസ് ദ പ്രോപ്പർട്ടി ഓഫ് cancerous cells or neoplastic cells in malignant tumor where cells multiply uncontrollably and they transport through body fluid and they form new tumor where they get lodged. വേറെ ഒന്നുമല്ല, മാലിഗ്നന്റ് ട്യൂമറിലെ സെല്ലുകള് അൺകൺട്രോളബിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈവൻ ബോഡി ഫ്ലൂയിഡിൽ എത്തിയിട്ട് എന്താക്കുക, ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ പുതിയ പുതിയ ട്യൂമറുകൾ ഉണ്ടാക്കുക. നോക്കണേ, പുതിയ പുതിയ ട്യൂമറുകൾ ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഇല്ലേ, ക്യാൻസർ ഒരാൾക്കുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, അല്ലേ, സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സ്റ്റേജാണ് നമ്മൾ ചോദിക്കും. എടാ, അത് ഈ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാ. അപ്പൊ ആ പ്രോപ്പർട്ടിയാണ് മക്കളെ മെറ്റാസ്റ്റാസിസ്. മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് മാലിഗ്നന്റ് ട്യൂമർ ഇസ് മെറ്റാസ്റ്റാസിസ്. ഈ മെറ്റാസ്റ്റാസിസിനെയാണ് ഫിയർഡ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എന്താക്കുന്നത്, കാണുന്നത്. ഓക്കെ. അപ്പൊ ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്താക്കാം, ചെയ്യാം. അപ്പൊ കോസസ് ഓഫ് ക്യാൻസർ, എന്തൊക്കെയാണ് ക്യാൻസറിന് കാരണം? വേറെ ഒന്നുമല്ല, ക്യാൻസർ കോസിംഗ് ഏജന്റ്സ് ആർ കോൾഡ്, ആരാ മക്കളെ? കാർസിനോജൻസ്. ക്യാൻസർ കോസിംഗ് ഏജന്റ്സ് ആർ കോൾഡ് കാർസിനോജൻസ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ക്യാൻസർ ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ കാർസിനോജൻസ് എന്ന് വിളിക്കുക. കാർസിനോജൻസ് അല്ലേ? വന്നല്ലോ, കാർസിനോജൻസ്. ഈ കാർസിനോജൻസിനെ നമുക്ക് ഫിസിക്കൽ കാർസിനോജൻസ്, ദെൻ രണ്ടാമത്തേതാരാ, കെമിക്കൽ കാർസിനോജൻസ്, മൂന്നാമത്തേതാരാ, തേർഡ് വൺ ബയോളജിക്കൽ കാർസിനോജൻസ്. ഇങ്ങനെ മൂന്നാക്കി തിരിക്കാം. ഓക്കെ അല്ലേ? ഫിസിക്കൽ കാർസിനോജൻസ് ഉണ്ട്, കെമിക്കൽ കാർസിനോജൻസ് ഉണ്ട്, ബയോളജിക്കൽ കാർസിനോജൻസ് ഉണ്ട്. ഫിസിക്കൽ കാർസിനോജൻസിൽ വരും ആരാ? ഫിസിക്കൽ കാർസിനോജൻസിൽ യെസ്, റേഡിയേഷൻസ് ആണ്. അയണൈസിങ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് ആരൊക്കെ വരും? എക്സ്റേസ് വരും. അതേപോലെ തന്നെ ആരാ? എക്സ്റേസ് വരും, ഗാമ റേസ് വരും, അതേപോലെ തന്നെ എന്താണ്, UV റേസ് വരും. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ കാർസിനോജൻസാ. എടാ, UV റേസ് ഒക്കെ നമ്മളെ DNA നിങ്ങൾക്ക് അറിയാലോ, മ്യൂട്ടേഷൻ ഉണ്ടാക്കിയിട്ട് എന്താക്കാൻ നടക്കണമെങ്കിൽ ക്യാൻസർ ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം എന്താണ്? ഫിസിക്കൽ കാർസിനോജൻസ്. കെമിക്കൽ കാർസിനോജൻസിൽ വരിക മെയിൻ ആയിട്ട് വരുന്നത് നിക്കോട്ടിനാണ്. അറിയല്ലോ, ടൊബാക്കോയിലുള്ള നിക്കോട്ടിൻ. ഓക്കെ. അതർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ. നമുക്കിവിടെ NCERT വരുന്ന ഏതാണ്? നിക്കോട്ടിനാണ്. മസ്റ്റാർഡ് കേസും അതെല്ലാം ഉണ്ട്, അതൊക്കെ നമ്മൾ വിട്ടേക്ക്. ദെൻ ബയോളജിക്കൽ കാർസിനോജൻസിൽ വരുന്നത് മെയിൻ ആയിട്ട് സം വൈറസസ് ഓൾസോ കോസ് ക്യാൻസർ. അതിന് നമ്മൾ ഓങ്കോ വൈറസസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഓങ്കോ വൈറസസ്. ഹെർപ്പിസ് സിംപ്ലക്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ജനൈറ്റൽ ഹെർബ്സ് ഉണ്ടാക്കുന്നില്ലേ നമ്മളിൽ, ഹെർപ്പിസ് സിംപ്ലക്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്? ബയോളജിക്കൽ കാർസിനോജൻസ്. എന്താ മക്കളെ? ബയോളജിക്കൽ കാർസിനോജൻസ്. അപ്പോൾ ബയോളജിക്കൽ കാർസിനോജൻസിൽ ഓങ്കോ വൈറസസ്, സം വൈറസ് ഓൾസോ കോസ് ക്യാൻസർ. അപ്പോൾ കാർസിനോജൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്യാൻസർ കോസിങ് ഏജൻസ് ആണ്. ഓക്കെ. ദെൻ ഈ കാർസിനോജൻസിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം: ഫിസിക്കൽ കാർസിനോജൻസ്, കെമിക്കൽ കാർസിനോജൻസ് ആൻഡ് ബയോളജിക്കൽ കാർസിനോജൻസ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാവരുടെയും സെല്ലിൻ്റെ ഉള്ളിൽ ഈ സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ സെല്ലുലാർ ഓങ്കോജീൻസ്. ഈ ഓങ്കോ വൈറസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സെല്ലുലാർ ഓങ്കോജീൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടോ ഓങ്കോജീൻസ് അല്ലെങ്കിൽ സെല്ലുലാർ ഓങ്കോജീൻസ് എങ്ങനെയാണോ ഇത്തരത്തിൽ ആക്റ്റീവ് ആവുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്,
ഇവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയല്ലേ, ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഈ പുകവലി ശീലമൊക്കെ ഉള്ള ആൾക്കാരോട് നമ്മൾ പറയാണ് അല്ലേ, പിന്നെ അപ്പാപ്പ എന്താക്കുക, അച്ചച്ച നിങ്ങൾ എന്തിനാ സിഗരറ്റ് വലിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ പറയും ഞാൻ ഈ 2 വലിക്കുന്നുള്ളൂ അല്ലേ ഭക്ഷണം കഴിച്ചതിന് ശേഷം, നീ അടുത്ത വീട്ടിലെ 4 നോക്ക്, അല്ലെങ്കിൽ ഇന്നയാളെ നോക്ക്, 10 വലിച്ചിട്ട് അയാൾക്ക് വരാത്ത ക്യാൻസർ ആണോ എനിക്ക്? എടാ 4 പ്രോട്ടോ ഓങ്കോജീൻസോ അല്ലെങ്കിൽ സെല്ലുലാർ ഓങ്കോജീനും അച്ചാച്ചൻ്റെ വ്യത്യാസം ഉണ്ടാവും. അച്ചാച്ചൻ്റെ ജസ്റ്റ് പുക കിട്ടിയാൽ മതിയാവും ആക്ടിവേറ്റ് ആവാൻ, പൂത്തു വളയാടെ. ഓക്കെ, വന്നോ മക്കളെ ക്യാൻസർ. ഓക്കെ, എന്നാൽ 4 എന്താവൂല, യേശൂല. അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ കാർസിനോജൻസ് എന്താ നമുക്ക് കിട്ടി? ദെൻ ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്. ക്യാൻസർ ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാടാ? യെസ് മക്കളെ, നിങ്ങൾക്കറിയാം, ശരിക്കറിയാം ക്യാൻസർ ഡിറ്റക്ഷൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. യെസ്, ഫസ്റ്റ് വൺ എക്സ്റേ ചെയ്യാം, ദെൻ MRI ചെയ്യാം, ദെൻ തേർഡ് വൺ CT ചെയ്യാം. ഓക്കെ, വേഗം പറഞ്ഞു പോകണം മക്കളെ. CT ചെയ്യാം, ദെൻ ബ്ലഡ് ടെസ്റ്റിലൂടെയും അറിയാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ഇവനാണ് പുലി. ആരാണ് ആ പുലി? ബയോപ്സി. ആരാ മക്കളെ? ബയോപ്സി. അപ്പോൾ എക്സ്റേയിലൂടെ നമുക്ക് അറിയാൻ പറ്റും. MRI നിങ്ങൾക്ക് അറിയില്ല, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഓക്കെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്താക്കുക കടത്തിവിട്ട് നമ്മൾ ഇന്റേണൽ ഓർഗൻസിന്റെ 3D വിഷൻ, 3 ഡയമെൻഷണൽ വിഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും ഇത് തന്നെയാണ്, ബട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സ്റേ ആണ്. ദെൻ ബ്ലഡ് ടെസ്റ്റ്, തീർച്ചയായും ബ്ലഡ് ടെസ്റ്റിലൂടെ എന്താണ് നമുക്ക് ക്യാൻസർ ഇല്ലേ, ലുക്കീമിയയുടെ കേസൊക്കെ നിങ്ങൾക്കറിയാം. ബട്ട് ഇത് നമുക്ക് എന്താണ്, ഈ ടെസ്റ്റ് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ക്യാൻസർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ പിടിച്ച മക്കളെ, ഏതാ? ബയോപ്സിയാണ്. ഇറ്റ്സ് എ histopathological study. Biopsy is a histopathological study. We use biopsy to confirm cancer. ഓക്കെ, അതായത് സസെപ്റ്റബിൾ ടിഷ്യൂ എടുത്തിട്ട് എന്താക്കുക, നന്നായിട്ട് എന്താക്കുക, പഠിക്കുക, സ്റ്റെയിൻ ചെയ്ത് പഠിക്കുക, അവിടെയുള്ള സെൽസ് ഏത് രീതിയിലാണ്, എങ്ങനെയുള്ള ട്രെൻഡാണ് ഡിവൈഡ് ചെയ്യാൻ കാണിക്കുന്നത്, എന്നിട്ട് എന്താക്കുക, കൺഫേം ചെയ്യുക. ഓക്കെ, ഇതാണ് ബയോപ്സി. എന്താണ് മക്കളെ? ബയോപ്സി. ഇറ്റ്സ് എ histopathological study. ദെൻ അടുത്തത് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുക ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്? ഫസ്റ്റ് വൺ, സർജറി, സർജിക്കൽ റിമൂവൽ. ഫസ്റ്റ് സ്റ്റേജ് അതാ, സർജറി. ദെൻ രണ്ടാമത് നമുക്ക് എന്താക്കാം, റേഡിയോ തെറാപ്പി കൊടുക്കാം. ദെൻ മൂന്നാമത് നമുക്ക് എന്ത് കൊടുക്കാം? കീമോതെറാപ്പി. ദെൻ നാലാമത് നമുക്ക് എന്ത് കൊടുക്കാം? കീമോതെറാപ്പി. ഓക്കെ, ദെൻ നാലാമത് ഏത്തൊന്നും പിടിക്കുന്നില്ല, വിശപ്പ് ടാബിനും പിടിച്ചോ. അപ്പൊ അടുത്തത് കീമോതെറാപ്പി കഴിഞ്ഞാൽ പിന്നെ ഏതാടാ വരുന്നത്? അടുത്തത് ഇമ്മ്യൂണോ തെറാപ്പി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ സർജറി ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഒറ്റ മെത്തേഡായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യൂല. പലപ്പോഴും ഈ മെത്തേഡ് കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക. ഇപ്പൊ സർജറി ചെയ്യും, സർജിക്കൽ റിമൂവൽ ചെയ്യും, അതിന് ശേഷം എന്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സിറ്റിംഗ് റേഡിയോ തെറാപ്പി ചെയ്യാന്ന് പറയും. റേഡിയേഷൻ, ബൈ യൂസിങ് റേഡിയേഷൻ ക്യാൻസർ സെൽസ് ഇറാഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒഴിവാക്കുക. ദെൻ കീമോതെറാപ്പി, കീമോ നിങ്ങൾക്കറിയാം പല കീമോതെറാപ്യൂട്ടിക്സും, വിൻബ്ലാസ്റ്റിൻ പോലെയുള്ള കീമോതെറാപ്യൂട്ടിക്സ് യൂസ് ചെയ്തിട്ട് എന്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടുക. ക്യാൻസർ സെൽസ് എന്താക്കുക, കൂടുതലായിട്ട് നശിച്ചു. ബിക്കോസ് നിങ്ങൾക്കറിയാം നോർമൽ സെൽസിനെ പോലെ അത്ര ഹെൽത്തി സെൽസ് അല്ല ക്യാൻസർ സെൽസ്, നിയോപ്ലാസ്റ്റിക് സെൽസ്. ദാറ്റ്സ് വൈ ഇത്തരത്തിലുള്ള കെമിക്കൽ തെറാപ്യൂട്ടിക്സിന്റെ പ്രസൻസിലൊക്കെ എന്തായി പോകും, അവ കൂടുതലായിട്ട് അങ്ങ് നശിച്ചു. ഓക്കെ, ദെൻ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താടാ, വേറെ ഒന്നുമല്ല. ഇനി ഇമ്മ്യൂണോ തെറാപ്പി ഈ പേഷ്യൻസിന് ആൽഫ ഇന്റർഫെറോൺ, എന്താ സാധനം? ആൽഫ ഇന്റർഫെറോൺസ് പോലെയുള്ള ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് മോഡിഫയേഴ്സ് കൊടുക്കുക, എന്നിട്ട് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി എന്താക്കുക മക്കളെ? സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ കുറേയൊക്കെ, അല്ലാണ്ട് അത് മാത്രം കൊടുത്താൽ ഇഫക്റ്റീവ് അങ്ങനെയല്ല പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് എന്താക്കാം, ഇമ്മ്യൂണോ തെറാപ്പിയും കൊടുക്കാം. അപ്പൊ ആൽഫ ഇന്റർഫെറോൺസ് ഒക്കെ എന്താക്കുക കൊടുത്തിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താക്കുക, ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറെ ക്യാൻസർ സെൽസ് ആ രീതിയിൽ എന്താക്കും, നശിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്താക്കുന്നത്, കൊടുക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ മക്കളെ? നമുക്ക് ചെയ്തൂടെ, ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അപ്പൊ ക്യാൻസർ നമ്മൾ എന്താക്കി, ക്ലിയർ ചെയ്തു. നാമ നോക്കിക്കേ, പ്രിപ്പയർ എ ഹാൻഡ് ഔട്ട് ടു എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ് അബൌട്ട് ദി സിംറ്റംസ് ഓഫ് ദി ഡ്രെഡഡ് ഡിസീസ് ക്യാൻസർ, ഇറ്റ്സ് ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾക്കറിയാം ക്യാൻസറിന്റെ
സിംറ്റംസ്, ക്യാൻസറിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലടാ, മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് തന്നെയാണ്, അപ്പിയറൻസ് ഓഫ് ഹാർട്ട് ലംബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ട്യൂമർ, അപ്പിയറൻസ് ഓഫ് ട്യൂമർ. ഓക്കെ, പിന്നെ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്ലീഡിങ്. ഓക്കെ, ബ്ലീഡിങ് വരാം. ഓക്കെ, നോസ് ആയിക്കോട്ടെ, അതേമാതിരി തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വേസ്റ്റിലൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിന്റെ പ്രസൻസ് വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില സിംറ്റംസ് എന്താക്കുക കാണിക്കുക, മെയിൻ ആയിട്ട് ട്യൂമർ, പ്രസൻസ് ഓഫ് ട്യൂമർ. ദെൻ നമ്മൾ അവിടെ പറഞ്ഞ എന്താണ്, ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഡിറ്റക്ഷൻ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, എക്സ്റേസ്, MRI, CT, അതേപോലെ ബ്ലഡ് ടെസ്റ്റ്, ദെൻ ബയോപ്സി. ബയോപ്സി വിട്ടുപോകരുത്, ബയോപ്സി എന്താവരുത്, വിട്ടുപോകരുത് എഴുതുന്നതിൽ. ദെൻ ട്രീറ്റ്മെന്റ് ആണ്, ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് സർജറി എഴുതാം, റേഡിയോതെറാപ്പി ചെയ്താം, കീമോതെറാപ്പി ചെയ്താം, ദെൻ എന്താണ്, ഇമ്മ്യൂണോ തെറാപ്പി. ഇത് വൃത്തിയിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടി. ഓക്കെ, ദെൻ ക്യാൻസർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഇസ് മേജർ കോസ് ഓഫ് ഡെത്ത് ഓൾ ഓവർ ദി ഗ്ലോബ്. ഓക്കെ, വാട്ട് ആർ ദി കോസസ് ഓഫ് ക്യാൻസർ? വാട്ട് ആർ ദി കോസസ് ഓഫ് ക്യാൻസർ? അവിടെ മക്കളെ നിങ്ങൾ എന്താ എഴുതുക, വാട്ട് ആർ ദി കോസസ് ഓഫ് ക്യാൻസർ? അവിടെ നിങ്ങൾ എന്താ എഴുതുക, അവിടെ നിങ്ങൾ എഴുതി വെക്കണം, വാട്ട് ആർ ദി കോസസ് ഓഫ് ക്യാൻസർ? അവിടെ എഴുതി വെക്കണം, കാർസിനോജൻസ്. എന്താണ് കാർസിനോജൻസ്? പ്രസൻസ് ഓഫ് ക്യാൻസർ കോസിങ് ഏജൻസ് ഓർ കാർസിനോജൻസ്. എന്നിട്ട് എന്താക്കുക, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ആ കാർസിനോജൻസും വൃത്തിയിൽ എഴുതി കൊടുക്കുക. വാട്ട് ആർ ദി മെത്തേഡ്സ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ? അതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ കണ്ടോ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തടുത്ത ഇയറിൽ എന്താക്കുന്നത്, ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ? സെയിം അല്ലേ, സെയിം അല്ലേ? ഓക്കെ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാടാ? ഓക്കെ, ദ ലാക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ പ്രോപ്പർട്ടി, ലാക്ക് contact inhibition property, lack contact inhibition property. Okay, then next lack contact inhibition property കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരുന്നത്? Okay, cancer cells they shows a property called metastasis. എന്താണ്? metastasis property കാണിക്കുന്നു. 2 മാർക്കല്ലടാ, കിട്ടി. Then cellular oncogenes are also called പ്രോട്ടോ ഓങ്കോജീൻസ് അല്ല, അത് പ്രോ ഓങ്കോജീൻസ്. ആ ചാടിക്കേറി ആൻസർ ചെയ്യരുത്, തെറ്റിപ്പോവും. സെല്ലുലാർ ഓങ്കോജീൻസ് ആർ ഓൾസോ കോൾഡ് CONC, സെല്ലുലാർ ഓങ്കോജീൻസ്. കറക്റ്റ് അല്ലേ? BL വരിക, ഇന്റർഫെറോൺസ് അല്ല, കാർസിനോജൻസ് അല്ല, നമുക്കറിയാം. ഓക്കെ, ക്യാൻസർ സെൽസ് കണ്ടിന്യൂ ടു ഡിവൈഡ് ഗിവിംഗ് റൈസ് ടു അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് ടിഷ്യൂ കോൾഡ് ട്യൂമേഴ്സ്. ട്യൂമേഴ്സ് ആർ ഓഫ് 2 types, നെയിം ആൻഡ് ഡിഫറൻഷിയേറ്റ് ദം. 2 ടൈപ്പ് ട്യൂമറുകളില്ലേ മക്കളെ? 2 ടൈപ്പ് ട്യൂമറുകൾ ഏതൊക്കെയാ? ബിനൈൻ ട്യൂമർ ഉണ്ട്, അതേപോലെ തന്നെ ഏതുണ്ടടാ, മാലിഗ്നന്റ് ഉണ്ട്. ബിനൈൻ ട്യൂമർ ഉണ്ട്, മാലിഗ്നന്റ് ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ മക്കളെ? ചെയ്തൂടെ? ഓക്കെ, ബിനൈൻ ട്യൂമർ എന്താ? ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ് ഡസ് നോട്ട് കോസ് ഹാം. ഇത് ഹാംഫുൾ ആണോ? അല്ല. എന്നാൽ മാലിഗ്നന്റ് ട്യൂമറോ? ഹാംഫുൾ ആണ്. ദെൻ ബിനൈൻ ട്യൂമർ മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? It does not shows metastasis. ഇവിടെയോ മാലിഗ്നന്റ് ട്യൂമറോ? ഷോസ് മെറ്റാസ്റ്റാസിസ്. ക്ലിയർ അല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആകുന്നില്ലേ മക്കളെ? ഞാനത് എഴുതിയിട്ട് എന്താക്കുന്നില്ല, പറയുന്നില്ല, സമയം എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, അത് ഇങ്ങോട്ട് വൃത്തിയിൽ എഴുതി വെച്ചാൽ നമുക്ക് എന്തായി, അതിന്റെ ആൻസർ ആയി. ദ ലാസ്റ്റ് ടോപ്പിക് ആണ്, ലാസ്റ്റ് ടോപ്പിക് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഡ്രഗ്സ്, സൈക്കോട്രോപിക് ഡ്രഗ്സ്. എന്താണ് സൈക്കോട്രോപിക് ഡ്രഗ്സ്? എന്താണ് സൈക്കോട്രോപിക് ഡ്രഗ്സ്? ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ, സൈക്കോട്രോപിക് ഡ്രഗ്സ്, സൈക്കോട്രോപിക് ഡ്രഗ്സ്. ഇതാ ലാസ്റ്റ് ടോപ്പിക് ആണ്, നമ്മൾ കഴിഞ്ഞു. ഓക്കെ, സൈക്കോട്രോപിക് ഡ്രഗ്സ്. അപ്പൊ സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം, those chemicals which alter our mood, നമ്മുടെ മൂഡ് അൾട്ടർ ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? സൈക്കോട്രോപിക് ഡ്രഗ്സ്. അപ്പൊ സൈക്കോട്രോപിക് ഡ്രഗ്സിന് എക്സാമ്പിൾ 3 ഡ്രഗ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ്, അതേപോലെ തന്നെ എന്താണ്, കൊക്ക ആൽക്കലോയിഡ്സ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സ് ആണ്. ആരാണ്? ഒപ്പിയോയിഡ്സ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് അവനെ തന്നെയാണ്, ഒപ്പിയോയിഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒപ്പിയോയിഡ്സ്, കെമിക്കൽ നെയിം ഒപ്പിയോയിഡ്സ്. The opioids are obtained from a plant called, ഏത് പ്ലാന്റാ? പോപ്പി പ്ലാന്റ്, ഒപ്പിയം പോപ്പി എന്നെല്ലാം പറയും, അല്ലെങ്കിൽ പെപ്പാവർ
സോംനിഫറം. പപ്പാവർ സോംനിഫറം. പപ്പാവർ സോംനിഫറം എന്ന് പറഞ്ഞ പ്ലാന്റ് നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒപ്പിയോയിഡ്സ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ഓൺ സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഇൻ അവർ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് പറഞ്ഞേ മക്കളെ. ഓക്കെ, അപ്പൊ പപ്പാവർ സോംനിഫറത്ത് നിന്ന് കിട്ടുന്ന ഒപ്പിയോയിഡ്സ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലെയും അതേപോലെ തന്നെ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലെയും ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഓൾറെഡി ഒപ്പിയോയിഡ് റിസപ്റ്റർ ഉണ്ട്, അങ്ങനെയല്ല. ഓക്കെ, നമ്മുടെ അവിടെയുള്ള എന്താണ് സെർട്ടൈൻ നമ്മൾ കീമോ റിസപ്റ്റർ ഒക്കെ പറയില്ലേ, അതേപോലുള്ള റിസപ്റ്റേഴ്സുമായിട്ട് എന്താക്കും? ഇന്ററാക്ട് ചെയ്യും. ദെൻ ഈ ഒപ്പിയോയിഡ് നമുക്ക് ഏതെല്ലാം ഫോമിൽ കാണാം നോക്കിക്കേ. ഈ ഒപ്പിയോയിഡ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒപ്പിയോയിഡ്സിന്റെ ഒരു ഫോമാണ് മക്കളെ മോർഫീൻ. ആരാണ്? മോർഫീൻ. ഈ മോർഫീനെ ഡൈഅസറ്റൈലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹെറോയിൻ. ആരാണ്? ഹെറോയിൻ. ഈ മോർഫീൻ നമുക്ക് ഒരു പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മോർഫീൻ ഈസ് യൂസ്ഡ് ആസ് എ പെയിൻ കില്ലർ ഇൻ സർജറി കേസ്. ഈ സർജറി ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താക്കാൻ നടക്കണമെങ്കിൽ ഒരു പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മോർഫീൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സെഡേറ്റീവ്. ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാ? മോർഫീൻ. എന്നാൽ ഹെറോയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, വൈറ്റ് ക്രിസ്റ്റലൈൻ ഒഡോളസ് ആയിട്ടുള്ള, വെള്ള ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടുള്ള ഒഡോളസ്, പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാവില്ല, ബിറ്ററാണ്. ഓക്കെ, കയ്പ് രസത്തിലുള്ളതാണ്, ഒരു പൗഡർ ഫോമിലുള്ളതാണ് എന്ത്? ഹെറോയിൻ. എന്താണ് മക്കളെ? ഹെറോയിൻ. ആൻഡ് ഹെറോയിനാണ് സ്മാക്ക് എന്നറിയപ്പെടുന്നത്. എന്താണ്? സ്മാക്ക്. ഓക്കെ, അപ്പൊ ഈ ഹെറോയിൻ എന്താണ്? ഒരു ഡിപ്രസൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഡിപ്രസൻ്റ് ആണ്. അപ്പൊ ഒപ്പിയോയിഡ്സ് ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സ് ഇറ്റ് ഒപ്റ്റൈൻ ഫ്രം പപ്പാവർ സോംനിഫറം ഓർ ഒപ്പിയം പോപ്പിന്റെ ലാറ്റക്സ് എന്നാണ് കറ. ഒപ്പിയം പോപ്പിന്റെ ലാറ്റക്സ്. ആ പ്ലാന്റിന് ചിത്രം NCERT കൊടുത്തിട്ടുണ്ട്, മറന്നു പോരുത്. ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ എന്താക്കണം? പഠിക്കണം. ദെൻ ഇറ്റ് ആക്ട്സ് ഓൺ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് നമ്മൾ പറഞ്ഞു. ദെൻ ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മെയിൻ ആയിട്ട് എന്താണ്? ഇഞ്ചക്ഷൻ ഉണ്ട്. മോർഫീനൊക്കെ എന്താണ്? ഇഞ്ചക്ഷൻ വഴി. ഓക്കെ, അതേമാതിരി തന്നെ എന്താക്കുക? സ്നോട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് എന്താക്കാം? ഉള്ളിലേക്ക് ഈ ഡ്രഗ് അബ്യൂസസ്. എടാ, ഈ മോർഫീൻ പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അത് യൂസ് ആണ്, അത് അബ്യൂസ് അല്ല. ഓക്കെ, എന്നാൽ യൂസ് ഇല്ലാത്ത ഒരാൾ എന്താക്കുക? അതെടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലടാ? ഒപ്പിയോയിഡ്സ് ക്ലിയർ അല്ലടാ? ഓക്കെ, ദെൻ കനാബിനോയിഡ്സ് മക്കളെ. നെക്സ്റ്റ് വൺ ഏതാ വരുന്നത്? കനാബിനോയിഡ്സ് നിങ്ങൾക്കറിയാം. കനാബിനോയിഡ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനാബിനോയിഡ്സ് നമ്മുടെ ബ്രെയിനിൽ, അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ആക്ട്സ് ഓൺ അവർ കാർഡിയോവാസ്കുലാർ സിസ്റ്റം. റെഡി അല്ലേ? ആൻഡ് കനാബിനോയിഡ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം എവിടുന്നാണ് കിട്ടുന്നത്? ഇതാരുടെ ഇലയാ? ഈ ഇല പരിചയമുണ്ടോ? ഓക്കെ, എവിടുന്നാ? കോമൺ ഹെംപ്ലാൻ ഓർ കനാബിസ് സറ്റൈവ. അതിന്റെ ഇൻഫ്ലോറസൻസ്. ഓക്കെ, എല്ലാം എടുക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കനാബിനോയിഡ്സിന് എക്സാമ്പിൾ ആണ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഗഞ്ച. നേരത്തെ ആരോ കമന്റ് ചെയ്ത് കണ്ടു ഗഞ്ച. നേരത്തെ അവിടെ എത്തിപ്പോയതാന്ന് തോന്നുന്നു. ഓക്കെ, പേര് വായിക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഗഞ്ച, ദെൻ ചരസ്, ദെൻ ഹാഷിഷ്. പിന്നെ ഒരാളൂടെ ഉണ്ടല്ലോ. ആരാ? മരിജ്വാന. ഗഞ്ച, ചരസ്, ഹാഷിഷ്, മരിജ്വാന ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കനാബിനോയിഡ്സ് ആണ്. ഇത് മെയിൻ ആയിട്ട് എന്താണ്? ഓറൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താക്കുന്നുണ്ട്? സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെയാണ് എടുക്കുന്നത്. കനാബിനോയിഡ്സ് എങ്ങനെയാ? കനാബിനോയിഡ്സ് കോസ് ഹാലുസിനേഷൻ. എന്താണ്? ഹാലുസിനേഷൻ ഉണ്ടാക്കുക.
ഓക്കെ, ഹാലുസിനോജനിക് എഫക്ട്. ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലടാ. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ എങ്കിലും പറയില്ലേ, കഞ്ചാവ് അടിച്ച പോലെ എന്ന് പറയില്ലേ. ഓക്കെ, ഇല്ലാത്തതുണ്ട് എന്ന് നോക്കുക, ഒരു ജായി കളി കളിക്കുക. ഓക്കെ, അപ്പോൾ ഹാലുസിനേഷൻ ഉണ്ടാക്കുക, ഹാലുസിനോജനിക് എഫക്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ കനാബിനോയിഡ്സ്. ദെൻ ഇത് ചില സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ അബ്യൂസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ആക്ട്സ് ഓൺ കാർഡിയോ വാസ്കുലർ സിസ്റ്റം. ദാറ്റ്സ് വൈ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കാൻ നടക്കണമെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അബ്യൂസാണ്. ഓക്കെ, കനാബിനോയിഡ്സ്. റെഡി അല്ലേ? ദെൻ അടുത്തത് ഏതാണ്? കൊക്ക ആൽക്കലോയിഡ്സ് ആണ്. ഏതാണ്? കൊക്ക ആൽക്കലോയിഡ്സ്. കൊക്ക ആൽക്കലോയിഡ്സ് ഓർ കൊക്കൈൻ, കോമൺലി കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്നൊക്കെ വിളിക്കും. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എ പ്ലാന്റ് കോൾ എറിത്രോസൈലം കൊക്ക. എറിത്രോസൈലം കൊക്ക. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് എ സ്റ്റിമുലന്റ് ഡ്രഗ്. ഇറ്റ് കോസ് യൂഫോറിയ. ഇവരുണ്ടാക്കുക യൂഫോറിയ. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താ? അത്യാനന്ദം എന്ന് പറയില്ലേ നമ്മൾ. ഓക്കെ, വല്ലാത്തൊരു സന്തോഷാവസ്ഥയിലേക്ക് എന്താക്കുക, എത്തിക്കുക. യൂഫോറിയ. ഇറ്റ് കോസ് യൂഫോറിയ. എങ്ങനെയാണ് യൂഫോറിയ ഉണ്ടാക്കുന്നത്? ബിക്കോസ് എറിത്രോസൈലം കൊക്കൈന്ന് കിട്ടുന്ന ഈ കൊക്കൈൻ അല്ലെങ്കിൽ കോക്ക് ക്രാക്ക് ഇന്റർഫിയർ വിത്ത് ദി ഫ്ലോ ഓഫ് ഡോപ്പാമിൻ. നിങ്ങൾക്കറിയാലോ മക്കളെ, നമ്മളെ ഡോപ്പാമിൻ. ഓക്കെ, ഈ ഡോപ്പാമിൻ്റെ ഫ്ലോന് എന്താക്കുക, ഇന്റർഫിയർ ചെയ്യുക. അപ്പോൾ ഇവർക്ക് യൂഫോറിയ ഉണ്ടാക്കുക. ഇറ്റ്സ് എ സ്റ്റിമുലന്റ് ഡ്രഗ്. ഓക്കെ, അപ്പോൾ ഈ കൊക്ക ആൽക്കലോയിഡ് ഓർ കൊക്കൈൻ. ഓക്കെ, ഇവൻ മെയിനായിട്ട് എന്താക്കുക നടക്കുന്നത്, നോട്ട് ചെയ്യുക. അപ്പോൾ ഈ 3 ആൾക്കാരെയും വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ അതർ ഡ്രഗ്സ് ഉണ്ട്, ബാർബിറ്റുറേറ്റ്സ്, ആംഫിറ്റമിൻസ്, ബെൻസോഡിയാസെപ്പൈൻസ് ഒക്കെ അവിടെ എന്താക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ദെൻ ജനറൽ ടോപ്പിക്കിൽ വരുന്നതാണ് സ്മോക്കിംഗ്, അതിൻ്റെ ഇൽ ഇഫക്ട്സ് ഒക്കെ. അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണേടാ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ സ്മോക്കിങ്ങിൻ്റെ ഇൽ ഇഫക്റ്റിൽ വരുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറ. സ്മോക്കിങ്ങിൻ്റെ ഇൽ ഇഫക്ട്സിൽ വരുന്നത് ബ്രോങ്കൈറ്റിസ്. അത് ഞാൻ ഇൽ ഇഫക്റ്റ് ആയിട്ട് മാത്രം പറയുകയാണേ, അത് മതി. ബ്രോങ്കൈറ്റിസ് വരും, എംഫിസിമ വരും, ദെൻ ലങ് ക്യാൻസർ വരും. ഓക്കെ, ലങ് ക്യാൻസർ വരും. ഓക്കെ, ദെൻ അത് നല്ലൊരു ചോദ്യമാണല്ലോ. 2007 സാർ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണോ? എടാ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടല്ലേ നമ്മൾ ഈ സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, തമാശയായിട്ട് എടുക്കരുത്, നന്നായിട്ട് എന്താക്കുക, പ്രിപ്പയർ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വായനയിൽ തന്നെ അല്ലെങ്കിൽ 1-2 വായനയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ 6 to 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ലങ് ക്യാൻസർ, ദെൻ നിങ്ങൾക്കറിയാം ഹൈപ്പർ ടെൻഷൻ. ബിക്കോസ് സ്മോക്കിങ്ങിൽ നിങ്ങൾക്കറിയാം നിക്കോട്ടിൻ നേരെ പോയിട്ട് നമ്മളെ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആവുന്ന അഡ്രിനാലിൻ്റെ സെക്രീഷൻ എന്താക്കുക, കൂട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ നിക്കോട്ടിൻ ഉണ്ടാക്കുന്ന എഫക്റ്റ്. അപ്പോൾ ഇത് ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ലങ് ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം നമ്മൾ എന്താക്കും, ഈ സ്മോക്കിംഗ് ഉണ്ടാക്കുന്നത്. ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ത്രോട്ട്, യൂറിനറി ബ്ലാഡർ, ഓക്കെ, ഈ റീജിയനിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്, ക്യാൻസർ. ചൂയിങ് ഓഫ് ടൊബാക്കോ ലീഡ്സ് ടു എന്താണ്, ഓറൽ ക്യാൻസർ. ഈ പോയിന്റ് എല്ലാം വെച്ചിട്ട് എന്താക്കുക, സ്മോക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതുന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി എന്താക്കുക, അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഇതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൽക്കഹോളിക്സിന്റെ ഇൽ ഇഫക്റ്റ്. നിങ്ങൾക്കറിയാലോ, ഉറപ്പായിട്ടും ആൽക്കഹോളിക്സിന്റെ ഇൽ ഇഫക്റ്റ് അറിയാത്ത ഒരൊറ്റ ആൾ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം ആൽക്കഹോളിക്സിന്റെ ഇൽ ഇഫക്റ്റിൽ വരുന്നതാണ് മക്കളെ എന്തെല്ലാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഫസ്റ്റ് വൺ ഫാറ്റി ലിവറാണ്. നിങ്ങൾക്കറിയാം ആൽക്കഹോൾ നമ്മളെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ ഡയറക്ട്ലി കൺവേർട്ടഡ് ആസ് ഫാറ്റ്. ഇത് ഫാറ്റായിട്ട് നമ്മളെ ലിവറിൽ അവിടെ എന്താക്കടാ അങ്ങ് അക്യുമുലേറ്റ് ചെയ്യും. ദെൻ ദിസ് ലീഡ്സ് ടു ഫാറ്റി ലിവർ. ദെൻ ഗ്രാജുവലി ഈ ഫാറ്റി ലിവർ ഇങ്ങനെ നിന്ന് ഇത് എവിടേക്ക് എത്തും, സിറോസിസ് ആവും. അറിയാലോ നിങ്ങൾക്ക്, കരൾ വീക്കം, സിറോസിസ് ആവും. ദെൻ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംനീഷ്യ. ഓക്കെ, ടെമ്പററി ആയിട്ട് എന്താവും, മെമ്മറി ലോസ്, ഓർമ്മക്കുറവ്. ഓക്കെ, അംനീഷ്യ. ദെൻ മെയിൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഒക്കെ എന്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽസിന് എന്താക്കാൻ നഷ്ടപ്പെടുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി. നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ എക്ടോപിക് പ്രഗ്നൻസി എന്താ യൂട്രസിൽ അല്ലാണ്ട് എന്താക്കുക ഇംപ്ലാന്റേഷൻ നടക്കുക അല്ലേ, ഫലോപ്പിയൻ ട്യൂബിന്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗത്തൊക്കെ പോയിട്ട് എന്താക്കുക നടക്കുക. ദെൻ റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം,
ഇതൊക്കെ എന്താണ് റെക്ലെസ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, ഒരു വീണ്ടും വിചാരില്ലാണ്ട് പ്രവർത്തിക്കുക. ഇതെല്ലാം എന്താണ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തായിക്കോളണം, ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്തോളണം. ഓക്കെ, അത് നമ്മൾ വിട്ടേക്കാണ്. നമുക്ക് അവിടെ ഡ്രഗ്സ് മാത്രമാണ് NCERT ഡിസ്കസ് ചെയ്യാനുള്ള, മറ്റേ നിങ്ങൾക്ക് കിട്ടിക്കോളും. അഡോളസൻസ് ആൻഡ് ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസ് അവിടെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് കോഴ്സ്. ഈ അഡോളസൻസിൽ ഇത്തരത്തിലുള്ള ഡ്രഗും ആൽക്കഹോളും ഒക്കെ യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മക്കളെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ആ ഏജ് തന്നെയാണ് 12 to 18. അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നിങ്ങൾക്കറിയാം, ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്റ്റേജ്. ഓക്കെ, വലിയ ആളാണോ എന്നാൽ വലിയ ആളല്ല, എന്നാൽ കുട്ടിയാണോ കുട്ടിയല്ല. ഓക്കെ, അപ്പം ആ ഒരു ഏജിൽ ഇതിൻ്റെ യൂസേജിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസിൽ ഒന്ന് ക്യൂരിയോസിറ്റിയാണ്, ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കാനുള്ള, അല്ലെ എൽഡേഴ്സ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, ഹീറോസ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് അത് യൂസ് ചെയ്യാനുള്ള ഒരു താല്പര്യം, ക്യൂരിയോസിറ്റി. ദെൻ നീഡ് ഫോർ അഡ്വഞ്ചർ ആൻഡ് എക്സൈറ്റ്മെന്റ്. ഓക്കെ, അത് എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാൻ. ദെൻ എക്സ്പെരിമെന്റേഷൻ, എല്ലാ എക്സ്പെരിമെന്റേഷനുള്ള എന്താന്നുള്ള ഒരു സാധ്യത. ദെൻ പിയർ പ്രഷർ. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാലോ, കൂട്ടുകാരൻ എന്താക്കുക, അല്ലെങ്കിൽ ഒരു സർക്കിളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം എന്താണ് ഒരു പുക എടുത്ത് നോക്ക്, അല്ലെങ്കിൽ എന്താ ഇത് ചെയ്തു നോക്കുന്നില്ല. പിയർ പ്രഷർ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഏജിൽ നല്ലോണം ഉണ്ടാവും. ദെൻ അൺസപ്പോർട്ടഡ് ഫാമിലി സ്റ്റാറ്റസ്. ഓക്കെ, അതും ഒരു കാരണം തന്നെയാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം ലാസ്റ്റിലേക്ക് വരുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക്കാണ്. ദെൻ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. അവോയ്ഡ് പിയർ പ്രഷർ. അത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിന്ന് വരുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ പഠിക്കുന്നത്. വിദ്യാഭ്യാസം അത് തിരിച്ചറിയാൻ, അല്ലേ, എന്ത് തള്ളണം എന്ത് കൊള്ളണം നമുക്ക് അവിടെ അറിയാം. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാരൻസിൻ്റെ അടുത്തുനിന്നും പിയർ ഗ്രൂപ്പിൻ്റെ അടുത്തുനിന്നും നല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്താക്കാം ഹെൽപ്പ് ചോദിക്കാം. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം മെഡിക്കൽ പ്രൊഫഷണൽസ്. ഉറപ്പായിട്ടും സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും ഹെൽപ്പ് നിങ്ങൾക്ക് നേടാം. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. ഇത്രയും പ്രിവെൻഷനിൽ വരുന്നതാണ് മക്കളെ. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ എൻ്റയർ ടോപ്പിക് കഴിയുന്നു. അപ്പോൾ ഡ്രഗ്സ് ആൽക്കഹോൾസിൽ വരുന്ന ഒരു 5 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമ്മൾ എന്താക്കി ഹെൽത്ത് ആൻഡ് ഡിസീസ് സെറ്റ്. അപ്പോൾ ചാപ്റ്ററിന്റെ അവസാനം വരെ നിന്ന റിൻഷ, നസ്രീൻ, അതേപോലെ തന്നെ എന്താണ് നസ്രീൻ 2007, ഓക്കെ, ഫോർമൽ, ഓക്കെ, അനന്തു, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച മക്കളെ, 2023 വന്നതാണ്. 2023 വന്നത് റൈറ്റ് സം സേ യെസ് ടു ലൈഫ് നോ ടു ഡ്രഗ്സ്. നോക്കണേ, write some important measures that would be useful for the prevention and control of alcohol and drug abuse among adolescents. Write relevant 4 points. ഇതേ പിടിച്ചോ. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 5-ൽ 4 എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, അവോയ്ഡ് പിയർ പ്രഷർ, avoid unwanted peer pressure, education and counseling, then seeking help from parents and peers, seeking help from medical professionals, then looking for danger sign. അത് നമുക്ക് ഏതെങ്കിലും എന്താക്കാം 4 എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടിക്കോളും. Write any 4 ill effects of drug alcohol abuse. Ill effects എന്തൊക്കെയാണ് ill effectsൽ വരിക? നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തില്ലേ, എന്തൊക്കെ വരും? റെക്ലെസ് ബിഹേവിയർ ആയിക്കോട്ടെ, വാൻഡലിസം ആയിക്കോട്ടെ, അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ്, സിറോസിസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഓക്കെ, എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? എനി പ്രോബ്ലം? ഓക്കെ, ഇല്ലല്ലോ. ഓക്കെ, അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം എഴുതാം. 4 2 മാർക്കാണെങ്കിൽ ഒരു 4 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്താക്കണം എഴുതണം. റൈറ്റ് ദി എഫക്ട് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഈ ഡ്രഗ്സ് എന്തെല്ലാം എഫക്റ്റ് ആണ് മക്കളെ ഉണ്ടാക്കുക ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഒപ്പിയോയിഡ്സ് ആണ്. ഓക്കെ, ഒപ്പിയോയിഡ്സ് നിങ്ങൾക്കറിയാം. ഒപ്പിയോയിഡ്സ് എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? ഒപ്പിയോയിഡ്സ് തന്നെ മോർഫീൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഹെറോയിൻ ഉണ്ട്. മോർഫീൻ നിങ്ങൾക്കറിയാം സെഡേറ്റീവ് ആണ്. ദെൻ ഹെറോയിൻ എന്താണ് ഡിപ്രസൻ്റ് ആണ്. ഓക്കെ, കനാബിനോയിഡ്സ് ഇറ്റ് കോസ് ഹാലുസിനേഷൻ. കൊക്ക ആൽക്കലോയിഡ്സ് ഇറ്റ്സ് എ സ്റ്റിമുലന്റ് ഡ്രഗ്, ഇറ്റ് കോസ് യൂഫോറിയ അല്ലെങ്കിൽ എന്താണ് ഇറ്റ്സ് എ സ്റ്റിമുലന്റ് ഡ്രഗ്, ഇറ്റ് കോസ് യൂഫോറിയ എന്ന് എഴുതിയത്. യൂഫോറിയ റെഡി അല്ലേ? അപ്പോൾ ഇത് കൃത്യമായിട്ട് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദ എഫക്ട് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഒപ്പിയോയിഡ്സ് നിങ്ങൾ എഴുതണം. ഒപ്പിയോയിഡ്സ് ബൈൻഡ്സ് ഓൺ സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസെപ്റ്റേഴ്സ് ഇൻ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആൻഡ് ഇറ്റ് കോസ് സെഡേഷൻ ആൻഡ് എന്താണ് ഡിപ്രസീവ് എഫക്ട്. ദെൻ കനാബിനോയിഡ്സിനാണെങ്കിൽ നിങ്ങൾ എഴുതും കനാബിനോയിഡ്സ് ആക്ട്സ് ഓൺ ബ്രെയിൻ ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആൻഡ് കോസ് ഹാലുസിനേഷൻ.
Then coca alkaloids interfere the flow of dopamine and it cause euphoria. Ready അല്ലേ? It's a stimulant drug. 3 മാർക്കിനാണ് അത്. 2019 ചോദിച്ചാണ് ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. Morphine is said to be an abuse drug. Discriminate the term use and abuse of the drugs based on this example. മക്കളെ, യൂസും അബ്യൂസും മോർഫീനെ വെച്ചിട്ട് ശരിയല്ലടാ. When we use morphine in surgery cases, it is use. ശരിയല്ലേ? സർജറി കേസസിൽ പേഷ്യൻസിന് പെയിൻ കില്ലർ ആയിട്ട് മോർഫിൻ യൂസ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ആണ്. എന്നാൽ അത് അബ്യൂസ് ചെയ്യുന്ന സമയത്തോ അത് അതായത് നീഡില്ലാത്തവൻ എന്താക്കുക, അത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് യൂസ്ഡ് ആസ് സെഡേറ്റീവ് ആയിട്ട് എന്താക്കുക, യൂസ് ചെയ്യാം ഡ്രഗ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് അബ്യൂസ്. ക്ലിയർ അല്ലേ? ദെൻ മാച്ച് ദി ഫോളോയിങ്. മാച്ച് ചെയ്തൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. നോക്കിക്കേ, ഒപ്പിയോയിഡ്സിന് സ്യൂട്ട് ആവേതാ? വീണ്ടും നമ്മൾ നമ്പർ ഇടാണ് 1 2 3. ഒപ്പിയോയിഡ്സിൽ ഇതാ 1 ഹെറോയിൻ. ദെൻ ഒപ്പിയോയിഡ്സ് എവിടുന്ന കിട്ടുക? പോപ്പി പ്ലാന്റ്. കനാബിനോയിഡ്സ് 2 എവിടെയുള്ളത്? മരിജുവാന. എവിടെയാ? കനാബിസ് പ്ലാന്റ്, അതായത് കനാബിസ് സറ്റൈവ. റെഡിയല്ലേ? കൊക്കൈൻ, കോക്ക്, എറിത്രോസൈലം, കൊക്ക. റെഡി? ഇത്രയും ചെയ്തില്ലടാ? 3 മാർക്ക് കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏതാണ്ട് ഒരു 25 ക്വസ്റ്റ്യൻസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് മക്കളെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് ഫുള്ള് ക്വിക്ക് റിവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കാണാവുള്ളൂ. നിങ്ങൾക്കറിയില്ല എക്സാമിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സമയം വരെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. നമ്മളെ അടിപൊളിയായിട്ട് എന്താക്കുക ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഏഗൺ ലേണിങ്ങിൻ്റെ ലൈവ് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം നിങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, അതേപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് പിന്നെ ചെയ്തു, അതിനെക്കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത ലൈവിൽ. ബൈ ബൈ, ഓൾ ഗുഡ് നൈറ്റ്. ഓക്കെ, സെറ്റായിക്കോ. റെഡി?